we have the respected Jignesh Bevani on stage. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സമധാരണീയനായ കേരള ഗവർണർ ബഹുമാന്യനായ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ശ്രീ പ്രകാശ് യശ്വന്ത് അർലേക്കർ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ ബഹുമാനിയായ തെലങ്കാന മന്ത്രി ശ്രീമതി അൻസാരി അനസുയ, ശ്രീ ബി ശശി MLA, പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മ, ശ്രീ തോൾ തിരുമാവലവൻ MP, ശ്രീ സുധാകരൻ IAS, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഗാന്ധിഗ്രാമം നടന്ന ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എന്ന ഈ ഏകദിന പരിപാടി ഭാരതത്തിലെ പൊതുവെയും കേരളത്തിലെ പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനത നേരിടുന്ന പ്രശ്നങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ്. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആശയമാണ് ഈ കോൺക്ലേവ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സമൂന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നതെങ്കിലും ഈ പരിപാടിയിൽ തരിമ്പും രാഷ്ട്രീയമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കഴിഞ്ഞ 15 വർഷങ്ങളിലും തൻ്റെ പുതുവത്സരം ചിലവഴിച്ചത് കേരളത്തിലെ ദളിത് ജനതയോടൊപ്പമാണ്. അവരുടെ സങ്കടവും സന്തോഷവും നൊമ്പരവും അനുഭവിച്ചറിഞ്ഞ അദ്ദേഹത്തിന് ദളിത് ജനതയുടെ ജീവിത പശ്ചാത്തലം സമഗ്രമായ രാഷ്ട്രീയത്തിന് അതീതമായി വിശകലനം ചെയ്യണം എന്ന താല്പര്യം ഉണ്ടായതിൽ നിന്നാണ് ഈ കോൺക്ലേവ് രൂപപ്പെട്ടത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന 3 പ്ലീനറി സെഷനുകളിലും ദളിത് ജീവിതത്തിൻ്റെ പരിച്ഛേദം വരച്ചുകാട്ടുന്ന അക്കാദമിക ചർച്ചകളാണ് നടക്കുന്നത്. With the consent of the dais and the delegates, we are commencing the program. Now I invite Your Excellency Sri Rajendra Vishwanath Arlekar ji for the ceremonial lamp lighting and to inaugurate the function. I request all other dignitaries to join this auspicious moment. Dagatarum dittum tittagatei dagatarum dittum teyyom dagatarum dittum tittagatei dagatarum dittum tindimidarum dagagatei ekkandarum dagadaga tindimidarum dagagatei ekkandarum മലനാടിന്റെ മണ്ണിൽ മുളച്ചത് കാടിന്റെ മക്കൾക്ക് മലനാടിന്റെ മണ്ണിൽ മുളച്ചത് കാടിന്റെ മക്കൾക്ക് കാടും മേടും കൈവിട്ട് പോയത് കാടിന്റെ മക്കൾക്ക് തെയ്യോം ദഗതാരോം ദിത്തോം തിത്തകതൈ ദഗതാരോം ദിത്തോം തെയ്യോം ദഗതാരോം ദിത്തോം തിത്തകതൈ ദഗതാരോം ദിത്തോം തിന്തിമിതാരോം ദഗദഗതൈ എക്കന്താരോം ദഗദഗ തിന്തിമിതാരോം ദഗദഗതൈ എക്കന്താരോം ഞൂറങ്കിഴങ്ങും നൂലിയും മാലയും കൈവിട്ട് പോയല്ലോ കാടിന്റെ മക്കൾക്ക് ഞൂറങ്കിഴങ്ങും നൂലിയും മാലയും കൈവിട്ട് പോയല്ലോ കാടിന്റെ മക്കൾക്ക് തെയ്യോം ദഗതാരോം ദിത്തോം ദിത്തകതൈ ദഗതാരോം ദിത്തോം തെയ്യോം ദഗതാരോം ദിത്തോം ദിത്തകതൈ ദഗതാരോം ദിത്തോം തിന്തിമിതാരോം ദഗദഗതൈ എക്കന്താരോം ദഗദഗ തിന്തിമിതാരോം ദഗദഗതൈ എക്കന്താരോം തോട്ടിലെ ഞണ്ടും മാറ്റിലെ മീനും കൈവിട്ട് പോയല്ലോ. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി സംഗീത അധ്യാപിക കൂടിയായ ശ്രീമതി KC രമയെ ക്ഷണിക്കുന്നു.
സത്യത്തിൻ പൊരുളെ നയിച്ചാലും ജീവപ്രപഞ്ചമേ ഉണർന്നാലും സത്യത്തിൻ തണലായി ത്യാഗത്തിൻ ജ്വാലയായി ജീവപ്രപഞ്ചമേ നയിച്ചാലും ജീവപ്രപഞ്ചമേ നയിച്ചാലും അറിവിൻ്റെ ഉറവാർന്ന നന്മ തൻ ദീപം ഞങ്ങളിൽ നിത്യം ചൊരിയണമേ. അറിവിൻ്റെ ഉറവാർന്ന നന്മ തൻ ദീപം ഞങ്ങളിൽ നിത്യം ചൊരിയണമേ. ആലംബഹീനരെ സേവിപ്പതിനായി ശക്തിയൻ കരങ്ങളിൽ നൽകണമേ. ശക്തിയൻ കരങ്ങളിൽ നൽകണമേ. സത്യത്തിൻ പൊരുളെ നയിച്ചാലും ജീവപ്രപഞ്ചമേ ഉണർന്നാലും. ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജെ സുധാകരൻ IAS റിട്ടയർഡ് ആണ്. അദ്ദേഹം SC/ST വകുപ്പിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ്. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ ജെ സുധാകരൻ അവർകളെ ക്ഷണിക്കുന്നു. Welcome all. 60% of Dalits in Kerala live in about 33,000 settlements. Though the population of Dalits increased in India, it is decreasing in Kerala. The Gandhi Gram project, led by Sri Ramesh Chenithala ji, aims at the socio-economic transformation of Dalits. Hope today's progress conclave in 5 sessions, including this, will come out with better outcome. Now my duty. On behalf of the organizing committee, first of all, I welcome the Honorable Governor of Kerala, Sri Rajendra Vishwanath Arlekar, who inaugurated this conclave. By lighting the lamp. Welcome Sri Ramesh Chenithala ji, MLA, former minister and chairperson of this conclave. Sri V.D. Sadishan, MLA, the opposition leader. Srimati Dhansari Anasuya, Minister, Telangana. Sri Prakash Yaswant Ambedkar, the grandson of Baba Saheb Dr. Bhimrao Ambedkar. Sri Tirumavalavan MP, leader Vidi Chappachi VKC.
Shri Kodukal Suresh, 8-time P. Padma Shri Lashmi Kuti Amma, Tribal Medical Healer. Shri Jignesh Mevani, Young Turk Leader. I also welcome the Director, all the staff and of Rajiv Gandhi Center for Biotechnology for hosting this conclave. I once again welcome all the delegates and media friends. Thank you. Jai Hind. ശ്രീ ബി ശശി MLA 14-ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ചിറയൻകീഴ് മണ്ഡലത്തിന്റെ MLA ആയ ശ്രീ ബി ശശിയെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. Sorry for the inconvenience. Tolkapian Tirumavalavan MP is representing the Chidambaram constituency in Tamil Nadu. He is a scholar, activist and the chairman of the political party Vidudale Chirudagal Katchi. He holds a bachelor's degree in chemistry, master's degree in criminology and LLB from Madras Law College. I invite Sri Tol Tirumavalavan to share his thoughts with us. The most respected Governor of Kerala, Honorable Sri Rajendra Vishwanath Arlekar, organizer of this great event, the former opposition leader of Kerala and president of this event, Sri Ramesh Chennidala MLA, Sri J. Sudhakaran IAS, Sri V. Sassi, my beloved elder brother, Sri Prakash Yaswant Ambedkar MP, Sri Sadishan MLA, Honorable Minister of Telangana, Srimati Dhansari Anusuya, my beloved brother, Member of Parliament, Sri Kodikkanil Suresh, and Mr. Dr. Tamban, and all the dignitaries in the dais, and brothers and sisters. I am very happy to have this opportunity to share my views in this Dalit Progress Conclave. First of all, I would like to express my sincere thanks to our senior leader, Sri Ramesh Chennidala, for organizing the historical event in this juncture. This is very essential to have this discussion elaborately about the progress of Dalits in India. Nowadays, there are many criticism for using this term Dalit. You don't use the Dalit. Somebody's are talking like this, arguing like this.
This term is very much needed to identify the people who are marginalized in our country. This term is for consolidating of Dalits, consolidating of scheduled caste across the country. There are many names in this scheduled community, in different identities. We can't say a single name of a scheduled community to identify them. In Kerala, there are many castes in scheduled caste. Pulaya, Paraya, Chera. There are many castes. We have to consolidate them by using a single term. So this is very the communities who are called scheduled castes in our country. That is one term, Dalit. This is not a degrading one. First of all, we have to convince ourselves that this term is not against us. Only one term in our nation to identify the people who are suffering in the name of caste across the country. So I would like to appreciate our Ramesh and team for organizing this great event to discuss about the progress of Dalits. Now, I would like to point out only 3 points where our target emancipation of Dalits. For this purpose, to achieve this goal, to attain our target, we need protection of the community. That is very important. One angle, protection. Another angle, development. There are 2 factors. There is no protection in all the means for these communities in this country. Years together, generation to generations, these people are targeted by the caste fanatics. These people are suffering a lot in the name of caste. Caste atrocities are increasing day by day. There are many kinds of tortures for these communities across the country. If you go the data about these atrocities on Dalits, you can find the truth. The tortures and atrocities are increasing, not in declining mode. So we need protection of these people first. We have to fight for their protection. Arsoning, raping, honor killing, these kind of atrocities are happening day by day. Each and every corner of this country, even though we have constitutional protection, but in reality, there is no any social protection to these people. So first, we need protection. We have to fight against caste atrocities. Second one, the empowerment of Dalits or upliftment of the Dalits. For this purpose, we need reservation in all the sections, government sectors and public sectors and private sectors.
social justice is the only weapon for empowerment of these people. So, two kinds of work program we need for the emancipation of Dalits. One is protection, another one is empowerment. We have reservation only in government sectors, in public sectors, no reservation in private sectors. So we have to fight for reservation in private sectors. We need a legislation for reservation in private sectors. Another one demand, we need a legislation for reservation in promotions. There is no reservation in promotions, only entry level. Nowadays we don't have new recruitment. There is no new recruitment. So no reservation in entry level. So there is no social justice. These are the issues nowadays we are facing. So we need a new legislation for reservation in private sectors. We need a legislation for promotion, for reservation in promotions. Nowadays, there is no proper implementation in these reservations in even government sectors. Only 5 to 6% in the union sectors, union government offices. The proper implementation is not happening. So, our works to be focused on these sections. Another thing, entirely different, all over the country, these people are not considered as a political force. These people are considered as a vote bank. That's all. So these scheduled caste people or Dalits and tribals should develop as a political force. Unless you do not get your constitutional rights. No one talking about the protection of Dalits, not addressing about the caste atrocities, doing some welfare schemes. The mere welfare schemes will not work out for emancipation of this community. So political awareness must be there. Our Baba Sahib, Dr. Ambedkar, made a constitution to build a new India which will not be caste discrimination. The Constitution of India is a great weapon to demolish the ancient India which is prevailing caste discrimination, gender discrimination, inequality in the name of caste, in the name of religion. So only one weapon we have, the Constitution of India, which made by our Baba Sahib Dr. B.R. Ambedkar. Everyone appreciating Dr. B.R. Ambedkar. Everyone celebrating his contribution. But no one is bothering about the protection of the Constitution of India. So our motto should be focused on the protection of Constitution of India. This is my request.
Our party VCK is working with all the democratic forces, not only with the Dalits who are believe in the Constitution of India, whoever believe in Ambedkar ideologies, even though they are not Dalits, we have to consolidate everyone, all the democratic forces, to achieve our goal. This is the way to consolidate Dalits as a political force for their development and upliftment. I would like to thank the organizing committee, particularly to our senior leader, Sri Ramesh Chanidala, for giving this opportunity for me. Thank you. Dr. Bhim Rao Ramji Ambedkar, the greatest intellectual India has ever seen. Baba Saheb Ambedkar ji is the father of our constitution. Ambedkar ji was principally known in his life as a fighter for the Dalit empowerment. But his first and foremost legacy to the nation was as a constitutionalist. His grandson, Sri Prakash Yashwant Ambedkar, who is known as the Bala Sahib Ambedkar, is also a versatile personality. As a politician, writer, and lawyer, his contribution is endless. He is the president of Vanchit Bahujan Aghadi. Ambedkar ji is invited for the speech. Respected and Honorable Governor of Kerala, Rajendra Vishwanath Arlekar ji, the founder of Dalit Progressive Conclave by Ramesh Chanitala. I won't waste time reading the names, those who are with me, because this session has to end at 10:50. As it's shown in the timetable. And since I'm the next speaker in the plenary's first session, so I won't dwell more on time on this. What is basically necessary is for every Dalit organization or an Phule Shahu Ambedkarite organization is to decide whether he wants power or whether he wants the agenda. These are two main things. Many think that with power we can change. I have been with power for quite a long period. Power changes nothing. It's only when you have power, you have to accommodate others rather than implement your own agenda. But once you have the agenda as your main goal, then it becomes for every social political organization to react to that agenda. And that is what basically Dr. Babasaheb Ambedkar did throughout his life. He never went for power. But he said, if you want a nation to be free, you must have a constitution. If you want your nation to remain united, then he said, what is your definition of unification? He said, what is society today? And he defined a nationhood as fellow feeling for those who are kith and kin,
an anti-fellow feeling for those who are not kith and kith. Now here caste is one nation where you have affinity within the caste. The moment you travel outside the caste, you have no affinity, either you are anti or you are neutral. If that is going to be your situation, how can you develop a nation? A changes which we are asking for are the basic ethos of the society needs to be changed. And the society ethos are always based upon religion. And therefore, if you see within the Dalit community, those who have moved away from the traditional Vedic Hindu religion have progressed. And those who have not moved away from the traditional Vedic religion remained as they are. And therefore, we see today a class within the Dalits who are developed and one class which is not developed. The reason being, there are two kinds of slaveries. One is mental slavery and the other is the physical slavery. By mental slavery, you have accepted the system that you are going to be tortured. Mentally, you have accepted that you are going to be despised. Mentally, you have accepted that you are a secondary citizenship. Mentally, you have accepted that I don't have a natural rights or human rights. And therefore, unless you get out of this mental slavery, there can't be physical liberation or an abolition of the physical slavery that we see in this country. Therefore, the first and the foremost, what Dr. Babasaheb Ambedkar did was to attack the ideas which developed mental slavery. It began with Mahatma Phule. Education, he said, is a natural right and everybody should have it. And therefore, he started the schools for the girls. Dr. Babasaheb Ambedkar also did the same thing. Mahat Satyagraha. He says water is natural, everybody has a right, so everybody should drink it and everybody should have a right. He said the same thing about God, that if it is universal, then everybody should have a right, and therefore he started the Nasik Satyagraha. Therefore, the first and foremost task I would say is that we must set ourselves as an agenda where all political parties and social organizations react to it. Second is, we are building up new ethos. That is Phule Shah Ambedkar's ethos, which is in contradiction with the earlier ethos. Had we understood the earlier ethos, that the slavery of this country for nearly 2000 years would have abolished quite ago. We had the Varna system or the caste system, where the Kshatriyas, if they won, the nation won. If the Kshatriyas lost, the nation lost. And everybody then became the slave of the society. So this is where I would feel that the contribution of the Ambedkarite movement or the Phule Shah Ambedkarite movement is most important. And if you want the recognition to take place, as my earlier speaker, Tirmalam, very wellly said, that you must have an organization of your own. You must have an identity. I'm aware that Ramesh Chenitala has a Gandhian school of thought. But when you compare this with Phule Shah Ambedkar's school of thought,
Dr. Ambedkar said that village is the den of ignorance. So these are two contradictory things. Neither can you abolish village, neither can you destroy the village. So what is necessary is transformation of a village from an ignorance of den to a city of knowledge. And that is where I would feel that the contribution of the foolish of Ambedkar is most important. Today, I will look at, there are many, because I was there in Durban and I could see it very well. If anybody asks me, is there any system for address anything in this country? I said everything is available for addressing any kind of atrocity. But what is missing is sensitization, and those instruments which are there do not have the teeth. I would request the Honorable Governor that you have an opportunity that Kerala gives about 10% of the 10% of the budget for the welfare of the scheduled caste. The similar kind of budget should be there for the welfare of the scheduled tribe, but there should be a law. And that law should have a teeth, that this fund will not be diverted to any other department, except for the welfare of the scheduled caste and scheduled tribe. Because as Rajiv Gandhi some years ago, he said in Bombay that we give 100 rupees, and out of 100 rupees, only 5 rupees goes to the masses, 95% goes to the non-scheduled caste, scheduled tribe people. We must make effort to see that out of 100 rupees, at least 50% reaches them. This is one. Second is, within this whole system, the scheduled caste, scheduled tribe are at another disadvantage, and that is as far as landed properties are concerned. The banking system that we have developed is a mortgage banking system, that unless you can give mortgage, you are not entitled for a loan. Therefore, what is necessary for an industrial class within scheduled caste and scheduled tribe to develop is there has to be an independent banking system. There has to be an independent banking system which will give 95% as a loan and 5% as the own contribution. Unless we adopt method and methodology out of box, there can't be any innovation of the scheduled caste and scheduled tribe in this country. Because religion has deprived them of property, religion has deprived them of their rights, and therefore, if these are to be compensated through a system, they can be compensated only by a legislation and none others. The other issue which I would like to, before I close down, is that the educated and the non-educated class. And here, I think so wrong concept has crept into the society through a judgment of a Supreme Court which says that there should be classification and subclassification. I do agree that after 70 years, there is a class which has taken advantage and developed itself. But that is percentage-wise in every scheduled caste which has taken place. Now, if we are going to divide these castes into subcastes and subgroups,
we are not reaching the down below. Even if you have, say, a division, 4 or 5 kinds of division, and that percentage of reservation is divided within these 4 or 5 groups, who are going to be the beneficiaries? Already those who are the beneficiaries. So a methodology has to be evolved that the benefit of these reservations goes to the needy and not to those who have taken benefits of it. Therefore, the present classification and sub-classification, according to me, is not going to work, and therefore it should be opposed in toto. What is to be needed is a brainstorming session on that as to how to reach to the last person first and the first person last. That should be the motto. Before I conclude, I would only say that those who have developed are drifting away from the society. They feel that they have achieved and they have no responsibility. I have been in this money market for quite a long period of time. And I have seen people becoming rich overnight, and I have seen rich becoming poor overnight. So reservation is one methodology in which one class benefited out of it, not only socially, educationally, but economically also. I would place them in a well-off class, I would say that. And they feel that the economic security which they have received is sustainable and it can be sustained. I'll give one example. Mr. Namdev Dasal, who was one of the leaders of the Panthers, and you had the Fiat's owners, Doshi, whose family was saved by Dr. Babasaheb Ambedkar. So he was one of the usual donors for the any Ambedkarite, Phule Shahu Ambedkarite movement. So one day he said that he wants to meet you. I said, okay. In that discussion, Doshi ji offered 1 crore to Namdev Dasal. And he said, after 1 year, you should return me back 1 crore. He said, I don't want any interest, he said. I got an opportunity and I said, Ramdev, you don't accept this offer. He said, why? I said, we have no knowledge of multiplying money. We have no knowledge of investing this money. We have only knowledge of spending money. I said, once if we spend this 1 crore, next time he's going to say, we have already given you, I'm not going to go. So I told him once straight away, you just say that we can't control money. Whatever you are giving us, we are keeping it with you. You multiply and you finance the movement. Today, many national highways are being built. And they are being very heavily compensated. What is the status after 10 years of these people? Management of money, or management of a finance, is an issue which has to be learned, studied, and mastered. Many of those who got compensation for the lands that were acquired by the government, today, they have come back to square one. And therefore, those who feel within the Ambedkarite movement, within the Shahu Phule Ambedkarite movement, that economy is our security, I would only say your constitutional right are the only means of security. With these few words, I thank Ms. Shinilta and the others for listening me very peacefully. Thank you once again.
കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ മികച്ച പ്രസംഗകനാണ്, നിയമസഭാ സാമാജികനാണ്. അദ്ദേഹത്തിന് കൂടുതൽ ആമുഖം ആവശ്യമില്ല. അദ്ദേഹത്തെ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ മനോഹരമായ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല, അഭിവന്ദ്യനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഈ ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് കഴിഞ്ഞ 15 വർഷക്കാലമായി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാന്ധി ഗ്രാമം പദ്ധതിയുടെ ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. ഇത്തരമൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഹൃദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ നാട്ടിൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. എല്ലാ ഗവൺമെൻറ്റുകളും സംസാരിക്കുന്നത് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ്, സാമ്പത്തിക പുരോഗതി. സാമ്പത്തിക പുരോഗതി എന്നുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് GSDPയുടെ വളർച്ച, GDPയുടെ വളർച്ചയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ GDPയിലെയും GSDPയിലെയും ഗ്രോത്താണോ? പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് പിക്കറ്റി പറഞ്ഞിട്ടുള്ളത് ഇക്വാളിറ്റി എവിടെയുണ്ട്, എൻവയൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റി എവിടെയുണ്ട്, അവിടെയാണ് ഗ്രോത്ത് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്താ? എല്ലാ ഗവൺമെൻറ്റുകളും പ്ലാനിങ് ഉപേക്ഷിക്കുകയാണ്. എല്ലാവരും പ്രോജക്റ്റിൻ്റെ പുറകിലാണ്. ഓൾ ദ ഗവൺമെൻറ്റ്സ്, the union government as well as the state governments in India are giving up the planning. They are all behind projects. എന്താണ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത? പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ 10% SCP പ്രോഗ്രാമായിട്ട് SC കമ്മ്യൂണിറ്റിക്ക് കിട്ടും, 2% ആർക്ക് കിട്ടും? ST കമ്മ്യൂണിറ്റിക്ക് കിട്ടുമല്ലോ, ഉറപ്പാണല്ലോ. പ്രോജക്റ്റിൽ എവിടെയാണ് SCക്കും STക്കും പൈസ കൊടുക്കുന്നത്? കേരള ഗവൺമെൻറ് കിഫ്ബി പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ അന്ന് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്, അത് ഞാൻ ലീഗൽ ഒബ്ജക്ഷൻ കൊണ്ടുവന്നു, നിങ്ങളിത് ചെയ്യരുത്. കാരണം എന്താ? ഈ പ്രോജക്റ്റിൽ ഈ ദളിത് സമൂഹങ്ങൾക്ക് ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല. പ്ലാനിങ്ങിലാണെങ്കിൽ ഉറപ്പായി കൊടുക്കണം. SCPയും STP പ്രോജക്റ്റും നടക്കുന്നത് ഒബ്ലിഗേഷനാണ്, ലീഗൽ ഒബ്ലിഗേഷനാണ്, കൊടുത്തേ മതിയാവും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു 30,000 കോടി രൂപ. ഇതിൻ്റെ പൈസ എവിടെ നിന്നാണ്? കിഫ്ബിയുടെ പൈസ സഞ്ചിത നിധിയിൽ നിന്നാണ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അവർ കടം മേടിച്ചാൽ ആ കടം തിരിച്ചടയ്ക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഈ പണം പ്രോജക്റ്റിലേക്ക് മാറ്റി. നിങ്ങൾ കേൾക്കണം, 30,000 കോടി രൂപ ഇതുവരെ ചിലവാക്കി. 30,000 കോടി. എത്ര കിട്ടണമായിരുന്നു? പ്ലാനിലായിരുന്നെങ്കിൽ 3,000 കോടി SC കമ്മ്യൂണിറ്റിക്ക് കിട്ടണമായിരുന്നു. 30,000 കോടി രൂപ കിഫ്ബി പ്രോജക്റ്റിൽ ചിലവാക്കിയപ്പോൾ ഇവർക്ക് കിട്ടിയത് എത്രയാണ്? 81 കോടി രൂപ, 3,000 കോടിക്ക് പകരം. കണക്കാണ്, ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതാണ്. 3,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കിട്ടാതെ പോയി. പ്രോജക്റ്റായി പോയതിൻ്റെ പേരിൽ 81 കോടി രൂപ കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര നഷ്ടം പ്രോജക്റ്റിൻ്റെ പുറകെ പോയതുകൊണ്ട്. പ്രോജക്റ്റിന് ഒരു സോഷ്യൽ ഇക്വിലിബ്രിയം ഇല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. പ്രോജക്റ്റിന് വേറെ അട്രാക്ഷൻ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇവിടെ കാര്യം അറിയാമല്ലോ, പ്രോജക്റ്റിനുള്ള അട്രാക്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി വേറൊരു കാര്യം, കേരള ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എടുത്തു നോക്കുക. 2019-20 പ്ലാൻ എമൗണ്ട് 30,000 കോടി രൂപ. ഇതെത്രയാണ്? 24-25, 25-26 ആവാൻ പോവാണ്. ഈ 30,000 കോടി രൂപയുടെ പ്ലാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ 50,000 കോടി രൂപ ആകണമായിരുന്നു. എല്ലാ വർഷവും 5-10% കൂടി. 30,000 കോടി രൂപ ആയിരുന്ന സമയത്ത് 2019 ഈ 3,000 കോടി കിട്ടുമായിരുന്നു. ഇത് 50,000 കോടി രൂപയായിരുന്നെങ്കിലോ അത് 5,000 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചേനെ. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. 2019-20 കേരള ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എമൗണ്ട് 30,000. 20-21 27,000 കോടി. നേരെ താഴോട്ട് പോവാം. 21-22 വീണ്ടും 30. 22-23 30. 23-24 30. 24-25 30. 30,000 കോടി. പ്ലാനിൽ ഒരു വ്യത്യാസമില്ല. പ്ലാൻ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റാഗ്നൻ്റ് പ്ലാൻ.
30,000 കോടി രൂപ ഉണ്ടാകേണ്ട പ്ലാൻ 6 വർഷം കൊണ്ട് 50,000 കോടി രൂപ ആകണമായിരുന്നു. വേണ്ടേ? ആയിരുന്നുവെങ്കിൽ 5,000 കോടി രൂപ SC പ്രോജക്റ്റ് കിട്ടുമായിരുന്നു. എന്തുകൊണ്ടാണ് പ്ലാൻ സ്റ്റാഗ്നൻ്റായി നിൽക്കുന്നത്? പ്ലാൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതിൻ്റെ ഇരകളാരാണ്? SC/ST വിഭാഗമാണ് കേരളത്തിലെ. വളരെ സിമ്പിളാണ്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കണക്കൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. കിട്ടുന്നില്ല, പൈസ കിട്ടുന്നില്ല, ഒരു കാര്യത്തിനും പൈസ കിട്ടുന്നില്ല. ഇനി കേട്ടോ, ഈ വർഷം നടന്നത് ഈ 30,000 കോടിയെങ്കിൽ 30,000 കോടി, അതിൻ്റെ 10% എങ്കിൽ 10%, 3,000 കോടി ഉണ്ടല്ലോ. പ്ലാൻ കട്ട് എത്രയാണ് ഈ പ്രാവശ്യത്തെ? പ്ലാൻ സൈസ് കട്ട് ചെയ്ത് 500 കോടി രൂപ SCക്ക് കട്ട് ചെയ്തു, 112 കോടി രൂപ STക്ക് കട്ട് ചെയ്തു. പ്ലാൻ കട്ടും കഴിഞ്ഞ് പിന്നെ വേറെ എത്ര പൈസ ഉണ്ട്? 5,000 കോടി കിട്ടേണ്ട സ്ഥലത്ത് 2,500 കോടി പോലും ഇല്ല. ഇനി ഈ പ്ലാൻ കട്ട് ചെയ്തു, ബാക്കി പ്ലാൻ ചെലവാക്കണ്ടേ? ഞങ്ങൾ 3 ദിവസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞു, ഇതുവരെയുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചർ എത്രയെന്നറിയോ? 54%. അപ്പോൾ 3,000 കോടിയിൽ നിന്ന് 500 കോടി കട്ട് ചെയ്തു, അതിൻ്റെ 54%. ഇപ്പം എത്രയാ? 5,000 കോടി ചെലവാക്കേണ്ട സ്ഥലത്ത് 1,500 കോടി രൂപ പോലും ചെലവാക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അറിയണം. ഇതാണ് നടക്കുന്നത്. ഇതാണ് മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റും. കേരളത്തിൽ നമ്മളിത് കീനായിട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നു. ഇത് എവിടേക്ക്? ഇപ്പോൾ നേരത്തെ SC/STക്ക് പ്രത്യേകമായ ഹൗസിംഗ് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ മിക്സ് ചെയ്തു. ഏതിൽ? ലൈഫ് മിഷനിൽ. പണ്ട് കിട്ടിയിരുന്നത്ര ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അതിൻ്റെ പകുതി വീടുകൾ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. പകുതി വീടുകൾ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ 4 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ STക്ക്. എല്ലാ SC/ST വീടുകളും റിമോട്ട് ഏരിയയിലാണ്. ഒരു 90% ഇല്ലേ? ഈ റിമോട്ട് ഏരിയയിലേക്ക് ഈ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് തന്നെ ഈ പൈസയാവും. നിങ്ങൾ നോക്കിക്കോ, ST വീടുകൾ നോക്കിക്കോ, വാതിലില്ല, ജനലില്ല, അത് തേച്ചിട്ടില്ല, അതിന് ഫ്ലോറിംഗ് ഇല്ല. കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ചെയ്ത എത്ര വീടുണ്ട് കേരളത്തിൽ SC/STക്ക്? ഈ ലൈഫ് മിഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ പകുതി പൈസ പോലും, വീട് പണിയാൻ ആവശ്യമായതിൻ്റെ പകുതി പൈസ പോലും ചിലവാക്കുന്നില്ല. മാത്രമല്ല, കോമൺ പർപ്പസിൽ കൊടുക്കുന്ന പൈസ കൊടുത്താൽ മതി. SC/STക്ക് എല്ലാവർക്കും 4 ലക്ഷം രൂപ, SCക്ക് 4 ലക്ഷം രൂപ മതിയോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതൊരു 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണ്ടേ? STയുടെ 15 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണ്ടേ? ഏറ്റവും വലിയ പ്രശ്നം ഭൂമി പ്രശ്നമാണ്. കേരളത്തിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇസ് ടു മച്ച് അല്ലേ? ജനസാന്ദ്രത വളരെ കൂടുതലാണ്. കിഴക്ക് ഫോറസ്റ്റ് ആക്ട്, പിന്നെ തണ്ണീർത്തട നിയമം, ഇവിടെ CRZ, ഇതെല്ലാം കഴിഞ്ഞ ഭൂമി കുറച്ചേ ഉള്ളൂ. ഈ ഭൂമി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വൈൽഡ് ലൈഫ് അറ്റാക്കാണ് അല്ലേ? വൈൽഡ് ആനിമൽസിൻ്റെ അറ്റാക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടിയാണ് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരോഗ്യ രംഗത്ത് ഈ ST മേഖലയിൽ എന്തെല്ലാം അസുഖങ്ങളാണ്, എത്ര ശിശുമരണങ്ങളാണ് നടക്കുന്നത്. കേരളം പോലുള്ള എന്താ വലിയ അഹങ്കാരമാണ് നമുക്ക്. കേരള മോഡൽ അതൊക്കെ പോയി. ഇവിടെ ഒരു കുഞ്ഞെങ്കിലും അസുഖം മൂലം മരിക്കുന്നുണ്ടെങ്കിൽ ഒരു കേരള മോഡലിനെ കുറിച്ച് ഞാനോ നിങ്ങളോ ഗവൺമെൻറ്റോ ആരും അഭിമാനിക്കേണ്ട. അട്ടപ്പാടിയിൽ എത്ര ശിശുമരണങ്ങൾ ഉണ്ടായി, ഇപ്പോഴും എത്ര പേർക്ക് സിക്കിൾ സെൽ അനീമിയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ജനതയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹൗസിങ്ങിൻ്റെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ടോ? ഭൂമിയുടെ പ്രശ്നത്തിൽ പട്ടയം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ മറ്റ് സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്നില്ല. ഇവരെല്ലാവരും സംസാരിച്ചു. ബഹുമാനപ്പെട്ട പെരുമാവളവനും അദ്ദേഹമല്ല പ്രകാശ് അംബേദ്കറും എല്ലാം സംസാരിച്ചു. രാജ്യത്തുടനീളം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് ഇരകളാകുന്നത് ഈ പാവപ്പെട്ട മനുഷ്യർ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പം നമുക്ക് ഭരണഘടനയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 14, 15, 16, 17 ആൻഡ് ഓഫ് കോഴ്സ് ആർട്ടിക്കിൾ 46. ദർ ആർ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഈ ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമുക്കത് നീതിപൂർവ്വം നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ? ഇക്വാളിറ്റി, സമത്വമാണ്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, അതോടൊപ്പം സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ ഒരു സമരമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഗവർണർ അടക്കം സംസാരിക്കാനുണ്ട്. ദീർഘമായി കടന്നു പോകുന്നില്ല. ഇത് കേരളത്തിൻ്റെ വിഷയമാക്കി നമുക്ക് മാറ്റണം. പല കാര്യങ്ങൾക്കും കേരളം രാജ്യത്തിന് മോഡൽ കൊടുത്തിട്ടുണ്ട്. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണവും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തലും കേരളത്തിൻ്റെ മോഡലാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ല തുടക്കമായി ഞാൻ ഈ പരിപാടിയെ കാണുന്നു. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ ഹൃദയപൂർവ്വം കേരളത്തിലേക്ക് സ്വാഗതം കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. സ്നേഹപൂർവ്വം സീതക്ക എന്ന് വിളിക്കുന്ന ശ്രീമതി ധൻസാരി അൻസൂയ തെലങ്കാന മന്ത്രിസഭയിൽ പഞ്ചായത്തി രാജ്, ഗ്രാമവികസനം, ഗ്രാമജല വിതരണം, വനിതാ ശിശുക്ഷേമ എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ്. മുളുക് മണ്ഡലത്തിൻ്റെ MLA ആയ സീതക്ക 2009, 2018, 2023 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. I invite the Iron Lady of Telangana to share her thoughts with us. Namaskaram Kerala, my brothers and sisters, respected Honorable Governor Sri Rajendra Vishwanath Allerkarji, and special thanks to Sri Ramesh Chennithala because this opportunity is given by Ramesh Chennithala and Prakash Yashwantji Ambedkar and VD Satishanji, opposition leader of Kerala Assembly, and Thiruvalanam Ji MP, and J. Sudhakaranji, and Sri Shureshji, and Padmasri Lakshmi Kutti Ammaji, and Sri my younger brother Jignesh Ji. Johar Bhagat Singh, today this is the day when he was hanged by Britishers. This is March 23rd. And Johar Dr. B.R. Ambedkar. Respected dignitaries, esteemed guests, and fellow community members, I stand before you today proud to present the voice of the marginalized and oppressed. As a tribal woman, I have witnessed firsthand the struggles and injustice faced our communities. But I also stand before you today as a testament to the power of resilience and determination, from being a former revolutionary member to becoming a 3-time MLA and now Minister for Panchayat Raj and Rural Development, Women and Child Welfare. My journey has been marked by challenges, triumphs. As we gather here today, I wanted to emphasize that our struggle for equality and justice is far from over. We must continue to fight against the systemic oppression and discrimination that plagues our society. But we must also celebrate our victories, no matter how small they may seem. We must acknowledge the progress we have made and honor the sacrifice of by great people from Ayyankali's fight from the pen to Nangeli's fight for dignity. They didn't wait for freedom, but fought for the betterment of future generation. As Dalits and Adivasis, we have a rich history of resistance and rebellion, from the brave warriors who fought against colonialism to the modern day activists who continue push for change. We have always been a community that refused to be silenced or oppressed. So let us draw strength from our collective history and continue to fight for a world that is just and equitable for all. Let us celebrate our dignity and our differences and recognize that our struggles are intertwined. I want to leave you with a message of hope and resilience. As Dalits, we have faced so many of the darkest moments in human history, but we have always
emerged stronger and more determined. Let us continue to stand together to support each other and to fight for a brighter future. Thank you. ലാളിത്യവും സൗമ്യതയും മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ KSUയിലൂടെ പ്രവർത്തിച്ചു. പടിപടിയായി വളർന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി തീർന്ന് ശ്രീ രമേശ് ചെന്നിത്തല തൻ്റെ 28ാം വയസ്സിൽ മന്ത്രിയായി. 4 തവണ ലോക്സഭാ അംഗം, 5 തവണ നിയമസഭാ അംഗം, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ആദരണീയനായ കേരള ഗവർണർ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ജെ സുധാകരൻ IAS റിട്ടയേർഡ്, എൻ്റെ ആത്മസുഹൃത്ത് പ്രിയങ്കരനായ ശ്രീ തിരുമാവളവൻ MP, ഞങ്ങൾ ഒരുമിച്ച് പാർലമെൻറ്റിൽ ഒരേ ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത് ശ്രീ പ്രകാശ് യശ്വന്ത് അംബേദ്കർജി, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ ശ്രീ VD സതീശൻ MLA, നമ്മളെല്ലാവരും സീതക്ക എന്ന് വിളിക്കുന്ന തെലങ്കാനയിലെ ധനശ്രീ അനസ്യൂയ എന്ന പ്രിയപ്പെട്ട മന്ത്രി, ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർലമെൻറ്റ് അംഗമായി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ, ഈ വേദിയിലുള്ള എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ ജിഗ്നേഷ് മേവാനി, SC/ST AICCയുടെ SC/ST കമ്മിറ്റിയുടെ ചെയർമാനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ശ്രീ K രാജു IAS, പ്രിയമുള്ള ശ്രീ പന്തള സുധാകരൻ അടക്കം, IC ബാലകൃഷ്ണൻ MLA അടക്കം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പാലൂർ രവി, ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള മറ്റ് നേതാക്കളെ, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഡെലിഗേറ്റ്സ്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ആവേശകരമായ ഒരു മുഹൂർത്തമായി ഞാനിതിനെ കാണുകയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരിടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവഗണനയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഗാന്ധിഗ്രാം എന്നൊരു പരിപാടിക്ക് രൂപം കൊടുത്തത്. ആദ്യത്തെ ഈ പരിപാടി, ഗാന്ധിഗ്രാം പരിപാടി, നടക്കുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയായ ശ്രീ K കരുണാകരൻ്റെ നിയോജക മണ്ഡലമായ മാളയിലെ കുന്നത്തുനാട് ദളിത് കോളനിയിലായിരുന്നു. ഇന്ന് 28ഓളം ദളിത് കോളനികളും ട്രൈബൽ കോളനികളുമായി ഈ ഗാന്ധിഗ്രാം പരിപാടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അട്ടപ്പാടിയിലെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. അട്ടപ്പാടിയിലാണ് ഏറ്റവും കാര്യക്ഷമമായ നിലയിലുള്ള പ്രവർത്തനം നടത്തിയത്. കേരളത്തിലെ 14 തിരഞ്ഞെടുക്കപ്പെട്ട കോളനികൾക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, AP അനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് ഓരോ കോടി രൂപ വെച്ച് അന്ന് അനുവദിക്കുകയുണ്ടായി. ഞാൻ സന്ദർശിച്ച 14 കോളനികളിലും. സ്വാഭാവികമായി ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുള്ള അവസരമില്ല. പക്ഷേ എന്നാലും ഈ എല്ലാ വർഷവും ന്യൂ ഇയർ ഉണ്ടെങ്കിൽ ആ ന്യൂ ഇയറിൽ ഞാൻ ഏതെങ്കിലും ഒരു പട്ടികവർഗ കോളനിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോട് ചേർത്ത് നിർത്തുക, അവരോടൊപ്പം നിൽക്കുക, അവരുടെ കണ്ണുനീരൊപ്പാൻ അല്പമെങ്കിലും കഴിയുമെങ്കിൽ അത് സംതൃപ്തിയോടെ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഗാന്ധിഗ്രാം പരിപാടിക്കുള്ളത്. ഗാന്ധിഗ്രാം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയാണ് ഗാന്ധിഗ്രാം. നമുക്കറിയാം, കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ഭൂമിയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കേരളത്തിൽ ആവശ്യമാണ്. ധാരാളം ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്ന ഒരു സ്ഥലമാണ്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ലീസ് കഴിഞ്ഞ പ്ലാന്റേഷൻ ഭൂമികൾ ധാരാളമുണ്ട്. എല്ലാ പ്ലാന്റേഷനും ഞാൻ എടുക്കണമെന്ന് പറയുന്നില്ല.
പക്ഷേ ഭൂമിയില്ലാത്ത പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലീസ് കഴിഞ്ഞ ഭൂമിയിൽ അല്പമെങ്കിലും എടുത്ത് അവർക്ക് നൽകാനുള്ള ധീരമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദേശീയ തലത്തിൽ ഇത് കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ദേശീയ തലത്തിൽ ഇതിനേക്കാൾ വളരെയേറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ശ്രീ തിരുമാവളവൻ ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശ്രീ തിരുമാവളവനാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിത് സമൂഹം അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ്. വഞ്ചിത് ബഹുജൻ അഗാഡിയുടെ നേതാവാണ് ശ്രീ പ്രകാശ് അംബേദ്കർ. മഹാരാഷ്ട്രയുടെ ചാർജ് കൂടിയുള്ള എനിക്കുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും, അവിടെ നിർണായകമായ സ്വാധീനം അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റുമായി മുന്നോട്ട് പോയ വ്യക്തിയാണ്, ഇപ്പോഴും പോകുന്ന വ്യക്തിയാണ് ശ്രീ പ്രകാശ് അംബേദ്കർ. ഇവരുടെയെല്ലാം നേതൃത്വത്തിൽ സീതക്ക ആയുധങ്ങൾ താഴെയിട്ട് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നക്സലിസം ഉപേക്ഷിച്ച് പൊതുജീവിതത്തിലേക്കും കോൺഗ്രസിലേക്കും കടന്നു വന്ന സീതക്ക ഉൾപ്പെടെയുള്ള വ്യക്തികൾ സമൂഹത്തിന് ഒരു വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ചെറുപ്പക്കാരുടെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളാണ് ജിഗ്നേഷ് മേവാനി. ഗുജറാത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ ചെറുതല്ല. ഞാൻ ഇവരെയെല്ലാം ഇവിടെ അവതരിപ്പിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവരെല്ലാം ഈ രാജ്യത്തെ ദളിത് സമൂഹത്തിന് വേണ്ടി പോരാടുന്നവരാണ്. ആ പോരാട്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. അവർ മനുഷ്യരാണ് എന്നുള്ള ചിന്തയോടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മഹാത്മാഗാന്ധി, മഹാനായ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ എന്നിവർ കാട്ടിയ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ ദീർഘമായി ഗവർണറുടെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നില്ല. ഈ ദളിത് കോൺക്ലേവ് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുന്നിൽ ഇത് സമർപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ 4 സെഷനുണ്ട്. 4 സെഷനിലും ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളും ക്ലാസ്സുകളും അതോ ഡിസ്കഷനും നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗാന്ധിഗ്രാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മുന്നേറ്റമായി ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നു. സാധുക്കളോടൊപ്പം, പാവങ്ങളോടൊപ്പം, അട്ടപ്പാടിയിലെ വേദനിക്കുന്ന ജനസമൂഹത്തോടൊപ്പം കഴിയുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു സാഫല്യമായും ഞാൻ കണക്കാക്കിക്കൊണ്ട് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഞാൻ നേരുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വിശിഷ്ട അതിഥി കൂടി നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ നിതിൻ റൌത്ത്, മഹാരാഷ്ട്രയിലെ പവർ മിനിസ്റ്ററായിരുന്ന ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ 6 തവണ നിയമസഭയിലേക്ക് ജയിച്ച ശ്രീ നിതിൻ റൌത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്, ഈ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മഹാനായ അയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറും മഹാനായ ഫുലെയും ഉൾപ്പെടെയുള്ള ധീരന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കാട്ടിയ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ 2 പേരെ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP വലിയ എളിയ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായും ലോക്സഭയിലെ ചീഫ് വിപ്പായും 8 തവണ പാർലമെൻറ്റ് അംഗവുമായ ശ്രീ സുരേഷിന് ഒരു അഭിനന്ദനം കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. വളരെ വിനയപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഈ ദളിത് കോൺഗ്രസ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ഹിസ് കൈൻഡ് ഇൻ കേരള. വി ആർ കമ്മിങ് വിത്ത് സം സർട്ടൻ സജഷൻസ് ടു ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. ഈ സജഷൻ കേന്ദ്ര ഗവൺമെൻറ്റുകൾ സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ച് എളിയ നിലയിൽ ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കാൻ, അവരുടെ വീടിൻ്റെ സൗകര്യം, ഭവനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, റിസർവേഷന് വേണ്ടി, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. We invite the Honorable Governor of Kerala
to launch the book authored by Sri Ramesh Chennithalaji on Gandhigram project, and thereafter the first copy of the book will be handed over to Sri Prakash Yashwant Ambedkarji, followed by which the honoring of the two eminent guests, Sri Kodikundil Suresh MP and Padma Shri Lakshmi Amma. I invite Your Excellency, the Honorable Governor of Kerala, Sri Rajendra Vishwanath Arlekar sir, for conferring the golden cloth and for presenting the mementos to Sri Kodikundil Suresh MP and Padma Shri Lakshmi Amma. I would like to invite Sri Kodikundil Suresh MP to deliver the acceptance speech. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഗാന്ധിഗ്രാം പദ്ധതിയുടെ ശില്പിയായ മുൻ പ്രതിപക്ഷ നേതാവ് നമ്മളെല്ലാം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, ഈ ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാനായ ഗവർണർ ഓഫ് കേരള ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ പ്രകാശ് അംബേദ്കർ, ശ്രീ തിരുമാളവൻ അവർകൾ, ശ്രീമതി സീതക്ക, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയങ്കരനായ ശ്രീ ജിഗ്നേഷ് മേവാനി, എന്നോടൊപ്പം ആദരവേറ്റു വാങ്ങിയ ശ്രീമതി ലക്ഷ്മി അവർകൾ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, വിവിധ സെഷനുകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ദളിത് ലീഡേഴ്സ്, സുഹൃത്തുക്കളെ, ഒരു സമ്മിശ്രമായ വികാരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോക്സഭയിലേക്ക് 8ാം പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ട അംഗമെന്ന നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എനിക്ക് നൽകിയ ഈ ആദരവിന് ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്, അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല.
അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലേക്കും കടന്നു പോകുന്നില്ല. എങ്കിലും ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുള്ളൊരു വേദി ഇവിടെ രൂപപ്പെടുത്തിയതിൽ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ഹാർദവമായി അഭിനന്ദിക്കുക. ലോക്സഭയിൽ പുതുതായി ജയിച്ചു വന്ന എം പിമാരും 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും എം പിമാരായവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിച്ചത് എന്ന്. എനിക്കവരോട് മറുപടി പറയാൻ, കാരണം ഒരുപാട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ള നിലയിൽ കൃത്യമായി മറുപടി അല്ലെങ്കിൽ അതിൻ്റെ സുദീർഘമായി മറുപടി പറയാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത്, അതും കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളിൽ ആർക്കും 8 പ്രാവശ്യം ജയിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ, ജനങ്ങളോടൊപ്പം നിന്നാൽ, ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും. ഏത് പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജയിച്ചു വരാൻ കഴിയും എന്നതാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയാൻ. ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. ഇത്തവണയും മാധ്യമങ്ങൾ എന്നെ വല്ലാതെ വേട്ടയാടി. അവർ പറഞ്ഞത് കേരളത്തിൽ 19 സീറ്റ് UDF ജയിക്കും, പക്ഷേ 1 സീറ്റ് തോക്കും, അത് ഞാനായിരിക്കുമെന്നാണ് സർവേകളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു വന്നു എന്നുള്ളത് ഈ അവസരം പറയാം. പിന്നിട്ട വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഞാനായതുകൊണ്ടാണ് ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും കടന്നു വന്നിട്ട് അവർക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടുള്ളത്. ഒരുപാട് ആക്രമണങ്ങളെ ഞാൻ നേരിട്ടിട്ടുണ്ട്, രാഷ്ട്രീയമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഹൈക്കോടതിയിലൊരു കേസുണ്ടായി, അതിലെന്നെ അയോഗ്യനാക്കി. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ വിജയിച്ചു വന്നു. പിന്നെ പല തരത്തിലുള്ള ആക്രമണങ്ങൾ, അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ വിദ്യാർത്ഥി രംഗത്തിൻ്റെ യുവജന രംഗത്തും അതിനുശേഷം പാർട്ടിയിലുമൊക്കെ നേടിയ ആ ഒരു മെയ്വഴക്കം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കടന്നു വന്ന വഴിത്താരയിൽ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേതാക്കന്മാർ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ കലവറയില്ലാത്ത പിന്തുണയും സ്നേഹവും വാത്സല്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഞാൻ 10 പ്രാവശ്യം മത്സരിച്ചു, 8 പ്രാവശ്യം ജയിച്ചു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു. സാധാരണഗതിയിൽ പരാജയപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരിക, ഒരു ലോക്സഭാ അംഗം തിരിച്ചു വരിക, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. പക്ഷേ 2 പ്രാവശ്യം പരാജയപ്പെട്ടു. പിന്നീട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പറഞ്ഞു, ഞാൻ തന്നെ മതി, വീണ്ടും മത്സരിച്ചാൽ മതി എന്ന്. അങ്ങനെയാണ് വീണ്ടും എനിക്ക് മത്സരിക്കാൻ സാധ്യമായതും വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ ചിലരൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തുടർച്ചയായ മത്സരം മാറിക്കൊടുത്തുകൂടെ എന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട്, പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ശ്രീ രമേശിനുണ്ട്, VD സതീശനുണ്ട്, ഞാൻ എന്നെ ഒഴിവാക്കണം, മത്സരരംഗത്ത് നിന്ന് എന്നെ മാറ്റണം, ഇനി എന്നെ ലോക്സഭയിൽ നിർത്തരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയുണ്ടായി. പാർട്ടി വേദികളിൽ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും, ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ പാർട്ടി പറഞ്ഞു, ഞാൻ തന്നെ മത്സരിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ ആ സീറ്റ് നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അതനുസരിച്ച് മത്സരിച്ച ഒരാളാണ്. നിങ്ങൾക്കറിയാമോ, ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ലോക്സഭാ സീറ്റ് നിലനിർത്തിയ ഒരാളാണ് ഞാൻ. 8 പ്രാവശ്യം
കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയാളാണ് 8 പ്രാവശ്യം. അത് എൻ്റെ കഠിനാധ്വാനമാണ്. എനിക്ക് ആ പാർട്ടി ഒരു അവസരം തന്നപ്പോൾ, പാർട്ടി എനിക്ക് ഇത്തരം അവസരം തന്നപ്പോൾ അതൊരിക്കലും പാർട്ടിക്കൊരു ബാധ്യതയാകരുത്, അതൊരിക്കലും പാർട്ടിക്ക് നാളുണ്ടാക്കരുത്. അതുകൊണ്ട് കഠിനാധ്വാനം, ആത്മാർത്ഥത, സത്യസന്ധത, അതാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ കൈമുതൽ. എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നിട്ട വഴികൾ ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ എവിടെ നിന്ന് എങ്ങനെ സഞ്ചരിച്ചു, ഇവിടെ എങ്ങനെ എത്തി എന്ന് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കടന്നു വന്ന വഴികൾ, പിന്നിട്ട വഴിത്താരകൾ ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു ജനപ്രതിയായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എപ്പോഴും താഴെത്തട്ടിൽ എത്രയൊക്കെ പദവികൾ ലഭിച്ചപ്പോഴും, ഏതൊക്കെ പദവികൾ, എന്തെല്ലാം പദവികൾ ലഭിച്ചപ്പോഴും ഞാൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്ന അതേ ഒരു പ്രവർത്തന ശൈലിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയം. തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധമായ സഹായവും ഈ അവസരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം നടക്കാനുണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അടിവരയിട്ട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. എന്നും ഒരു സാധാരണക്കാരനായി, ഏതൊക്കെ പദവികളെത്തിയാലും ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കൊപ്പം, നാടിനൊപ്പം വളർത്തിയവരെ, കൈപിടിച്ചുയർത്തിയവരെ എപ്പോഴും ബഹുമാനിച്ചും ആദരിച്ചും മുന്നോട്ട് പോകും എന്ന് ഈ അവസരം പറഞ്ഞുകൊണ്ട്, ഇത്രയും കാലത്തെ ജനപ്രതിനിധി പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകാതെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്
അല്ല, അവിടെ മൃഗാധിപത്യമാണ്. കാരണം ഓരോ മലയത്തിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട് പവിത്രമായ വനമേഖല, ഞങ്ങൾ ആദിവാസികൾ ആദരിക്കുന്ന വനമേഖല അത്രയും നാനാതരത്തിൽ നിന്ന് മദ്യക്കുപ്പിയുടെയും മറ്റു അനാശാസ്യ പ്രവർത്തനങ്ങളുടെ മേഖലയാക്കി ടൂറിസം എന്ന പേരിൽ തുറന്നു കൊടുത്തുകൊണ്ട് പിന്നെ മൃഗങ്ങളെല്ലാം ഇന്ന് തിന്നാനൊന്നുമില്ല. സോഷ്യൽ ഫോറസ്റ്റ് എന്നൊരു വകുപ്പ് എന്നുണ്ടായ അന്ന് മുതൽ വനം നശിച്ചു. വനത്തിൽ ഉപയോഗമുള്ള ഒരു വകുപ്പില്ല. നമ്മൾ വനത്തിൽ പിറന്ന് വളർന്ന് എനിക്കിപ്പോൾ 80 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. മെയ് 8 എൻ്റെ ഈ കുതിരപ്പുരയിൽ നിന്നും 5ാം ക്ലാസ് മലയാളം പഠിച്ചിട്ട് ഇതിലെ വരെ നടന്നു വന്ന് 3ാം ക്ലാസ് പഠിച്ചു. അപ്പോൾ 1956 8ാം സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം മാത്രമാണ് എനിക്കുള്ളത്. ശരിക്കും വായിക്കും. എല്ലാ തരം സസ്യങ്ങളായാലും ഏത് വിഷയങ്ങളായാലും ഞാൻ വായിക്കാനും ആണ് ഉത്സാഹം. അതുകൊണ്ട് അങ്ങനെ നാട്ടുവൈദ്യത്തിൽ നിന്നും നാട്ടുവൈദ്യമായി 95 വിഷവിദ്യ ആധാരമായിട്ടുള്ള ക്യാമ്പായത് എനിക്ക് നാട്ടുവൈദ്യ രത്നം എന്ന ബഹുമതി തന്നത് TBGRയിൽ നിന്ന്. അതിനുശേഷമാണ് എങ്ങനെയെന്നറിയില്ല, ആരാണെന്നറിയില്ല, ഞാൻ ഒന്നിനും ശുപാർശ ചെയ്തിട്ടില്ല. ഞാൻ 60 വർഷത്തോളമായി ഈ വൈദ്യരംഗത്ത്. കട്ടുറുമ്പ് മുതൽ കരിമൂർക്കൻ വരെ കടിയേറ്റാൽ അവിടെ എത്താറുണ്ട്. മാത്രമല്ല പേപ്പട്ടി വിഷത്തിന് മരുന്നറിയാമെങ്കിലും ഒന്ന് കിട്ടാൻ പ്രയാസമുണ്ട്, അതിന് ചെയ്യാറില്ല. ബാക്കി ഇന്ന് ഈ പുരസ്കാരം കിട്ടിയ ശേഷം കേട്ടറിഞ്ഞ് വരുന്നത് രോഗം മനുഷ്യർക്ക് ഇങ്ങനെയും രോഗങ്ങളുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയോഡിൻ എന്ന ഓമനപ്പേരിൽ തരുന്ന ഉപ്പ് കഴിക്കാതിരിക്കുക. തൈറോയിഡിന് കൊള്ളാമെന്ന് പറയാറുണ്ടെങ്കിലും ഒരാഴ്ചയിൽ ഒരു 5 പേരെങ്കിലും എന്റെ അടുത്ത് തൈറോയിഡിന്റെ ചികിത്സ തേടി എത്താറുണ്ട്. അയോഡിൻ എന്ന് പറയുന്ന ഉപ്പ് സാക്ഷാൽ വെടിയുപ്പാണ്. ഞങ്ങൾ വെടിയുപ്പ് പെരുമാറിയവരാണ്, നമുക്ക് അറിയാൻ പറ്റിയ ഒരു ഗവേഷണം വേണ്ട. ഗാന്ധിജി എന്തിനു വേണ്ടി ഉപ്പിന് സമരം ചെയ്തു? ആ ഉപ്പാണ് മനുഷ്യർക്ക് ഉപയോഗമുള്ളത്. എല്ലാവരും കല്ലുപ്പിലേക്ക് മാറുക. നമ്മുടെ അരപ്പാൻ വഴിയിൽ തന്നെ ചികിത്സയുണ്ട്. 6 വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ മൈഗ്രീൻ എന്ന അസുഖത്തിന് വേണ്ടി ചികിത്സിച്ച് തോറ്റ് ആ ഒരു ബൊട്ടാണിക്കൽ തന്നെ ഒരു വിദ്യാർത്ഥി, എന്റെ വിദ്യാർത്ഥിയാണ് കിഴങ്ങ് ഗവേഷണത്തിൽ, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പറഞ്ഞയച്ചു. ഞാൻ 5 മില്ലി എണ്ണയ്ക്ക് മാറ്റി കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ മാറിപ്പോയ ഗവർണർ പോലും ശ്രീമതിക്ക് എന്റെ വീട്ടിൽ വരയുണ്ടായി. ശ്രീമതിക്ക് മൈഗ്രീന്റെ അസുഖത്തിന് എണ്ണ കൊടുക്കുകയുണ്ടായി. പിന്നെ പ്രധാനമന്ത്രിയുടെ 100 എപ്പിസോഡ് മൻ കി ബാത്തിന്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് 30 അന്ന് ഗംഭീര സ്വീകരണം രാജ്ഭവനിൽ തന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ 2018 എനിക്ക് പത്മശ്രീ കിട്ടിയത്. അതിനുശേഷം 3ാമത്തെ ഗവർണറുടെ കയ്യിൽ നിന്നും ഇപ്പം റിപ്പബ്ലിക് ഡേക്കും ആദരിക്കുകയുണ്ടായി രാജ്ഭവനിൽ. 3ാമത്തെ ഗവർണറുടെ കയ്യിൽ നിന്നും സമ്മാനമാക്കി എനിക്ക് പാർട്ടി കിട്ടി. അത് വലിയ ഒരു നേട്ടമാണ്, എനിക്കൊരു മഹത്വമാണ് തോന്നുന്നത്. അതുപോലെ മാത്രമല്ല ഇപ്പോൾ പത്മശ്രീ കിട്ടിയതിന് ശേഷം യൂറോപ്പ് മുതലായ ദേശങ്ങളിലും വിദേശത്തേക്കും മരുന്നുകൾ തേടി എത്താറുണ്ട്. അലോപ്പതിയിൽ പോയി എല്ലാ കാശും കത്തി വെച്ച് എല്ലാം തുലഞ്ഞ പെണ്ണുങ്ങൾ വരെ അവിടെ വരാറുണ്ട്. സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നിനും കല്ലിന് പോലും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാതെ കല്ല് ദ്രവിച്ച് പോലുള്ള പച്ചക്കറികളാണ് കൊടുക്കാറുണ്ട്, മരുന്ന് കൊടുക്കാറുണ്ട്, തൈറോയിഡിന് കൊടുക്കാറുണ്ട്, എല്ലാത്തരം രോഗത്തിനും മരുന്ന് കൊടുക്കാറുണ്ട്. 1ാമത്തെ കാര്യം ഫുഡ് കൺട്രോൾ ചെയ്യണം. ആഹാരമാണ്, അന്നമാണ് ആരോഗ്യം. അന്നത്തെ വിരോധിക്കാൻ രോഗത്തിന് കഴിയും, രോഗത്തെ വിരോധിക്കാൻ മരുന്നിന് കഴിയും, മരുന്നിനെ ചെറുക്കാനും ആഹാരത്തിന് കഴിയും. നമ്മൾ ആയുർവേദമാണ്, മരുന്ന് പഥ്യം നോക്കി ചെയ്താലേ മരുന്ന് ഫലപ്രദമാവൂ. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിങ്, യൂട്രസിലെ ഉള്ള കുരുക്കൾ, മുഴ എല്ലാം തന്നെ കഴിയുന്നതും ആശുപത്രിയിൽ പോകാതെ തന്നെ മാറ്റാൻ പറ്റുന്ന ഔഷധങ്ങൾ നമ്മുടെ പച്ചിലയിലുണ്ട്. പ്രധാനമായും കിഡ്നി തകരാറിന് 2 കിഡ്നിയും തകരാറും പറഞ്ഞൊരു പയ്യപ്പം ഞാൻ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അവർ നിർബന്ധിച്ച് ഡോക്ടർ പറഞ്ഞെന്ന് അലോപ്പതി കെമിക്കലാണ്, പച്ചിലയിൽ കെമിക്കൽ അല്ല, അതുകൊണ്ട് കഴിക്കണ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഒന്ന് മരുന്ന് കൊണ്ടുപോയി, അവർക്ക് ഓക്കെ ആയി. ഇപ്പോൾ വിളിയുമില്ല, വരവുമില്ല, കുഴപ്പമില്ലാത്ത പച്ചിലയിൽ തന്നെ മരുന്നുണ്ട്. അതുപോലെ ഏത് തരം രോഗത്തിനും മരുന്നുണ്ട്. വിചിത്രമായ രോഗങ്ങൾ കൊണ്ടാണ് ആൾക്കാർ എത്താറ്. 60 വർഷമായ ചികിത്സയ്ക്ക് ഇപ്പോൾ പത്മശ്രീ കിട്ടിയത് ഇപ്പോൾ ആകാശവാണിക്കാരോട് ചോദിച്ചു ഇപ്പോൾ എന്ത് തോന്നി? എഴുതാനും വായിക്കാനും ഞാൻ 81 കേന്ദ്രമാക്കി
തുടങ്ങി. അതിനു മുൻപ് 72 തൊട്ടേ കോൺഗ്രസിന്റെ പ്രവർത്തകർ വരദരായ നായർ, AK ആന്റണി മുതലായ മഹാന്മാരൊക്കെ നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരത്ര ആത്മാർത്ഥമായി കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു. ഇപ്പം 81 മഹിളാ സമാജം രൂപീകരിച്ച് ഞാൻ 16 വർഷക്കാലം മഹിളാ സമാജം കൊണ്ട് നടന്നു. 82 തപസ്യയിൽ ചേർന്നു. സാഹിത്യ മേഖലയിൽ മഹാന്മാരും മറ്റുള്ള എഴുത്തിൽ വെച്ച് ഇപ്പം കണ്ണോപ്പറേഷൻ എനിക്ക് വായിക്കാനും പറ്റുന്നില്ല. ഞരമ്പിന്റെ ബ്ലോട്ടിങ്, എനിക്ക് സഞ്ചാരമുള്ളതുണ്ട്. എപ്പോഴും പോകണം. ഞാൻ ദുബായി പോയിട്ടുണ്ട്, ഷാർജയിൽ പോയിരുന്നു, പിന്നെ ജാർഖണ്ഡ് പോയിരുന്നു, തമിഴ്നാട്. ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭോപ്പാൽ പോയി. രണ്ടാമതും ഭോപ്പാൽ വിളിച്ചു പോകേണ്ടായി. പിന്നെ മാർച്ചിൽ തെലുങ്കാന രാഷ്ട്രപതി പങ്കെടുത്ത വേദിയിൽ പോയിരുന്നു. ഇപ്പം പിന്നെ കഴിഞ്ഞ 5-ാം തീയതി ഞാൻ ആന്ധ്രാപ്രദേശിലും ആദിവാസികളുടെയാണ് സർവകലാശാല, അവിടെയും പോയിട്ട് വന്നേ ഉള്ളൂ. ഇപ്പോൾ ഇനി അടുത്ത ആഴ്ച കോഴിക്കോട് വീണ്ടും പോകേണ്ടതുണ്ട്. കിസ്താട്സിൻ്റെ ആസ്ഥാനമാണ് ഭോപ്പാൽ, പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആസ്ഥാനം. അവിടെയും 2 പ്രാവശ്യം പോയിരുന്നു. ഇങ്ങനെ യാത്രയുടെ ഇടയിൽ രോഗികൾക്ക് മരുന്നുണ്ടാക്കണം. മരുന്ന് എണ്ണ മൊത്തവും ഞാനാണ് വീട്ടിൽ തന്നെയാണ് വയ്ക്കാറ്. ബാക്കി ക്യാൻസറിന് മരുന്ന് കൊടുക്കാൻ പറ്റും. രോഗികളുടെ സഹകരണം ഉണ്ടെങ്കിൽ മിക്ക രോഗവും മാറ്റാൻ പറ്റും. തലവേദന വന്നാൽ മൈഗ്രെയിൻ 5 മില്ലി എണ്ണയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് മാത്രം മതി, ഒറ്റ വെയ്പ്പാണ്, പിന്നെ വേറെ ഒന്നുമില്ല. പക്ഷേ സൈനോസൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് മണ്ടപ്പീനസാണ്. അതിനാണെങ്കിൽ നമ്മൾ അരപ്പാമ്പട്ടിയിൽ തന്നെ ചികിത്സയുണ്ട്, വേറെ ഒന്നും ചെയ്യണ്ട, ഗുളിക ഒന്നും വിഴുങ്ങണ്ട. ഒരു ചുവന്നുള്ളി എടുത്ത് തുണിയിൽ പൊഞ്ഞിട്ട് ഇടിച്ച് കഴിച്ച് 2 തുള്ളികൾ 2 മൂക്കിൽ ഇറ്റിക്കുക. ഒത്തിരി പേടിക്കണ്ട. അരമണിക്കൂറിനകത്ത് ആൾ നോർമലാവും. അപ്പോൾ തന്നെ മണ്ടയിലെ തലയിലെ കഫക്കെട്ട് മൊത്തവും വെളിയിൽ ചാടും. ഒരു ദിവസം പോയില്ലെങ്കിൽ 2-ാം ദിവസം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ അരപ്പാമ്പട്ടി തന്നെ എല്ലാം ഉണ്ട്. നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചെന്നിത്തലയെ പരിചയപ്പെട്ട മഹിളാ സമാജം കൊണ്ട് നടന്ന കൂട്ടത്തിൽ ഞങ്ങൾ ലീഡറാണ് അന്നത്തെ. എപ്പോഴാണോ ലീഡർ വരുന്നത് അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ അത്രയും യൂണിഭാരത്തോടെ അങ്ങ് ഇറങ്ങണം. അങ്ങനെ രായും പകലില്ലാതെ പ്രവർത്തിച്ച് നടന്നു. അന്ന് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ നമുക്ക് പരിചയമുണ്ട്. ഇപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തെ ഇപ്പോൾ വളരെ കാലം കൂടി ഇന്നാണ് കണ്ടുമുട്ടിയത്. എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ അവിടെ 82 തൊട്ട്, ഞാൻ 8-ാം ക്ലാസ്സാണ്, പക്ഷേ തമിഴ്, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷൊക്കെ വായിക്കാൻ പറ്റും. ഇപ്പം കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് വായിക്കാൻ പറ്റണില്ല. അത്രയേ ഉള്ളൂ. അഡ്രസ്സൊക്കെ കാണാൻ പറ്റും. പിന്നീട് 8-ാം ക്ലാസ്സിലെ 82 തൊട്ട് അവിടെ പലതരം വിഷയങ്ങളുമായി ആൾക്കാർ PhDക്ക് വേണ്ടി അവിടെ വരാറുണ്ട്. സർക്കാർ തലത്തിലൊക്കെ അറിയുന്നവർ എൻ്റെ അടുക്കലാണ് പറഞ്ഞയക്കുന്നത്. വരുന്ന അവർക്ക് ആവശ്യമുള്ള വിഷയം പറഞ്ഞു കൊടുത്ത് അവർക്കത് വിജയകരമായി അവരുടെ ഭാവി ശോഭനമാക്കിയവരുണ്ട്. അങ്ങനെയുള്ള ഇനി ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഫോറസ്റ്റ് നിയമം ഊരാക്കുരുക്കാണ്. ആദിവാസി വികസനം എന്ന് പേര് പറയുമെങ്കിലും ഒരു വികസനം നടത്തണമെങ്കിൽ ഇപ്പോൾ വേറെ ആരും വേണ്ട. അടൂർ പ്രകാശിനോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങളുടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കെട്ടി, ബസ് കാത്തിരിപ്പ്, 2 ബസ് വരും മുട്ടമുട്. രാവിലെ 8 മണിക്കും സ്കൂൾ സമയത്തിന്, വൈകുന്നേരം 5 മണിക്കും. ബസ്സിന് വന്നാൽ ആ ഡ്രൈവർമാർക്കൊക്കെ പ്രാഥമിക ആവശ്യത്തിനുള്ള ഒരു സങ്കേതമില്ല. അവിടെ ഞങ്ങൾ ഈറപ്പുരയിലാണ് പണ്ട് കമ്മ്യൂണിറ്റി ഹാൾ പണിഞ്ഞിട്ടിരുന്നത്. അതൊക്കെ പോയപ്പോൾ ഇപ്പം അദ്ദേഹം എങ്ങനെയെങ്കിലും പിന്നെ അടൂർ വന്ന് വെയിറ്റിംഗ് ഷെഡ് കെട്ടിയിട്ടേക്കണം ഉദ്ഘാടനം ചെയ്യാൻ. അവിടെ പഞ്ചായത്തിൽ ഇടതന്മാരാണ്. എന്തേരം പറ്റുമോ, പേപ്പർ കിട്ടിയില്ലാന്ന് അങ്ങനെ ഇപ്പം കെട്ടിയിട്ടേക്കണം. ഇതുവരെ ഉദ്ഘാടനം കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് സ്വീകരണവും കൊടുത്തില്ല. അവിടെ പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. കിട്ടിയ പുരസ്കാരങ്ങളും ഞങ്ങളുടെ പൂർവികമായ എല്ലാ ഉപകരണങ്ങളും പിന്നെ ഒരു മ്യൂസിയം പോലെ കെട്ടി ഇതെല്ലാം മാറ്റിയല്ല 500-ൽ പരം ട്രോഫികൾ മാത്രം കിട്ടി. ഇപ്പോൾ എല്ലാം വാരി അടുക്കുകയാണ് ചെയ്യാറ്. വയ്ക്കാൻ സ്ഥലമില്ല. സർക്കാർ തന്ന വീടാണ്, വാതിലില്ല. വാതിൽ എനിക്ക് ഫോറസ്റ്റിൻ്റെ പിന്നാലെ നടക്കാൻ വയ്യെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്ലൈവുഡ് വാങ്ങിച്ചാണ് വാതിലിട്ടിരിക്കുന്നത്. ഫോറസ്റ്റ് നിയമം ആദിവാസി വികസനത്തിന് ഇടങ്കോലിടുന്ന അത്രയും ഫോറസ്റ്റ് നിയമമാണ്. അവരാണ് ഒന്നാമത്തെ കള്ളന്മാർ. പിന്നീട് പാലം പണിഞ്ഞു. നമുക്ക് ഇപ്പം കോൺക്രീറ്റ് പാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഞാൻ അപേക്ഷ കൊടുത്തു. റോഡ് കോൺക്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ തലച്ചുമട് എടുക്കേണ്ടി വരും ആൾക്കാരെ പോലും. അത്ര ദുരിതപ്പെട്ട ഏരിയയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പൊന്മുടിയാണ് നമ്മളുടെ തലയ്ക്ക് മുകളിൽ. കല്ലാറിന്ന് 16 കിലോമീറ്റർ പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ എന്തും കാണിക്കാം. പക്ഷേ അതേസമയം സമീപത്ത് കിടക്കുന്ന ആദിവാസികൾക്ക് വികസനത്തിൻ്റെ ഒന്നും ചെയ്യൂല. സമയത്ത് ഒരു പാലം പോലും ഇല്ല. പാലം പണിഞ്ഞപ്പം അന്നിരുന്ന് എടിയപ്പോൾ പറഞ്ഞു പാലം വീതി കൂട്ടരുത്, ആദിവാസികൾ തടി കടത്തുമെന്ന്. ഞങ്ങൾക്ക് തടി കടത്തലൊന്നും ജോലിയല്ല. നമ്മൾ നടുന്ന മരം പോലും മുറിക്കാൻ ഒക്കില്ല. ഒന്നാമത് ഈ മൃഗസ്നേഹികളെയും
പ്രകൃതി സ്നേഹികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആദിവാസികൾ വികസിക്കില്ല തന്നെ. അവർക്കാണ് നിയന്ത്രണം ഇല്ലാത്തത്. നമ്മളൊരു പോച്ച മുറിച്ചപ്പോൾ അത് പ്രകൃതി നാശം. വനത്തിൽ തീ കത്തിച്ചാലേ പലതരം ഔഷധ സസ്യങ്ങൾ ഉണ്ടാകുന്നു. മൃഗങ്ങളില്ല, പക്ഷികളില്ല. നമ്മൾ കേട്ട് വളർന്ന പക്ഷികളുടെ സംഗീതം ഒന്നുമില്ല അവിടെ. കാരണം ഒന്നുമെല്ലാം പന്നിയും മറ്റ് ആന. എൻ്റെ ഇപ്പോഴത്തെ വനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആനയെ കല്ല് വെച്ച് എറിയരുത്, കാലിൽ പുണ്ണു വന്നാൽ പൊറിപ്പിക്കാൻ പാട്. ഇത്രയുള്ള ചെറിയ നാരങ്ങ വെച്ച് എറിയാവും. അദ്ദേഹം വന്ന് എൻ്റെ മൂത്ത മോനെ 2005 കാട്ടാന കൊന്നതാണ്. ബാങ്ക് ഓഡിറ്ററായിരിക്കെ ഒരു ഐസറിൻ്റെ ഭാഗത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയപ്പോഴത്തേക്ക് വഴിക്ക് വെച്ച് കാട്ടാന പിടിച്ച് കൊന്നതാണ്. അതിനുശേഷം പിന്നെ മരുമകനെയും 2-3 വർഷമായി ആന കൊന്ന്. അതിനെന്തൊരു ആര് തരും? പൈസ കൊടുത്തോണ്ട് വ്യക്തികളെ കിട്ടുമോ? അത്തരം കുഴഞ്ഞ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതം. വനവാന് ഫോറസ്റ്റ് നിയമം ഇടങ്കലിടുന്നതാണ്. പൊതുപ്രവർത്തകരായാലും അത് ശ്രദ്ധിക്കണം. നമുക്കൊരു സഹായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. പാലം വീതി കൂട്ടിയാൽ നമുക്ക് തടി കടത്തലല്ല ജോലി. നമുക്ക് യാത്രാ സൗകര്യം വേണമെന്ന്. ബസ്സുണ്ട്, ഇത്ര വീതിയുള്ളൂ റോഡ്, പോയാൽ ആറ്റിൽ പോകും. അങ്ങനത്തെ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ജീവിതം. എങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പൊതുജനങ്ങൾക്ക് നന്മ രോഗി വന്ന് പടയ്ക്കുമ്പോൾ അതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ, ജീവൻ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. സാമ്പത്തികം പോലും നോക്കാറില്ല. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആശുപത്രി ഉൾപ്പെടെ 18 ഒടിയൻ ശ്രീകുമാറൊക്കെ വന്നൊരു കോലാകലം. മാതൃഭൂമിക്കാരൊന്നും തറക്കല്ലിട്ടു പോയി. എവിടെ പോയോ കല്ല അവിടെ കിടപ്പുണ്ട്. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ഒരു ആശുപത്രി, ഇൻസ്റ്റിറ്റ്യൂട്ടും മ്യൂസിയം ഉൾപ്പെടെ പണിഞ്ഞ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കഴിയുന്നത് ഇപ്പോൾ എല്ലാവരോടും യാചിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന്. പഠിക്കാൻ ആൾക്കാർ വരും ധാരാളം. മരുന്നിൻ്റെ ഒക്കെ നാട്ടുവയ്ക്കും. അതുകൊണ്ട് ഇവിടെ ഇന്ന് സ്വീകരണം തന്നതിനും ഈ സമ്മേളനം കണ്ടതിനും വലിയ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now we have a glance over the short video segment of Gandhigram project. Inviting Sri Ramesh Chennithala to present mementos to honorable guest. The honorable governor is presented with pure forest honey in bamboo taken by Adivasis of Kotur Adivasi Ur. And conferring the mementos to Sri Prakash Ambedkar, Sri Sidaka, Sri Tirumavalan MP, Sri V.D. Sadishan, Sri Jignesh Mevani. Now I invite the Honorable Governor of Kerala for inaugural address.
Namaskaram. Today we have gathered here for a day-long Dalit Progressive Conclave organized by this, and the main organizer being my friend Ramesh Channithela, all other dignitaries, Shri V.D. Satishan, Dhanasri Anasuya, Minister from Telangana, Shri Prakash Ji Ambedkar from Maharashtra and nation knows him, Kallikunil Suresh, MP, Tirumala Valvan, MP, Lakshmi Murthy Amma, she is just 80 now, and we are expecting more years and service to the society from her. Shri Jayesh Mewani, all other dignitaries here, and Priya Sahodari and Sahodaran Mare, Namaskar. It is really a different conclave here. Ramesh ji has been working for this particular conclave for many days, and he has mentioned this to me in the very first meeting itself, that Governor Sahab, you have to come for this, and I have made it today here. The Gandhi Gramam is an institution that gives us new ideas, new potential to the people in the villages. What is to be done, how it is to be done is more correctly how it is to be done, and how we do have a success in this. Many have mentioned about the plight about the SC and STs here, and what we need to do. But one question comes to my mind. After all these years, 75 years or more than, or almost 77 or 78 years of our independence, and we having accepted the constitution presided by our Bharat Ratna Dr. Baba Saheb Ambedkar. After all these years, I don't understand why we have the need to celebrate such conclaves. That shows itself that all these years, throughout these years, we were not serious about the development, about the progress of the SC and ST communities. Really, it itself tells us how we are thinking and how do we work. We have been doing this for all these years, but still a lot to be done. Prakash Ji Ambedkar was giving a very fine lecture and telling us how to do it, how we need to do it, what is the concept. He was telling us about the agenda, whether it should be implemented or not, or whether it has been implemented all these years or not. And that ultimately we find that we have not been very serious about that. He has highlighted this. All the speakers here, they have already told us what is to be done and why this plight has come. Why this today's need of having such a conclave here. That is exactly because we have done only lip service and no action all these years. But now that some people who have gone to the people in the villages, gone to the SC/ST communities, we have understood their plight,
understood what is to be done there, and we are doing it today. This is a very much need of the hour. Dr. Babasaheb Ambedkar was awarded Bharat Ratna. In fact, his life, his thoughts, his work, and his own culture itself is beyond Bharat Ratna. It is not restricted to Bharat Ratna. In fact, he himself is a Vishwa Ratna, not only Bharat Ratna. What he has suffered a lot, if we read his biography, you will come to know what he has suffered and how he has suffered. But those days, his sufferings are a guide and lesson to us. How he was treated, how he was not given his due credit, due status. At that time, when Babasaheb Ambedkar had come from studies from his Western countries, there was no one in our country who had such a knowledge, such degrees as Babasaheb had. No one in our country, not a single person. But still he had to suffer. That was the thinking of our society. But now, dear friends, we have to change ourselves. There were instances where all of us were told, if you change the religion, you will get all the benefits. You will be, your all sufferings will end. Is it true today? Then why the people who have converted themselves or left the faith in which they were are still sufferers, and why they are demanding a special status for them? Because it is not the religion, not the faith, it is the thinking of the society that matters. We all have to think in a different way. This is not the issue of our Dalit, the word which also I hesitate to use, but it has been said, okay, just to identify. But all the Dalits, this is not the issue for all these people, downtrodden people, SCs or STs. This, in fact, has to be there in the minds of, there has to be some change, there has to be some difference in the minds of non-Dalits, not the Dalits, other than the Dalits. They have to think in a different way. Then only this issue can be solved. Wealth is not everything. Thinking is a different way. If the wealth would have, I am a very wealthy person, but my plight doesn't end. Society doesn't give me the status which I should have got. This is the thinking of every people, every brother of our from SC, ST community. I have that. But still I am not getting the status and a response from the non-Dalits. That is the thinking that has to be changed today. And many a times people think about the reservation and all that. Reservation, what was the need for reservation? And if you are getting a reservation, I am deprived of my opportunity. That is what is being told to us. Is it true? Who has stopped you from getting your opportunities? This reservation is not necessary for a particular community. This is because of the status in the society. And that has to be understood. That is the need of the hour today. But more than that today, what Ramesh Chennithala ji is doing, going to the villages, going to the people, explaining them, understanding their plight, their efforts, their sufferings, that is needed to be done. And after all these years, we could not
much do any progress in this. Prakash ji was just telling me while sitting, Prakash Ambedkarji, he was telling me that in our tribal community, there are many issues to be answered, to be addressed. And one of them he was telling me was regarding their herbal medicines. That has to be documented. That has to be codified. Both of us were not aware when Amma will come here and tell us the same thing. Both of us were not aware. Padma Shri Amma, Lakshmi Kutti Amma has come here and told us the very same thing. I had an opportunity to go to Wayanad. I went there. I went to the tribal villages there, met the tribal people there, spoke to them, discussed their sufferings, called the officers there. And as you know, I will not comment on the functioning of our officers. She was mentioning about forest officers, how they are behaving. Incidentally, I was forest minister in Goa, so I know how they are behaving. I know how they are reacting to all such things. But that should not be here today. She has mentioned about this. She has mentioned what she was giving to her service cannot be measured in wealth, in money, in price. Her service to the society is something different, great. And that is what Amma has given to us. And she says she is just 80. Just 80. She has to serve now. She has decided to serve the country, the people. And we are very much great. We are really very much thankful, grateful to you, Amma. Really. But when she comes here, is it not a serious issue? Wildlife-human conflict, the provisions in the forest laws, which puts restrictions on all of them. How the biodiversity has to be tackled, how the herbal gardens are to be produced. She has many answers, but as a society we have to come forward. Ramesh ji is doing the very same thing. I must appreciate him that whatever he has done so far is really in that direction to uplift to those people who have been always tortured. And now the road is clear. Let us work together for the upliftment of all these people. We have to do it. Ramesh ji has shown us a way. He has shown us the right path. We have to do this. There are many other issues there. There are constitutional issues, there are issues of law, but human behavior is most important. How do we behave towards all these people? How do we react to all their plights, their sufferings? We will have to take an oath. We will have to decide, take a pledge that we will do something for this in coming years. It is just not enough that we are coming here, listening to all dignitaries here, and just afterwards before going, we will just clap. What a nice speech he has given. No, my dear friends, we have to go beyond that. It is our responsibility to act for this society, these people. My responsibility. It is my responsibility to act for this. And that is at the end of the year, let us try to see what I have done for this community, my neighbors, my people. Before concluding, I will suggest one thing. Hope all of you must have read the biography of Dr. Babasaheb Ambedkar.
If not, let us decide today. We will understand what that great person had a vision regarding the, not only about Dalit community, he had a vision for this country. He was just not a Dalit leader, mind you. He was the Rashtra Purush. He was really the great person of this country. You must read his biography, then understand what sufferings and what were his thoughts, in spite of sufferings. He never thought that this particular community has given me suffering, this community should be dissolved or destroyed. Never thought of it. He said, yes, you are there, we are also there. And that is the reason why always I am pained when Baba Saheb Ambedkar's Jayanti, birth anniversary or death anniversary is being celebrated by only Dalit community. Is it so, no? Only Dalit community, Dalit organization, backward organizations, they celebrate the birth anniversary of Dr. Baba Saheb Ambedkar. It should have been the celebration of whole community, not only of Dalit community. This is the thinking that we have to do. Others also have to think. That is what I am telling you, that there has to be some change in the thinking of non-Dalits. That is what is needed. His birth anniversary, his days of importance, his biography should be a guide for all people. All the people in this country, irrespective of your caste and creed and anything. That is what we have to learn today. That is how we have to go. And again I am requesting you that we all should read his biography. Then it will be those who are working tirelessly, those who are working on this path, those who have to do something, some change in the society. It is really a guiding force, his biography, for every worker, every thought-thinking person. That is exactly what we need. I once again thank the organizers for this very important function. I was in a doldrum because I had other commitments. But Rameshji was after me, you have to come at any cost. And I could not say no to him. We have been friends for long. He was in charge of Goa when he was a Congress worker, Congress leader. He used to come in Goa as a Congress leader in charge of Goa. That time I was in a different party, but still we had a good relation. Rameshji had always thought of other people's, and this is exactly what he is presenting before our society. I hope this kind of functions, the conclaves, should happen regularly, at least once in a year, so that all of us, we come together, discuss the things, and find us something. That's all, Nanni. Now I request everyone to please rise for the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे
അടുത്ത സെഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഡോക്ടർ പ്രകാശ് അംബേദ്കറാണ് അടുത്ത സെഷൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വിഷയം എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് എമംഗ് ദളിത്, ഭരണഘടനാപരമായ അവകാശങ്ങളും ദളിത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ പ്രകാശ് അംബേദ്കറാണ് ഇതിൻ്റെ സംസാരിക്കുന്നത്. രമ്യ ഹരിദാസ് മോഡറേറ്റർ ആയിരിക്കും. UB വെങ്കടേഷ്, ധന്യ രാമൻ, SM ബാലു എന്നിവരായിരിക്കും സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നത്. പുറത്ത് ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചായ കുടിക്കണം. പുറത്ത് ചായ അറേഞ്ചിട്ടുണ്ട്. എല്ലാവരും ദയവായി ചായ കുടിച്ചിട്ട് വേണം പോകാൻ. എല്ലാവരും ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അടുത്ത സെഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാ ഡെലിഗേറ്റ്സും സ്റ്റേജിൽ ഉടൻ എത്തിച്ചേരേണ്ടതാണ്. ടീ ബ്രേക്ക് 10 മിനിറ്റ്. എല്ലാവരും 10 മിനിറ്റിനകം തിരിച്ച് ഹാളിലേക്ക് പ്രവേശിപ്പിക്കണം. ഇവിടെ പുറത്ത് വലത് സൈഡ് ടീ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട അതിഥികളും കൃത്യം 10 മിനിറ്റിനകത്ത് തന്നെ ഹാളിനുള്ളിൽ കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ബാലുവിനെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചോളൂ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ഒരു മഹാസംഗമത്തിന്, ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ഒരു മഹാസംഗമത്തിന് ഇന്ന് ഈ ഒരു വേദി ഒരുക്കിയ നമ്മുടെ രമേശ് ചെന്നിത്തല അവർകൾ. അദ്ദേഹമാണ് ഗാന്ധിഗ്രാം പദ്ധതിയിലൂടെ 15 വർഷമായി നടത്തുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാനും അതിൽ നിന്ന് ഈ ഒരു മഹാസമ്മേളനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിവിധികളും കൃത്യമായി അത് മോണിറ്റർ ചെയ്ത് അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംരംഭമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പ്രമുഖരായ ജനപ്രതിനിധികൾ, വിശിഷ്ടാതിഥികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ സഹോദരന്മാരെയും എല്ലാ നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. Respected dignitaries on the dais, Shri A.P. Anil Kumar MLA avargal, respected MP Prakash Yashwant Ambedkar ji and Jignesh Mevani MLA, Srimati Dhanya Raman, Shri U.B. Venkatesh, Shri Sudhakaran ji, and my friends Srimati Sona, and dear colleagues, we are going to start our first session. ഇതൊരു ചരിത്ര ദിനമാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ പാരീസിൽ പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപന ദിനം പോലൊരു ചരിത്ര ദിനം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ദളിത് സമൂഹം ഒത്തുചേർന്നിരിക്കുന്നു. പോയ കാലത്തിൻ്റെ അവഗണനയിൽ നിന്ന് പുതിയ കാലത്തിൻ്റെ പരിഗണനയിലേക്ക് മാറുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന നിരവധി വെല്ലുവിളികൾ ഉണ്ട്, പരാതികളുണ്ട്, പരിഭവങ്ങൾ ഉണ്ട്. ഭരണഘടന അനുവദിച്ചു നൽകിയ അവകാശങ്ങൾ ഇപ്പോഴും അനുഭവിക്കുവാൻ കഴിയാത്തവരുണ്ട്. പുറമോടിക്കപ്പുറം ദളിതനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുവാൻ കഴിയാത്തവർ ഇപ്പോഴുമുണ്ട്. കുടിവെള്ളവും വഴിയും വ്യക്തിസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നവർ ഇപ്പോഴുമുണ്ട്. അധികാര സ്ഥാനങ്ങളിലെ ദളിതനെ പോലും അവജ്ഞയോടെ നോക്കിക്കാണുന്നവരുണ്ട്. ദളിതൻ എന്നും ഭരിക്കപ്പെടേണ്ടവൻ മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഭരണഘടന കൽപ്പിച്ചു നൽകിയ അവകാശങ്ങളിൽ പോലും അനീതി കൊണ്ട് മനസ്സു ചുട്ടിപ്പൊള്ളിക്കുന്നവരുണ്ട്. നമുക്ക് ചർച്ച ചെയ്യണം, പരിഹാരങ്ങൾ ഉരുത്തിരിയണം, ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ ജനസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കണം, അധികാരികൾക്ക് മുൻപിൽ എത്തിക്കണം, സമർപ്പിക്കണം. രാജ്യം സ്വതന്ത്രമായി നൂറ്റാണ്ടിനോട് അടുക്കുമ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ജനസമൂഹമായി ദളിത് സമൂഹം ഇന്ത്യയിൽ മാറിക്കൂടാ. ഞാനിത് പറയുമ്പോൾ രാജ്യം ദളിതന് നൽകുന്ന പരിരക്ഷ മറന്നുകൊണ്ടല്ല, മറിച്ച് സാധാരണ ഗ്രാമങ്ങളിൽ ഇന്നും വിവേചനത്തിൻ്റെ കയ്പുനീർ കുടിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ്. രമേശ് ജിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ കോൺക്ലേവിൽ ഒത്തുചേരുമ്പോൾ MP ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായിട്ടുള്ള റെക്കോർഡ് ഇന്നും അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. ഒരുപക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ പോലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകുന്ന അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആകുന്ന പ്രായത്തിന് മുൻപ് തന്നെ കേരളത്തിൻ്റെ മന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിലെയും പ്രവർത്തകരെയും
പേരെടുത്ത് വിളിക്കുവാൻ കഴിയുന്ന നേതാവാണ് അദ്ദേഹം. കാരണം മറ്റൊന്നല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. പദയാത്രകൾ നടത്തിയും വാഹനജാഥകൾ സംഘടിപ്പിച്ചും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് രമേശ് ജി. ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് ദീർഘകാല പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ തലമുതിർന്ന ഇന്നത്തെ പല നേതാക്കന്മാരുടെയും കൂടെ വിവിധ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പ്രവർത്തിച്ച് പരിചയമുള്ള രമേശ് ജി നമ്മളെപ്പോലെയുള്ള, എന്നെപ്പോലെയുള്ള താഴെ തട്ടിൽ നിന്നും വളർന്നു വരുന്ന ഞങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പിന്തുണ വാക്കുകളിൽ പറഞ്ഞു തീർക്കുവാൻ കഴിയില്ല. ഓരോ പാർലമെന്ററി രംഗത്തേക്കും എൻ്റെ പ്രസ്ഥാനം അവസരം നൽകിയപ്പോൾ അവിടെയെല്ലാം വലിയ പിന്തുണ നൽകിയ പ്രിയങ്കരനായ രമേശ് ജി കഴിഞ്ഞ 15 വർഷക്കാലമായി ഓരോ പുതുവർഷം പുലരുമ്പോഴും ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഊരുകളിലും പട്ടികജാതി പട്ടികവർഗ ആളുകൾ താമസിക്കുന്ന ഇടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ശ്രദ്ധകളിലേക്ക് കൊണ്ടുവരുന്നതിനും സാമൂഹിക ഇടപെടൽ നടത്തുന്നതിൻ്റെയും തുടർന്നു വരുന്ന ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന അനുഭവ സമ്പത്തുകളുടെ വെളിച്ചത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ കോൺക്ലേവ് നടക്കുന്നത്. ഈ കോൺക്ലേവ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ വണ്ടൂർ നിയോജക മണ്ഡലം MLA കൂടിയായ ഏറെ പ്രിയങ്കരനായ ശ്രീ AP അനിൽകുമാർ അവർകളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെയുണ്ട്. ആദ്യ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും സുപ്രധാന വിഷയം തന്നെയാണ്. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന MLAയെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വകുപ്പിന് കീഴിൽ മെഡിക്കൽ കോളേജ് അനുവദിച്ച് ചരിത്രം കുറിച്ച മന്ത്രിയാണ് അദ്ദേഹം. ടൂറിസം രംഗം കേവലം സിറ്റികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാലത്ത് ഉൾനാടൻ പ്രദേശങ്ങളെയും ഗ്രാമങ്ങളെയും ആ പൈതൃകം നഷ്ടപ്പെടുത്താതെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മാപ്പുകളിൽ രേഖപ്പെടുത്തുന്നതിന് നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് ഏത് വകുപ്പും പ്രാപ്തിയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് ശ്രീ AP അനിൽകുമാർ MLA. ഏറെ സന്തോഷത്തോടു കൂടി ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ ആദ്യ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയോടുകൂടി ശ്രീ AP അനിൽകുമാർ MLAയെ സാദരം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ഏറെ പ്രിയങ്കരനായ ശ്രീ പ്രകാശ് യശ്വന്ത് അംബേദ്കർജി, വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ ജിഗ്നേഷ് മേമാനി, പ്രിയപ്പെട്ട UR വെങ്കടേഷ്, പ്രിയപ്പെട്ട രമ്യ ഹരിദാസ്, പ്രിയപ്പെട്ട ധന്യ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, സദസ്സിലുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ശ്രീ രമേശ് ചെന്നിത്തല നമുക്കറിയാം. വാക്കുകൾ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി, ഒരു പ്രോഗ്രാം 15 വർഷക്കാലം അത് യാതൊരു രീതിയിലും പാതി വഴിയിൽ വെച്ച് നിൽക്കാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരഭിമാനപൂർവ്വം ആർക്കും ഓർക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് അദ്ദേഹം സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ആദ്യമായിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നമ്മൾ ഒരുപാട് വൈകിയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10:50 ആരംഭിക്കേണ്ട ഒരു സെഷനാണ്. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഇതിലൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമയം പരിമിതപ്പെടുത്തി
സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഞാൻ കാണുകയാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള വിഷയമാണ്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെഷനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന, അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ നോക്കിക്കാണുന്നവരുണ്ട്. സ്വാഭാവികമായും ഒരു ഭരണഘടന അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം, അത് എല്ലാ രീതിയിലും അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളും അവരുടെ വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഭരണഘടന രൂപപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ എടുത്ത ഒരു ഭരണഘടന യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് തന്നെ നമുക്ക് മറ്റൊരു രാജ്യത്തും ഇങ്ങനെ ഒരു ഭരണഘടന അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഞാൻ സമയ പരിമിതി കൊണ്ട് അതിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് പോകുന്നില്ല. അമേരിക്ക സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് 150 വർഷം 100 വർഷം കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും വോട്ടവകാശം വേണമെന്നുള്ള ഭേദഗതി കൊണ്ടുവരുന്നത്. പക്ഷെ 100 വർഷം കഴിഞ്ഞ ഭേദഗതി പാസ്സായിട്ടും പിന്നീട് ഏതാണ്ട് 50 വർഷം കൂടി കാത്തിരുന്നിട്ടാണ് കറുത്തവനും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്ന ഒന്നാണ്. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ചരിത്രത്തിൽ പഠിക്കുക മാത്രമല്ല, നമുക്കറിയാം ലോകത്തുണ്ടായ വിപ്ലവങ്ങൾക്ക് മുഴുവൻ പ്രചോദനമായ വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ് അവിടെ എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷന് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. 1940 ശേഷമാണ് ഫ്രാൻസിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഭരണഘടന രൂപീകൃതമായ ആ സമയത്ത് തന്നെ ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും, സമൂഹത്തിൽ ഏറ്റവും ദുർബലനും ഏറ്റവും സമ്പന്നനും ഏറ്റവും പാമരനും ഏറ്റവും പണ്ഡിതനായിട്ട് നിൽക്കുന്ന ഏത് തലത്തിലുള്ളവരാവട്ടെ അവരൊക്കെ പോളിംഗ് ബൂത്തിൽ ഒരു ക്യൂവിലൂടെ നടന്ന് ചെന്ന് വോട്ട് ചെയ്യുവാനുള്ള അവകാശം നേടിക്കൊടുത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയെ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത്രത്തോളം അഭിമാനിക്കാവുന്ന ഒരു ഭരണഘടന ഇന്ന് വളരെ വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ നമ്മുടെ അട്ടിമറിക്കപ്പെടുന്ന ഭരണഘടനയെക്കുറിച്ചുള്ളതാണ്. ആ ഭരണഘടന അട്ടിമറിക്കപ്പെടുമ്പോൾ അതിൽ ചതഞ്ഞരഞ്ഞു പോകുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഇത്തരത്തിലുള്ള കോൺക്ലേവുകൾ. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ, ഇന്ത്യയിലെ ആദിവാസികൾ, ഇവരൊക്കെയാണ് നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ഭരണഘടന നിരന്തരം വായിക്കപ്പെടണം, അംബേദ്കർ നിരന്തരം വായിക്കപ്പെടണം എന്ന് നമ്മളൊക്കെ തന്നെ പറയുന്നത്. ഇത്തരമൊരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് നമുക്കറിയാം. ഇന്ന് ദേശീയ തലത്തിൽ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ലാതെ ഇത്തരത്തിലുള്ള ഭരണഘടന രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ മഹാനായ അംബേദ്കർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ പങ്കൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ, ഇന്ത്യയെ ഒരുമിച്ച് കാണുന്ന രീതിയിലായിരുന്നു. ഇന്ന് രാജ്യം വിഭജിക്കപ്പെടാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ആദ്യം ഭരണഘടന വിഭജിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യ വിഭജിക്കപ്പെടാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവുള്ള ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. ദളിത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട ഒന്നാണ്. ഭരണഘടന നൽകുന്ന ഒരു സംവിധാനത്തിലൂടെ പിന്തുണയോടുകൂടി ദളിത് സമൂഹം 10-75 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്ത് വളർന്നു. സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. ആ സംവരണം ജീവിത നിലവാരത്തെ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണഘടന കൊണ്ട് മാത്രം നമുക്ക് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുമോ? അത്തരത്തിലുള്ള ചിന്ത, കാരണം രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ കുറഞ്ഞു വരുന്ന സാഹചര്യം, ഭരണഘടനയും അത് നൽകുന്ന ആനുകൂല്യങ്ങളുമൊക്കെ പബ്ലിക് സെക്ടറിൽ മാത്രമാണ് ലഭിക്കുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ നമുക്കത് ലഭിക്കാത്ത സാഹചര്യമാണ്.
പ്രൈവറ്റ് സെക്ടർ അങ്ങനെ വളർന്ന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈവറ്റ് സെക്ടർ നിരന്തരം കുറഞ്ഞു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹം നമ്മുടെ പബ്ലിക് സെക്ടറിനെയാണ്. അവിടെ നിന്ന് വീണ്ടും അവർ പുറകോട്ട് പോകുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാകേണ്ട ഒന്നല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പബ്ലിക് സെക്ടറിൽ മാത്രം മതിയോ ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ? ജനങ്ങൾക്ക് അതിനപ്പുറം പ്രൈവറ്റ് സെക്ടറിൽ കൂടി അത് ലഭ്യമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ ഭരണഘടനയ്ക്ക് കഴിയും എന്ന് ആലോചിക്കേണ്ട സന്ദർഭമാണ്. അതിന് പരിമിതി ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദളിത് സമൂഹം തന്നെ സ്വയം അതിൽ നിന്ന് പുറത്ത് വന്ന് കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഘട്ടം കൂടിയാണിത്. ഭരണഘടന അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ ആ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ പുറത്തിറങ്ങി സാധ്യതകൾ അന്വേഷിക്കുവാനും പുതിയ സാധ്യതകൾ കണ്ടെത്തുവാനും നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു അർത്ഥത്തിലൊക്കെ തന്നെ നമുക്ക് എക്കാലത്ത് ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മതിയോ എന്നുള്ള ചിന്ത ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നുകയാണ്. പുതിയ തലമുറ ഇന്ന് പഴയ കാലങ്ങളൊന്നും ഓർക്കുന്ന തലമുറയല്ല. പുതിയ തലമുറ ഭൂതകാല കാര്യങ്ങൾ മുഴുവൻ ചുമലിലേറ്റി കൊണ്ടുപോകണോ എന്ന ചോദ്യവും നമ്മൾ മുന്നിൽ വെക്കേണ്ട സന്ദർഭമാണത്. നമുക്കുള്ളൊരു പ്രത്യേകതയാണ്. പഴയ കാലങ്ങളുടെയൊക്കെ ബാണ്ടക്കെട്ട് ഇപ്പോഴും പുതിയ തലമുറയും പേറി നടക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. പുതിയ തലമുറ അവരുടെ ചിന്തയും ധാരയും അവരുടെ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ല എങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതിയുടെ ഹാങ് ഓവറിൽ പുതിയ തലമുറയും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് മറ്റ് സമൂഹങ്ങളൊക്കെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. കേരളത്തിലെ എല്ലാ മുന്നേറ്റങ്ങൾക്കും ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അയ്യങ്കാളിക്ക് പോലും ഒരു മുന്നിൽ നടന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, സമരങ്ങൾ, ഈഴവ സമുദായത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, വൈക്കം സത്യാഗ്രഹമായാലും ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമായാലും ഒക്കെ തന്നെ ഈഴവ സമുദായം മുന്നിൽ നിന്നുകൊണ്ട് നടത്തിയ പോരാട്ടവും അതുവഴി ദളിത് സമൂഹത്തിന് നേടിയ നേട്ടങ്ങളാണ്. പക്ഷേ ഈഴവ സമുദായം ഇന്ന് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പഴയ കാലങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അതിൽ നിന്ന് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിന് പകരം പുതിയ തലങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യം അതിൻ്റെ പിന്തുടർച്ച യഥാർത്ഥത്തിൽ ദളിത് വിഭാഗങ്ങൾക്ക് ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയകാലത്ത് മഹാനായ അയ്യങ്കാളി 10 BA-ക്കാരുണ്ടാകണമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ 100 MBBS-കാരോ അല്ലെങ്കിൽ 100 എഞ്ചിനീയറിംഗ് ബിരുദധാരികളോ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ല. നമുക്കതുണ്ട്. MBBS ആയാലും എഞ്ചിനീയറിംഗ് ആയാലും PhD എടുത്തവരും അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ IAS-കാരും ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. ഉന്നത സിവിൽ സർവീസിൽ ഇന്ന് ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് 500 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന 1000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന 10 വ്യവസായികൾ ഉണ്ടാക്കുവാൻ ഇന്ന് കഴിയുന്നില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് മാധ്യമരംഗം ഇന്ന് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒന്നാണ്. പ്രിൻ്റഡ് മീഡിയ ആവട്ടെ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആവട്ടെ, മറ്റേത് തലത്തിലുള്ളതും ശരി, ആ തലങ്ങളിൽ ഇന്ന് എന്തുകൊണ്ട് 10-15 പേർ ഇന്ന് കേരളത്തിൻ്റെ മാധ്യമരംഗത്ത്, ഞാൻ ഇന്ത്യയിലെ കാര്യമല്ല പറഞ്ഞു, അതിനേക്കാളൊക്കെ ഏറെ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ പോലും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന 10 മാധ്യമപ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല? 10 വ്യവസായികളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല? അതുപോലെ ഓരോ തലങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ കലയും അതുപോലെ തന്നെ മറ്റ് മേഖലയും ഒക്കെ ഉൾക്കൊള്ളുന്നവരാണ് മലയാളികൾ. ആ രംഗത്ത് എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? അപ്പോൾ അതിരുകൾ എവിടെയൊക്കെയാണ് പുതിയത് എന്ന് കണ്ടെത്തണം. ആ അതിരുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും മതിലുകളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മതിലുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് നോക്കലല്ല, മറിച്ച് ആ മതിലുകൾ തകർത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്തരത്തിൽ ആരുടെയെങ്കിലും പരിലാളനയോടുകൂടി, ആരുടെയും പൂർണ്ണമായ പിന്തുണയോടുകൂടി, ഞാൻ പറയട്ടെ, ഭരണഘടനയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായാൽ പോലും അത്തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത വർത്തമാനകാല സാഹചര്യമാണുള്ളത്. അവിടെ സ്വയം വഴി വെട്ടിത്തെളിക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്തിലെ ദളിത് സമൂഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നും കൈനീട്ടി വാങ്ങേണ്ടവരല്ല, വാങ്ങുന്നതോടൊപ്പം കൊടുക്കാനും കഴിവുള്ളവരായി ദളിത് സമൂഹം മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാ മേഖലകളും ഉണ്ടാകണം. ആ എല്ലാ മേഖലകളും അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മേഖലകളിലും അതില്ല എന്നുള്ളത് തന്നെയാണ്
ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ ശക്തമായ രീതിയിൽ ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട സമയമാണ്. സംവരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? സംവരണം എല്ലാ കാലത്തേക്കും ഉപയോഗിക്കേണ്ട ഒന്നല്ല. അതൊരു ഘട്ടത്തിൽ അത് തിരിച്ചു നടക്കേണ്ട ഒന്നാണ്. പക്ഷേ ഇവിടെ ഓരോ ദിവസം കഴിയുന്തോറും സംവരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംവരണം 75 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ നേട്ടം എന്താണ്? അത് വളർന്ന് ഈ തലത്തിലെത്തി. ഏതെല്ലാം തലങ്ങളിൽ എത്താൻ കഴിഞ്ഞു? അത് SC/ST വിഭാഗങ്ങൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഉപയുക്തമാകുന്നത് OBC വിഭാഗങ്ങൾക്കാണ്. SC/STയെക്കുറിച്ചുള്ള എല്ലാ കണക്കും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. എത്രയാണ് ജനസംഖ്യ, എത്രയാണ് ഉദ്യോഗ തലത്തിലുള്ളത്, എത്ര പേര് ഇന്ന് നമ്മുടെ പ്രൊഫഷണൽ രംഗത്തുണ്ട്, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നുണ്ട്. OBC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ഇന്ന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ജാതി സെൻസസ്. ആ ജാതി സെൻസസ് നടപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ നമുക്കത് ഉച്ചത്തിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഉച്ചത്തിൽ പറയേണ്ട സമയമായിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അതിന് വേണ്ടത്ര പ്രാധാന്യം കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. തെലങ്കാനയിൽ മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി ജാതി സെൻസസ് നടപ്പാക്കിയെന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതി സെൻസസ് ഉൾപ്പെടെ ഉള്ളത് അത് ആരെയും എതിർക്കുന്ന ഒന്നല്ല. കേരളത്തിൽ അങ്ങനെ ആരെയും എല്ലാവരും സംവരണം അനുഭവിക്കുന്നവരാണ് കേരളത്തിൽ. ആർക്കും തെറ്റിദ്ധാരണ വേണ്ട. പലരും ധരിക്കുന്ന സംവരണം എന്ന് പറയുന്നത് SC/ST അതല്ലെങ്കിൽ OBC അത്രമാത്രമാണ്. അല്ല, കേരളത്തിൽ SC/STക്ക് സംവരണമുണ്ട്, OBCക്ക് സംവരണമുണ്ട്, മൈനോറിറ്റി സംവരണമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മുന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുന്നവർക്കും നമുക്കറിയാം, EWS നമുക്കറിയാം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കി കഴിഞ്ഞാൽ ആരെയും അത് ബാധിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കും. ഇന്ന് എവിടെയാണ് ഒരു സമൂഹം നിൽക്കുന്നത്, അവരിൽ ആരെല്ലാം ഏതെല്ലാം തലങ്ങളിൽ എത്തി നിൽക്കുന്നു, അവിടെ നമുക്ക് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന തീരുമാനം എടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകേണ്ട സന്ദർഭമാണ് ഈ ഒരു കാലഘട്ടം എന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം കൂടി വിനിയോഗിക്കുകയാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആമുഖമായി ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒന്നാണ്. പക്ഷേ സമയപരിമിതി കൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കോൺക്ലേവായി ഈ കോൺക്ലേവ് മാറുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവർ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം നിർവഹിച്ച AP അനിൽകുമാർ MLA അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ആഴത്തിൽ ഈ വിഷയത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവും അത് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയും ഈ ചർച്ചയിലേക്ക് അത് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ച അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സംഘാടകർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ദളിതൻ്റെ നിയമപരമായ അവകാശങ്ങളെപ്പോലും അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നു. അതീവ ഗൗരവകരമായ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ പ്രകാശ് യശ്വന്ത് അംബേദ്കർ MP ആണ്. ഇന്ന് രാജ്യത്ത് ഈ വിഷയം അവതരിപ്പിക്കാൻ അദ്ദേഹത്തോളം അർഹതയുള്ളവർ മറ്റാരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കാലത്ത് മനുഷ്യരായി പരിഗണിക്കപ്പെടാൻ പോലും അർഹത ഇല്ലാതിരുന്നവരെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഭരണചക്ര കൈകാര്യം ചെയ്യാൻ വരെ പ്രാപ്തരാക്കിയ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ കൊച്ചുമകൻ, ലോക്സഭയിലും രാജ്യസഭയിലും ദളിതന് വേണ്ടി പോരാടിയ നേതാവ്, വഞ്ചിത് ബഹുജൻ അഗാദി പാർട്ടിയുടെ അമരക്കാരൻ, അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ ജീവിതം കരുത്തുറ്റതാക്കിയ നിയമജ്ഞൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ സാഗൂതം കാത്തിരിക്കാം. Our first session delves into the topic sabotage of Constitution in connection with Dalit and Adivasi reservation. This significant discourse will be led by none other than a luminary who exemplify the strength and determination necessary to address such pivotal issues in contemporary India. We are honored to welcome the grandson of the legendary Dr. BR Ambedkar, the visionary who reshaped
the destiny of Dalit and Adivasis. A stanch and unwavering advocate for the rights and justice of marginalized communities, both within and beyond the walls of Parliament. He stands as a paragon of resilience and conviction. He embodies the spirit and ideals of his illustrious ancestor. It is with immense pride that we invite the revered, respect Prakash Yeshwant Ambedkar MP, fondly regarded as our very own Bala Saheb Ambedkar, to spearhead this session. Let us extend our hearts and minds to absorb his profound insights, engage in meaningful dialogue, and collectively strive towards making this conclave a transformative and fruitful endeavor. The floor is yours, sir. Please, sir. Former Member of Parliament, Srimati Rema Haridaji. She has introduced me as an MP, but I am not a Member of Parliament now. I was in the past. So I'm making this first clarification so everybody is aware of it. Colleagues on the dais, Dr. Sona PR, Mr. A.P. Anil Kumar MLA has already spoken over here, and the topic are two: constitutional rights and its irregularities amongst the Dalit. And below that there is a subject of constitution in connection with the Dalits and Adivasi reservation. In the first place, we narrow our discussion only to what we are interested. We don't look at the larger picture, that's most important. We have narrowed it down to what the Constitution gives us by way of reservation. That's the only object which we have seen. But there are other aspects of the Constitution, I think so, which needs to be understood, because they are the core to our being free and socially free. One is, I would say, Article 19. Till 1963, the article was in different form. In 1963, the article took a different form. The earlier article repossesses the unity of this country and bringing about social changes in the hands of the citizen. So the citizens were made the masters of this country. And since the citizens were masters of this country, every other instrument internally was secondary to the citizens. But in 1963, a fundamental change was brought about, and that fundamental change altered everything.
what was the change that was brought about? Was no longer the freedom and sovereignty which was in the hands of the citizen were taken away and placed in the hands of the parliament. So the citizens became secondary to parliament. And when citizens became secondary to parliament, you find all discriminatory laws or the Dalits and Adivasis who are fighting for their natural rights. Who are fighting for their natural rights or constitutional rights, they had to face barriers. Barriers in the sense that the new laws gave the parliament, the new amendment, as I've said, to Article 19 in 1963, gave vast powers to the parliament to curtail the movements of the citizen. The concept which Dr. Babasaheb Ambedkar developed was that the citizen should be supreme and the elected members should be subject to them. If I have to speak in master-servant relation, the citizens were the masters and the elected members were the servant. By the 1963 amendment, the servant became the master and the master became the servant. That's one of the most fundamental changes that was brought about, and that fundamental changes led to many of the revocations laws which we see today being passed by every successive government. One of the duties of the Adivasi Dalit organizations was to protect their own rights and also that even members of the elected assemblies, parliament, were their servants and not their masters. Today what has happened is, if you see the plethora of laws that have come across, you can't agitate against your elected member. You can't agitate against the government. You can't oppose the government policies. You can't speak against the government policies. You have no right to do that. If I have to speak regarding the Adivasis, they have the 6th schedule, 5th and 6th schedule, which is a country within a country. The concept is, of the 5th and 6th schedule, concept is nation within a nation or a country within a country. Those areas that were declared as tribal areas, they were autonomous. The Legislative Assembly did not have the powers. The Parliament did not have the powers. They came directly under the rule of the President. And their assembly, or the autonomous body which was there, was answerable to the President and none else.
And therefore today we find in the Adivasi area, there is a movement which is going on where they call that Jal Jangal Zameen. ये हमारी है, किसी के बाप की नहीं. Because the rights over these minerals, the right over the land and the right over the water is enshrined to the Adivasis under the 5th and 6th schedule. If we had properly advocated the line of thinking, the Adivasis would have been much better off, because they would have been the managers or controllers of their own land, own water, and the own minerals which was there. We left that opportunity. Since we left that opportunity, the government entered into the second phase. And that is 72, due to Indira Gandhi, we had the nationalization policy. But even in 1990, we had the privatization policy. As I've said, that we have become too narrow. And since we have become too narrow, we forgot one thing, that a draft constitution which was submitted by Dr. Babasaheb Ambedkar, he suggested that a parliament should have the right to frame the policy and not the government. Because if you see the Act of 1951, Representation of People's Act 1950 and 51, which he drafted, he didn't make political party an inclusive part of the act. Parliament was made independent. The members of parliament were made independent. They were not made slaves of the political party. But in 89, the Congress party, which was in rule, introduced compulsory registration of political parties. And by registering compulsion political parties, the elected members became the slave of the political parties. What I'm hinting at is, in the earlier draft constitution, the economy of this country should be decided by the parliament and not by the political parties. And there he advocated what he pinned down in the states and minorities of dividing economy into three sectors. One is essential sector, which he said is the lifeline of the nation, which should be in the hands of the parliament. Second, he said the necessary sector, which should either be the state or which should be with the center. And the third, he said, is the auxiliary center, which should be with the private sector. Had we kept on harping on this aspect, the government wouldn't have dared in 1990 to introduce privatization. They would have resisted the World Bank offer of opening up the economy.
The World Bank had asked for opening of the economy, not of disinvestment of the public sector. You said you open up your economy, then only we will finance you, because we had defaulted on the external balance of payment. And therefore, since we had defaulted, we had no option then to approach the IMF, international banks, for a loan. And there came the situation where the Indian economy was opened. Not only Indian economy was open, but the public sector was sold left, right, and center. Who lost, I would say? No doubt the national exchanger lost. But immediate, even taking into the narrow-minded that we have fit into ourselves, the SCs and STs lost the government opportunity of becoming a financial viable family unit. We have to open up and look in a different sense. And when I had a first meeting with all the MPs, because in 90 I was there in Parliament, and when I had a first meeting with all these scheduled caste MPs, for the first meeting everybody attended, but the next meeting I was the only person who was left there. And therefore I said that 89, by the amendment in the Representation of People's Act, the elected members became the slaves of the political parties. But they followed the dictate of the political party, sacrificing the benefits of the community through which they have won. Who lost in between? It's the SC and ST who lost. And therefore, we have to be very vigilant as far as the rest of the rights are concerned. Dr. Babasaheb Ambedkar left us with one responsibility, and where he said that I have bought this cart up to here. It's your duty to see that the cart doesn't go down. Question which everybody has to now answer himself is whether the cart is there or it has started declining. And if it has started declining, who's responsible for it? Are the political parties responsible for it, or we as an educated are responsible for it? My only answer that we failed the coming generation in protecting them and giving them an environment in which we enjoyed our freedom. Therefore, the blame lies on us. Because when I spoke of this, I said today we have a very good opportunity of saving the public sector. No doubt we defaulted in end of 1989-90, when Chandrasekhar was the Prime Minister. I said this is one of the best opportunities we have to save the public sector. Even though we defaulted, there was no run on the economy. No demand was made on the economy that no, you have defaulted, you should pay. Or whatever guarantees you have given, we will encash those guarantees.
That run was not there only for a simple reason that even if the government decided to sell one of the public sector and repay the defaulted amount, they still would have balance left. Only one company. That is the strength of the Indian economy. Or that was the strength, I would say, of the Indian economy. But we, instead of being alert, we not only became lazy, but we accepted that now nothing is going to happen. Complicity spread into the system and into the minds. And we said that nothing is going to happen. But those who were against your development, there is a class which is alive, and which Dr. Ambedkar himself said it, that when Kranti moves, that revolution moves, along with that revolution you have the counter-revolution also. It's always a tussle between the revolutionaries and the counter-revolutionaries. If the revolutionaries are ahead, they remain ahead. As I've said, if they lag down, they go behind and the counter-revolutionaries come up. Privatization is a move of the counter-revolutionaries. For a reason that those who did not have the means of livelihood, because they didn't have the land, nor they had any properties, which they could encash. So service became their source of revenue. In 1980s, I had worked out a figure for one of the states in which the state would spend nearly about 35,000 crores annually on the salary. Out of this 35,000 crores, 14,000 crores were spent on salaries for SC and ST. 14,000 crores were spent on salaries for SC and ST. That means the SC and ST became the owner of 14,000 crores out of 35,000 crores. And due to this transfer of treasury funds by way of employment, the Dalit and the Adivasis captured what you call today, which I call it in my terms, is the purchasing power. Being have-nots, their first priority in life became of purchasing whatever would give them happiness. So they became the purchasers in the market. And as they became purchasers in the market, they started controlling the market forces. Today, situation is changing in a different manner.
what we have to understand today, socially we have come up in life. Socially we have achieved. If you want to achieve other things in life, you have to first stabilize yourself economically. If you don't stabilize yourself economically, whatever social gains you have gained will come down if you become economically weak. The moment you are a dictating class in the economy, you can always come to a second stage. But the moment you are not a dictating class in the economy, you don't come to a dictating stage. Today is a world where economy plays a major part in life. Social issues do play a life. I do agree to it. But I asked you a simple question. What is left to achieve socially? I'm asking the mass, this August House. Do we have any issues left? Atrocity, yes, they have been there. But what are the other issues? Socially, you have come to a strata. You have achieved a strata. Socially, what is left is dictating the society as such. Now, if you have to dictate the society, you have to dictate the market first, and which the class would say, I would say that credit goes to Madam Indira Gandhi, because she went in 1972 for a mass banking nationalization and socialization of health, agriculture, facilities where employment was generated. And that is where I said transfer of resources to the tune of 30-35% from the actual budget on salaries were with the scheduled caste and scheduled tribe. Is that status today? No. You have lost, you're losing, I'll say lost, I won't say lost, but I would say you're losing the market control. You're sliding down the ladder only because you can't dictate the market. And now if you have to reverse this, it has to be again socio-economy agenda. Not just socio-economy agenda, but along with that socio-economy agenda, you will have to add the religious agenda also. And when you raise the religious agenda, as I've said, you have to come back to the idea of nation. What is that nation you want? Your concept of nation has to be placed now. And with ever whom it conflicts, you have to go head along with it. Why for last 10-15 years the left and the Congress is failing? Because it has become a copycat of the Sanatani organizations. Here lies the real strength of the Dalits and the Adivasis. It is here the destiny has to be put across.
And that destiny has to be the new agenda, as I've said. Capitalize on the new agenda and place that agenda before it. You take every country in the world today is going back and saying that my country is first. After serving my country, I will serve the rest of the world. The same theory, same principle we have to accept, that we are first and the rest are others. Now, where does our interest lie? I will take the case of the Adivasis. Because natural resources, it's like, you can say internationally, crude oil and its product is utilized by the Europeans. 80% of the crude oil is in the Muslim countries. So the Europe and others have become dependent on the Muslims, and the Muslims have depended on the Europe for refineries, technology. The same is the case with the Adivasis. The area which is declared as Adivasi area has all the minerals. Has all the minerals. But they don't have the technology to mine it. Now that technology is available outside the Adivasi areas. A simple formula that if you want to mine it in my area. If you want to manufacture it, you manufacture it in my area. I will not allow the raw material to move out of my area. The development of the raw material which is there is the first. Similarly, the Adivasis and Dalits will have to take a stand. That we are no longer going to be foot soldiers. Development of our area is must. And our area of development is education first. Our development of area is that whatever funds are earmarked to us is divided in social sector and economic center. And the third part, as I've said, is the religious one. The Dalit Ambedkarite would have to take the Sanatani organization head along. The Vedic, I divide Hindu religion into two parts. One is Vedic Hindu religion, and the other is the Saint Hindu religion. The Vedic Hindu religion believes in the caste system, and the Sant do not believe in the caste system. We have to openly come out. And therefore I've said that we have to lay the agenda. Let the rest of the people decide which side they are. A time has come where either there is chaos in this country or there is rule of law in this country. If the Dalit and Adivasis do not take up any of these stands, let me tell you, we are heading for chaos in this country. And the holocaust that will be unleashed
will be affecting your lives also. Because the Holocaust is a religious Holocaust. It's a tolerance that is at stake. Religious tolerance is at stake. And once religious tolerance becomes imbalanced, then as I say, in the 90s it happened when the world was uni-world. Culture became the Kavach Kundal of each distinct society in the world. They fell back on their culture, and culture became their shield. Today, what we are seeing is religion is becoming the shield. If this religion becomes the shield, then there is no brotherhood that is left. There is no understanding that is left. There is only, I would say, hatred that is left. And hatred can lead to anywhere. And therefore, I would say that the Dalit Adivasis are at a crossroad. You can't shrink your responsibilities. Till yesterday, yes, you were shrinking your response, saying that, no, I don't need to take stand. I don't need to do anything. I'm just going to be the beneficiary of whatever is being granted. Let me tell you, beneficiaries are being taken away, and within next 10 years, these beneficiaries will also not remain. Because you have been inaction in defending what you want, in saying what you want to do. Your inaction is going to lead to your downfall. And therefore, I would thank the organizers for opening up a topic which is most important. Because unless these safeguards are there, you can't safeguard yourself. But once these safeguards are taken away or they are replaced, you can't save yourself, then your whole energy becomes to develop new safeguards. And unless and until you develop new safeguards, you can't be the beneficiaries of those new safeguards. This is a system which has been an oppressive system right for 2000 years. The nation was not cared for. It was caste and religion that was cared for. Whoever may have ruled, that didn't bother the Sanatanis. What bothered them was most is that the Sanatanis' philosophy and way of life should not be disturbed. Therefore, the Sanatanis are in direct conflict with the nation, and if you want to fight them, you have to build your theory of nationhood. And that is confrontation. Common man understand things much better by confrontation rather than by explaining. Therefore, confrontation is one way of educating the common man. I hope I have placed enough material before you. Kerala is one state where the education level is very, very high. And not only that, but there are large number of individual thinkers and scholars also who keep on
sending many things and writing many things. I hope you will think in this direction. I thank the organizers and as well as your kind self for patiently hearing to my enslavement of yours for 45 minutes. Thank you. Thank you, sir, for delivering such a valuable and thought-provoking speech. You have explained the current situation with a remarkable clarity, addressing the challenges we face in this present scenario. Your words left an imprint on our minds and will undoubtedly inspire further contemplation. Thank you once again, sir. And Jignesh Mevani, it is with profound honor and immense delight that I extend this invitation to Mr. Jignesh Mevani to grace us with his presence and articulate his invaluable insights on this significant topic. Renowned for his unwavering commitment to advocating justice for marginalized communities, Mr. Mevani's perspective promises to be both enlightening and thought-provoking. So it is with the utmost respect and anticipation that I now invite you to address us. Please, sir. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനിയായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജിഗ്നേഷ് മേവാനി MLA, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് അദ്ദേഹം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നതും നീതിക്ക് വേണ്ടിയാണ്. ഏറെ പ്രിയങ്കരനായ എനർജിങ് ഒരു യൂത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിറഞ്ഞ കയ്യടിയോടുകൂടി. Thank you. I acknowledge the presence of all the respected dignitaries. Thank you, Ramesh Chennithala sir, for inviting and indulging me. Thank you so much for all of you turning up and making this event successful. The topic that I'm given is what could be the way forward for Dalit movement. So this title implies that there is a Dalit movement, strong Dalit movement. There is a lot of Dalit aggression, Dalit assertion, Dalit movement, at times very energetic, at times unprofessional, unorganized, but there is a strong Dalit movement. The question is, when we as Dalit movement, when we as a society, as a nation, think about an anti-caste movement, ours can't be just a project for Dalit upliftment and Dalit movement. The ultimate aim of Ambedkarite movement or Dalit movement has to be creating a nation, a society which has no caste. Caste must not exist. Annihilation of caste has to be the ultimate agenda of Dalit movement. Though, as I said, there is a strong, assertive, aggressive Dalit movement, we as a society, as a nation, have not been able to come up with a concrete blueprint which can lead us to the annihilation of caste. For most of the years of his life, Gandhiji maintained a stand that untouchability should go, untouchability should be eradicated, and Varna Vyavastha should remain. Ambedkar's position from the day one was very clear. Not just removal and eradication of untouchability, entire caste system has to be completely destroyed, dismantled, and devastated. Without that, not just Dalits, we as a nation don't have a future. Every facet, every dimension of life in India brutally distorted by this phenomena of caste. We see the National Crime Records Bureau data, and we as a Dalit movement are tired of citing this data, that every day in India 4 Dalit women are raped, 2 Dalits are killed, crime against a Dalit is committed every 18 minutes. But somehow, as a nation, as a society, we are not ashamed of it. It can't be the cause of just Dalit people, right? The issue of caste, the issue of Dalit is the issue of India.
But unfortunately, this country is not realizing that there is no chance of any substantial progress if we are not able to annihilate caste. And caste and class both are interconnected the way caste and patriarchy are interconnected. And therefore, we also need to focus as a Dalit movement not just on the issue of self-respect and dignity, not just on the issue of atrocities and caste violence and arakshana and reservations, but we also need to put focus on our economic gain in improving our material condition. If there are 100 Dalits in India, 70-75% are predominantly rural people. Dalits are mainly rural people. The urbanization is not great. And out of the 70-75% people that we see in rural India, most of them, up to 75%, maybe even more, are completely landless. The Dalits who are in Surat, Baroda, Rajkot, Ahmedabad, Delhi, Mumbai, Pune, Nagpur, Bangalore, Chennai, they are living in slums. They are living in chawls. The women are domestic help. The women are working as Asha worker, Anganwadi Karyakartas. They are primarily industrial workers. But I don't see a Dalit movement focusing on the class, on the economic, on the material issues the Dalit community is facing today. Most of the Dalits, 80%, 85% Dalits are marginalized, poorest of poor, downtrodden, and they're working as a laborer. What about their land rights? What about the right to food? What about their right to education? What about the distribution of land reforms policies? Dalit movement is not focusing on that. For many years, Dalit movement fought with the left progressive groups that you are not raising our caste concerns. But Dalit movement also hasn't focused on our economic issues. I don't see Dalit movement going to bricklins. I don't see Dalit movement unionizing the factory workers. I don't see any Ambedkarite group giving a lot of focus on the implementation of minimum wages. So, though ours is the movement for self-respect and dignity, we also need to focus on our economic material issues. Thousands and thousands of acres of land across India has been granted, allocated to landless Dalits. But physical possession is not with them. Whether it is Gujarat, whether it is Rajasthan, whether it is Madhya Pradesh, whether it is Karnataka, whether it is Maharashtra, you take Haryana, Punjab, any state. And if you consider the market price of these lands, will go into crores and crores of rupees. An entire Dalit movement is kind of silent. As Prakash ji said, what happens when you try to raise these concerns of land rights, then it is electorally detrimental for your cause. So there is a lot of conflict between the grammar of Dalit movement and the electoral politics. But the ones who are not into the mainstream politics, not contesting as MPs and MLAs, who are into purely just Dalit movement, at least those groups, and whenever it is possible, people like us can contribute. But we must focus on our land rights. As I said, thousands of acres, like in case of Gujarat. I know, I can show, I've been showing it to the government, that 20,000 acres of land belonging to scheduled caste, allocated to scheduled caste, entries are effected in the revenue papers, but I don't have the physical possession. Somebody else is cultivating, and still we are happy saying Jai Bhim, Namo Buddhai, celebrating 14th April, 6th December, and that's all. So without focusing on our economic and material issues, there is no way forward. That was one point that I wanted to point out. Secondly, just Raju sir has just arrived, and in my hand is a paper which is his analysis. He has analyzed where do we stand in terms of holding assets, in terms of property, where do we stand. Now, it's been 25 years we have seen the neoliberalism. When neoliberal economic policies got introduced in July 1991, there were claims that it will trickle down, lives of the Dalits and tribals and OBCs will be uplifted, market forces will help create business which will eventually help to this poor as well. But now we need to take a look at it after 25 years, where do we stand? So K. Raju sir's analysis is like this. In the judiciary,
Though SC, ST, OBC are 75%, our share, SC, ST, OBC share is just 19%. When it comes to the ownership of the educational institute, it is just 6%. When it comes to the ownership of media houses, it is 0%. When it comes to the ownership of NGOs, which are claiming to work for the poorest of poor, which are claiming to work for the SC, ST, OBCs and minorities, when it comes to the ownership of NGOs, it is just 2%. Sangh Parivar talks about accommodating Dalits and tribals and OBCs, but in the leadership, they are just 4%. SC, ST, OBCs, they are just 4%. When it comes to Bollywood and entertainment industries, we are just 7%. When it comes to sports, just 29%. When it comes to NSE listed companies, OBCs are just 6%. Nobody from scheduled caste and scheduled tribe. When it comes to the ownership of private hospital, just 17%. Union budget, we get only 30% share. We get only 30% share in the state budgets. If we get how much contracts of airport we get, it is all for Adani. Absolutely nothing for SC, ST, OBC, nothing, not even 1%. Contracts of ports, 0%. Contracts for building roads, 2%. In power sector, how much contracts SC, ST, OBC get? Only 7%. How much lease mining contracts do we have? SC, ST, OBC, just 1%. In print media, the presence of SC, ST, OBC, just 2%. In electronic media, it is again just 2%. In digital media, it is just 4%. That is where we, 70 years after independence, stand. So, remaining satisfied, celebrating 14th April, garlanding Phule, Periyar, Shahu Maharaj, Baba Saheb Ambedkar statue is not enough. We will have to talk about our public health, our education. 55 to 60% ST, OBC, Dalit women are anemic. And who are these women who are daily pouring out their blood and sweat? The auditorium under which I am speaking right now, these are not just bricks and walls, this is somebody's labor. Whose labor is this? This is all Dalits and tribals. These are all Muslims and DNTs. These are all OBCs. So, as I repeatedly saying, we will definitely fighting the caste violence cases, but we will also need to focus on our land rights, our education. We need to ask for tenders. We need contracts. We need not just a cherry hanging on the cake. We need entire cake. 15 to 20% people are consuming entire cake, and the 75-80% people are satisfied just with cherry. Now the time has come to turn the table, and that is what Honorable Rahulji, through caste census, constantly talks about. So here we have Rahul Gandhi, who is talking about caste census, so that we have a proper X-ray of the country. How much property ST, OBC, minorities, DNTs and Dalits have, so that we can ask of a piece of cake. And on the other hand, we have Mr. Amit Shah, who in the parliament, in an insulting tone, says, these days it has become a fashion to say Ambedkar, Ambedkar, Ambedkar. Let me conclude on this note, that saying Ambedkar, Ambedkar, Ambedkar is not fashion, it's our passion. And all of our life, we are going to say Ambedkar, Ambedkar, Ambedkar. So, I request to all of you, it's amazing that you organize this conclave and given not just me, to all of us an opportunity to have this kind of indulgence and engagement and dialogue. But we, as Dalit movement, as secular forces, as progressive people, all the SC, ST, OBC groups, whether affiliated with political parties or who are independent groups, we must sit together someday and decide and design and devise as to what will lead to annihilation of caste. We can't remain, silent on our land rights. The land worth lakhs of crores of rupees is somebody else is cultivating. This has to go. So, time has come to throw this anachronistic institution caste into the dustbin of history. Hopefully, we'll do something together and things will improve, things will change. Thank you so much. Thank you so much. Thank you. Your words have always been a source of inspiration for the people of India, especially the youth, by sharing your thought and perspective on this topic. You have sparked meaningful reflection,
Let us unite and work together toward a brighter, more vibrant future. Thank you. Thank you, Jignesh Mewaji. I cordially invite Mr. U.B. Venkatesh, a great personality of Karnataka and Indian political scenario, to address this session and share his thought and concerns of this topic. Karnataka രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും പ്രമുഖ വ്യക്തിത്വമായ മുൻ എം എൽ സി കൂടിയായ ശ്രീ യു ബി വെങ്കിടേഷിനെ ആദരപൂർവ്വം ഈ സെഷനെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിക്കുകയാണ്. Good afternoon. First of all, I thank Sri Ramesh Chennithala ji for inviting us to attend this Dalit Progress Conclave in Thiruvananthapuram. Sir, you are working very hard for the last 15 years for the upliftment of Dalit Progress Conclave in Kerala. First of all, I thank you, Sri Prakash Ambedkar ji, Sri Meghwani ji, Ramya ji, Ravi ji, all other dignitaries on the dais, and our Varsha ji, her sister, and all the dignitaries. I feel happy to come here to stand and discuss about the subject. Jignesh ji has given the glimpse of how much percentage of people are getting what piece of cake. But in the meantime, let us know the 1% of the population is holding 40% of the wealth of this country. 1% of the population of this country is holding 40% of the wealth of the country. And below 50% of the population is holding only 6.4% of the wealth in this country. Just in continuation of Jignesh Mewaniji's words. Sir, Dalits are there in all parties. It is not Congress, BJP, or Communist. You people have to unite together to bring a resolution to make parliament according to the population of the country or population of the state. The budget should be allocated to the upliftment of your community. For example, I will give you in Karnataka, we have 24.1% of Dalits and SC and STs. Our budget last time Siddaramaiah ji presented is about 4,05,000 crores. 24.1% is reserved in all the departments for the upliftment of Dalits, SCs, STs. This should be made a mandatory in the national and state level, sir. It is important. Unless you give something, how can they become rich? Simply you speak, you go, you do something. But without giving anything, how the poorer will become rich? Only the richer will become rich by paying the taxes or whatever it is. So, my request is, next, when the Kerala government elections are coming, our government is probably to come. I request on all our behalf to make an amendment to the constitution, whatever the population of the state, so much amount should be reserved in the budget for the upliftment of the poor. It is one of the requests from this forum, sir. Sir, today more people have spoken because legendaries. It is very, I feel very grateful to Chennithala ji to make me sit with Prakash Ambedkar ji and Mewani ji, because we don't get opportunity to go near them. And next to sitting you is our Sitaka in Andhra, in Telangana. When we went to her, the swearing-in ceremony, it was a festival. Thousands of people. When she was taking oath, Arivant Reddy and she, we were all part of that team when it was happening. 40, 50, 1 lakh people. Sitaka, Sitaka, Sitaka. So this should become, like everyone in Dalits, they should be admired. They should work hard. I don't speak more. I thank once again Ramesh Chennithala ji and their team. Thank you very much.
താങ്ക് യു വെങ്കടേഷ് ജി. ഈ സെഷനിൽ പേപ്പർ അവതരിപ്പിക്കുന്നത് ശ്രീമതി ധന്യ രാമനാണ്. ജീവിതം താഴേക്കിടയിലുള്ള മനുഷ്യർക്കായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒഴിഞ്ഞുവെച്ച പ്രിയപ്പെട്ട സഹോദരിയാണ് ധന്യരാമൻ. നിയമപരിരക്ഷകൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാതെ പോകുന്ന, എവിടെയും രേഖപ്പെടുത്താതെ പോകുന്ന ജീവിതങ്ങളെ പൊതുസമൂഹത്തിൽ ഉയർത്തി കാണിക്കുന്നതിൽ ശ്രീമതി ധന്യരാമൻ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ കയ്പുനീരിലൂടെ കടന്നുവന്ന ഒട്ടനവധി ആളുകൾക്ക് കൈത്താങ്ങായിട്ടുണ്ട്. പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി ഏറെ പ്രിയങ്കരിയായ ധന്യ മേഡത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാർ, എൻ്റെ വളരെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നവരാണ്. വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു യുവത്വം എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ട് സാറിന് വളരെയധികം ഒരു നന്ദിയുണ്ട്. ഞാൻ ഈ നിങ്ങളെല്ലാവരും വിചാരിക്കും സാർ എന്താണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ്സിലുള്ളവർക്ക് പോലും പാർട്ടി അകത്തുള്ളവർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബ്രാഞ്ചായിട്ട് ദളിതരുടെ പ്രത്യേക ഒരു വിങ്ങുണ്ട്. പക്ഷേ ഈ ദളിത് കോൺഗ്രസ് അല്ലെങ്കിൽ PKS ഇവരുടെയൊക്കെ അവസ്ഥ എല്ലാ പാർട്ടി പോയാലും ഒരുപോലെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വയ്ക്കുന്നു, അവിടെ ഒരു DCC പ്രസിഡന്റ് വരുന്നു, അതേപോലെ തന്നെയാണ് ഒരു ദളിത് കോൺഗ്രസിൻ്റെ നേതാവ് വരുന്നത്. ദളിത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ഓട്ടോയും പിടിച്ചായിരിക്കും വരുന്നത്, മറ്റുള്ളവർ ഏറ്റവും നല്ല വെല്ലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ഓർഗനൈസ്ഡ് ആയിട്ടില്ല ഇതുവരെ. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ദളിതർ ഒരുമിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഒരു സാമൂഹ്യ രംഗത്തേക്ക് വരേണ്ട ആളല്ല. എനിക്കങ്ങനെ വരണം എന്ന് വിചാരിച്ചു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ഇവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ആദ്യം 2010 ഞാൻ നോക്കുമ്പോൾ ഓരോ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ പെൺകുട്ടികളൊക്കെ റേപ്പ് ചെയ്ത് കിടക്കുന്നു. 13 വയസ്സുള്ള കിടന്നെഴയുന്ന വികലാംഗിയായിട്ടുള്ള കുട്ടിയെ പോലും വീട്ടിൽ കയറി റേപ്പ് ചെയ്തിട്ട് ആ 13 വയസ്സുള്ള കുട്ടി അവിടെ തന്നെ പ്രസവിച്ച് കിടക്കുവാണ്. അങ്ങനെയാണ് പോലീസ് ഈ കണക്കെടുത്തപ്പോൾ 1137 റേപ്പ് കേസാണ് നമ്മൾ 2010-11 SC/ST മേഖലയിൽ നിന്ന് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമുക്ക് പോലീസിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. കാരണം വരുന്നവരും പോകുന്നവരും മുഴുവൻ കോളനികൾ കയറുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു. എന്തിന് ഈ തിരുവനന്തപുരത്ത് തന്നെയുള്ള പാലോട് വിതിര ഏരിയയിൽ പോയി കഴിഞ്ഞാൽ റബ്ബർ പാട്ടത്തിനെടുക്കാൻ വരുന്ന മനുഷ്യർ ആ പേരിൽ വരികയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആദ്യം ഉണ്ടായത്. അത് കണ്ടിട്ടാണ് അന്ന് ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ആദ്യത്തെ ഞാൻ സാമൂഹ്യ രംഗത്ത് ഇറങ്ങുന്ന സമയത്തുള്ള ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിനോട് ഞാൻ പോയി കാര്യം പറഞ്ഞു. പക്ഷേ ദളിതരെ പെട്ടെന്നൊന്നും സമൂഹം അംഗീകരിക്കത്തില്ല. അവർക്ക് ഞങ്ങളുടെ എപ്പോഴും ട്രസ്റ്റ്, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല. മറ്റുള്ളവർക്ക് കിട്ടുന്ന സ്വീകാര്യത നമുക്ക് കിട്ടില്ല. അപ്പോൾ കാസർഗോഡുള്ള ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്തിന് സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്കെതിരെ 15 പരാതി പോയി. അതായത് ഇത് മാവോയിസ്റ്റ് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് വേണ്ടിയിരുന്നു. ആ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് രമേശ് ചെന്നിത്തല സാർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഒറ്റൂർ എന്നൊരു പഞ്ചായത്തുണ്ട്, ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും ഒരു പട്ടികജാതി വിഭാഗത്തിലുള്ള സ്ത്രീയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ പട്ടാപ്പകൽ JCB കൊണ്ട് ആ റോഡ് സൈഡിൽ 4 സെൻറ്റ് വീടാണ് ഇടിച്ച് പൊളിച്ച് കളയുകയാണ്. പൊളിച്ച് കളയുന്നതിൻ്റെ കൂടെ കടയ്ക്കാവൂർ CI സംഘവും കൂടെ, മുകേഷ് എന്നാണ് CIയുടെ പേര്, അദ്ദേഹം കൂടെ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്ക്, രാവിലെ ഒരാൾ ജോലിക്ക് പോകുന്നു, ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നു, 2 പെൺമക്കളുണ്ട്. ഈ 4 സെൻറ്റ് ഭൂമിയുടെ റോഡ് സൈഡിലുള്ള ഭൂമിയുടെ പുറകിൽ ഒരു 3 ഏക്കർ സ്ഥലം ഒരു നേതാവിനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ വഴിയുണ്ടെങ്കിലും ഈ 4 സെൻറ്റ് പ്ലോട്ട് കൂടെ തന്നെ അകത്തേക്ക് പോകണം. അപ്പോൾ ഈ സ്ത്രീ സമ്മതിച്ചില്ല. ചെറിയ വീതി ഇതേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ വീട് വെക്കണം. ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം ആ വീട് അവിടെ ഇല്ല എന്നുള്ളതാണ്. അവർ പോലീസിൽ പോയി പരാതി കൊടുത്തു. അവർക്ക് വേറെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോലീസുകാർ കേസെടുത്തില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് രമേശ് ചെന്നിത്തല സാറിനെ അന്ന് ഒരു ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിളിച്ച് സാർ എനിക്ക് തന്ന പ്രൊട്ടക്ഷൻ എത്ര വലുതാണെന്ന് അറിയാമോ? സാർ അപ്പം മനോജ് എബ്രഹാം സാറിനെ വിളിക്കും. ഞാൻ എൻ്റെ ഒരു 28 വയസ്സിൽ, ഇപ്പം 40+ ആയി, എൻ്റെ 28 വയസ്സിലാണ് ഞാൻ സാമൂഹ്യ രംഗത്ത് ഇറങ്ങുന്നത്. ഒരു പ്രതിസന്ധിയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ മീൻസ് ഈ പോകുന്ന വഴികളിൽ ഉണ്ടായിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് പോലീസിനെ വിളിച്ചു, പോലീസുകാർ അവിടെ എത്തുന്നു.
ഞാൻ ആ പൊളിച്ച് കളഞ്ഞ അവിടെ വീട് വയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് എതിർ പാർട്ടിക്കാരാണ്. അതൊരു കോൺഗ്രസ്സുകാരിയുടെ വീടായിരുന്നു സത്യത്തിൽ. അവിടെ ദളിത് കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇന്നും ഒരു വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു സമൂഹമാണ് ഇന്നുള്ളത്. എങ്ങനെ ഒരു മനുഷ്യൻ്റെ വിഷയത്തെ പ്രോപ്പറായിട്ട് പരിഹരിച്ചെടുക്കണം എന്നുള്ളത് അറിയില്ല. സാറിനെ വിളിച്ചു, കൃത്യമായിട്ട് എൻ്റെ കൂടെ കടയ്ക്കൽ CI അന്ന് ഷെരീഫ് എന്ന് പറഞ്ഞൊരു സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. പോലീസ് SP വിളിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് അവർ തടയുമെന്ന് പറഞ്ഞു. ഞാൻ പോലീസ് പോയപ്പം സാറ് പറഞ്ഞതനുസരിച്ച് 2 വണ്ടി പോലീസ് വന്നു. ഞാൻ അവിടെ നിന്ന് 300 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മെഷർമെൻ്റ് എടുത്തു, കയറ് മേടിച്ചു, അത് കെട്ടി വാനം മാന്താൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വെച്ചു കൊടുത്ത ഒറ്റമുറി വീട്ടിലാണ് അവർ കഴിയുന്നത് ഇപ്പോഴും. അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്കൊരു അത് എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ സംഘടനകൾ ആദ്യം പഠിക്കണം. സംഘടനകൾ എങ്ങനെ നമ്മൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കണം എന്നുള്ളത് അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ദളിതരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷയമല്ല, അതൊരു കടൽ പോലത്തെ വിഷയമാണ്. ജനാധിപത്യം നമ്മൾ ഭരണഘടന എന്ന് പറയുമെങ്കിലും ഇന്നും നമ്മുടെ ഇടയിലോട്ട് അതൊന്നും ഓപ്പൺ ചെയ്ത് വന്നിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ മുമ്പൊക്കെ CK ജാനു ചേച്ചിയൊക്കെ ഭൂസമരം നടത്തുമായിരുന്നു, അല്ലെങ്കിൽ ദളിത് ഏതെങ്കിലും സംഘടനകളെ സമരം നടത്തുമായിരുന്നു. ഇപ്പം കുറേ കാലം കൊണ്ട് അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഒന്നും നമ്മൾ ആരും പറയാറില്ല. കാരണം എത്രയോ കാലം ഈ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് നിൽപ്പ് സമരം നടത്തിയ CK ജാനു ചേച്ചി ശരിക്കും നമ്മളെ വഞ്ചിച്ചു കളഞ്ഞു, ഭൂമി കൊടുക്കാതെ വഞ്ചിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ 4 സെൻറ്റ് അല്ലെങ്കിൽ ഈ ചേരി കോളനി ടാർപോളിൻ പുറമ്പോക്കിടം ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴേ നമ്മളെ പേടിപ്പിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായിട്ട് ഒരു അടിസ്ഥാന സൗകര്യം മാത്രം ഭൂമി ഞങ്ങളുടെ ഒരു ന്യായമായിട്ടുള്ള അവകാശമാണ്. ഭൂമി അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ ആൾക്കാർ പറയും ഇത്രയും ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ലെന്ന് പറയും. ഫണ്ടൊക്കെ ഭയങ്കര കോമഡിയാണ്. ഞങ്ങളുടെ ഇടയിൽ എത്രയോ PhD-കാരുണ്ട്, അല്ലെങ്കിൽ എത്രയും വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയോടുകൂടി നമ്മളൊരു പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ട് പോയാൽ ഞങ്ങളെ കാണുമ്പോഴേ ഉദ്യോഗസ്ഥരോടിക്കും. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞങ്ങളുടെ കൂടെയുള്ള എത്രയോ ആൾക്കാർ പോയിട്ട് അങ്ങനെ അപമാനിതരായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ശോഭ വിശ്വനാഥ് മറ്റേ ഏഷ്യാനെറ്റിൻ്റെ മറ്റേ ബിഗ് ബോസിലെ താരമായിരുന്നു ശോഭ പോകുന്നു, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, 1 കോടി രൂപ ആദിവാസികൾക്ക് മാസ്ക് തയ്ക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു, 1 കോടി രൂപ വാങ്ങുന്നു, തിരിച്ചു വരുന്നു. അവരതുമായിട്ട് യൂറോപ്യൻ ടൂർ പോകുന്നു. ഒരു വിജിലൻസ് എൻക്വയറി ഇല്ല. എന്ത് ലോകമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഫണ്ടൊക്കെ ആരിലേക്കാണ് പോകുന്നത്? അതുപോലെ ഒരു വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ വരുന്നു, അവർ പറയുന്നു നിങ്ങൾക്കിതാ ഇപ്പം ഞങ്ങൾ അഡ്വാൻസ്ഡ് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കാം, 50 പേരെ സെലക്ട് ചെയ്യുന്നു, 6 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്കും ഒരു വാടക കെട്ടിടത്തിൽ 6 പഴങ്ങിയ തയ്യൽ മെഷീൻ, അത് തൊട്ടാൽ ഷോക്ക് അടിക്കും. അങ്ങനെ ഷോക്ക് അടിച്ചിട്ടാണ് ഈ വിവരം പുറത്തേക്ക് അറിയുന്നതിന്. അവിടെ പോയി നമ്മൾ നോക്കുമ്പോൾ 2 കോടി രൂപ ഇവർ നേരത്തെ കൈപ്പറ്റി. പക്ഷേ ആർക്കും ഒരു ചോദ്യവും പറച്ചിലും ഒരു വിജിലൻസ് എൻക്വയറിയോ അങ്ങനെ വിജിലൻസ് SP-യെ കൊണ്ട് നമ്മളൊരു എൻക്വയറി ഇടിയിക്കുമ്പം തന്നെ അവർ ഒരു 6 മാസം റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കും. ഈ 6 മാസം നമ്മൾ ഇതിൻ്റെ പുറകെ മെനക്കെട്ട് നടന്നു വേണം ഒരു നടപടിയെങ്കിലും ഒരു വ്യക്തിക്കെതിരെ എടുപ്പിക്കാനായിട്ട്. അപ്പോൾ 2012 തൊട്ട് 2019 വരെയുള്ള പീരീഡിൽ ഇപ്പോൾ PK ജയലക്ഷ്മി മിനിസ്റ്റർ ഇരിക്കുന്നുണ്ട്, അനിൽ സാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ നിഷ്കളങ്കരാണ്. നിങ്ങളില്ലാതെ അല്ലെങ്കിൽ CPM ഭരിക്കുമ്പോഴായാൽ പോലും നിങ്ങൾ അറിയാതെ എങ്ങനെയാണ് ഇത്രയും വലിയ ഫണ്ട് ഇതിനകത്തുനിന്ന് ചോർന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം സിറ്റിയിൽ പട്ടത്തുള്ളൊരു വലിയ ഹോസ്പിറ്റൽ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവർ 45 ലക്ഷം മേടിച്ചിട്ടുണ്ട്, 55 ലക്ഷം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓർഡറാണ് പൈസ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ആ പൈസ വാങ്ങിയത്? നമ്മുടെ കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിക്കാനാണ്. പക്ഷേ നഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് അവിടെ ഞാനൊരു കുട്ടിയും കൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ എത്ര ഫീസാവുന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ SC/ST പിള്ളേരാരും പഠിക്കുന്നില്ല, ഒരു കുട്ടിയെങ്ങാനും ഉണ്ട് ആ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറയണം. അപ്പം നമ്മളെ പേരിൽ 45 ലക്ഷം 55 ലക്ഷം 65 ലക്ഷം ഈ കൈപ്പറ്റിയ ഹോസ്പിറ്റൽ, ഇതൊക്കെ ഒരു രേഖ മാത്രമാണ്. ഇത് ഭീകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതിൽ അപ്പുറത്തേക്കുമാണ് നമ്മളെ പറ്റിക്കുന്നതെന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇതിനകത്തൊരു ഇടപെടലുണ്ട്. ഒന്ന് സുരക്ഷിതത്വം. നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുവാണ്. ഭൂമി, വീട്, സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രശ്നം. നിങ്ങൾക്കറിയാം, ഈ മണക്കാട് ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു 2 മാസം മുമ്പേ. ഒരു ട്യൂഷന് പോകുന്ന കുട്ടി മുമ്പേ റേപ്പ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അവരെ കൂടെ നിൽക്കുന്നില്ലായിരുന്നു. ഓടിപ്പോയി അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല. പക്ഷേ ആ വിഷയത്തിൽ ഇടപെട്ട ആൾക്കാരുടെ കാറിൻ്റെ പുറകിൽ പോയി അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ എഴുതി വെച്ചു, നിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം അവർ ആ കാറിൻ്റെ പുറകിൽ അവർ സെൻറ്റൻസ് ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് എപ്പോഴും 100% മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരുന്നു. ഇത്രയും വലിയൊരു ട്യൂഷൻ സെൻ്ററാണ്, ഭയങ്കര വരുമാനമുള്ള ട്യൂഷൻ സെൻ്ററാണ്. ഒരു പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ആളാണ് ആ കുഞ്ഞിനെ റേപ്പ് ചെയ്യുന്നത്. ആ കുട്ടി വലിയ കടുത്ത ഡിപ്രഷനിൽ പോയി
ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ഈ +2 എക്സാം നടക്കുന്നത്. ഈ എക്സാം നടക്കുന്ന സമയത്ത് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് അതേപോലെ 98% മാർക്കുണ്ട്. അപ്പോൾ എത്രയോ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ അവരെ ഭൗതികമായിട്ട് ഇതിൻ്റെയൊക്കെ കേസിൻ്റെ പുറകെ പോകുമ്പോൾ വീണ്ടും 9 കുട്ടികളെയൊക്കെ അതിനകത്ത് റേപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻക്വയറി നടക്കുന്നതേ ഉള്ളൂ. മനുഷ്യൻ ഇപ്പോഴും എല്ലാവരും പറയും എന്താണ് ദളിതരെ ഒരു സമര രംഗത്തും കാണാത്തത്. ഈ മനുഷ്യൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വേറൊരു വിഷയം പറയാനുള്ളത്, സംവരണത്തെക്കുറിച്ച് രാഷ്ട്രീയക്കാരുടെ അണികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ സംവരണത്തിനെതിരെ കോൺഗ്രസിൻ്റെയൊക്കെ ഏത് പാർട്ടിയുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഞങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്ന ചില വാക്കുകളും കമൻറ്റുകളും ഉണ്ട്. ഈ സംവരണം എന്തിനാണെന്നുള്ളത് ഈ വെള്ളം തരാമോ? ഈ സംവരണം എന്തിനാണെന്നുള്ളത് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ കൂടെയുള്ള ആളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ എപ്പോഴും സാമ്പത്തികം കൊടുക്കണമെന്നില്ല, പക്ഷെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിന്ദമായിട്ടുള്ള ഇവിടുത്തെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ജാതി വ്യവസ്ഥയാണ്. ജാതിയിൽ മുകളിലേക്ക് ആൾക്കാർ പോകുന്തോറും അവർക്ക് ബഹുമാനം കൂടുതൽ കിട്ടുകയും താഴോട്ട് വരുന്തോറും അവരെ നിന്ദ്യമായിട്ടും ഹീനമായിട്ടും കാണുന്ന ഒരു സമൂഹമാണ് ഇന്നും ഉള്ളത്. ഇന്ത്യൻ വ്യവസ്ഥയിൽ ഇത് കേരളത്തിൽ നമ്മൾ പറയും. ബാക്കി നമ്മുടെ കുറച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾക്ക് നല്ല പുരോഗതി വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ചേരാം. 691 കുട്ടികൾ ഇപ്പം വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് കൂടി പോയതാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾക്ക് ഏത് ഇന്ത്യയിലോ പുറത്തോ എവിടെ യൂണിവേഴ്സിറ്റിയിലും പോയി പഠിക്കാനുള്ളൊരു സപ്പോർട്ട് നമുക്ക് ഗവൺമെൻറ് തരുന്നതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഞങ്ങൾക്ക് പുരോഗതി ഉണ്ടായി. പക്ഷേ ഈ ഒരു വിഭാഗം മാത്രമേ അത് രക്ഷപ്പെട്ടു വരുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ, 2012 കിർത്താഡ്സിൻ്റെ വിജിലൻസ് കണ്ടെത്തിയത്. അതായത് 3000 പേര് ഇപ്പം നായർ എന്നുള്ളൊരു വ്യക്തി അവർ നായാടി എന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു തഹസിൽദാർ ഒപ്പിടണം, ഒരു വില്ലേജ് ഓഫീസർ ഒപ്പിടണം. പക്ഷേ ഇങ്ങനെ 3000 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് 3000 പേരാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്കിലും ഗവൺമെൻറ്റിലും സെൻട്രൽ ഗവൺമെൻറ്റിലും സഹകരണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഈ 3000 പേരുടെ പേരും ലിസ്റ്റും പൊസിഷനും എല്ലാം നമ്മൾ കിർത്താഡ്സിൻ്റെ വിജിലൻസ് കോടതിയിൽ എത്തിച്ചിട്ടും അതവിടെ സ്ട്രക്കായി കിടക്കുകയാണ്. എങ്ങനെ നമുക്ക് ജോലിയിൽ നമുക്ക് ഇനിയും നമ്മൾ എത്ര പുറകോട്ടാണെന്ന് ചിന്തിക്കണം. നമ്മളെ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർത്താനാണ് പെട്രോൾ പമ്പുകൾ, ഗ്യാസ് ഏജൻസികൾ തരുന്നത്. പമ്പിനൊക്കെ എന്തായാലും 1.5 ലക്ഷത്തിന് പുറത്ത് വരുമാനമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പട്ടികജാതിക്കാരൻ്റെ പമ്പുണ്ടോ? അതാണ് 300 പെട്രോൾ പമ്പ് ഈ കണ്ട കാലം വരെ ഈ കേരളത്തിൽ പട്ടികജാതിക്കാരൻ്റെതായിട്ടുണ്ട്. 75 പെട്രോൾ പമ്പുകൾ ആദിവാസികളുടേതായിട്ടുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരുന്ന സ്കീമാണ്. 2.5 കോടി രൂപയാണ് നമ്മുടെ ഒരു പമ്പിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 35 മീറ്റർ നീളവും വീതിയുള്ളൊരു ഭൂമി മാത്രം കണ്ടെത്തി കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ലോണായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒറ്റ പമ്പുകൾ ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ആദിവാസി പെട്രോൾ പമ്പ് നടത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഒന്ന് ഓർത്ത് നോക്കിയേ, 400 ഗുണം 2.5 crore. ഇത്രയും ഞങ്ങൾ വളരേണ്ട സാമ്പത്തികമാണ് പുറത്തുള്ള ആൾക്കാരാണ് അനുഭവിക്കുന്നത്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അതുപോലെ അക്ഷയ സെൻറ്ററുകൾ 900ഓളം അക്ഷയ സെൻറ്ററുകൾ ഇനിയും ഞങ്ങൾക്ക് അനുവദിക്കാനുണ്ട്. ഏതെങ്കിലും പട്ടികജാതിക്കാരനോ ആദിവാസി അക്ഷയ സെൻറ്റർ നടത്തുന്ന കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മൾ എവിടെയാണ് പാളിച്ച? നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാലും നമുക്ക് എംപ്ലോയ്മെൻറ്റിന് നമുക്ക് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എവിടെ എത്തി നിൽക്കും? നമ്മളിനി എത്ര ദൂരം മുമ്പോട്ട് പോകണം? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര നമ്മൾ അവഹേളനം സഹിക്കണം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആൾക്കാരുടെ ധാരണ നമ്മളെല്ലാം ഓസിന് തിന്നുന്നവരാണെന്ന്. എൻ്റെ അമ്മ എന്നെ 17 വർഷം സിമൻറ്റ് ചാക്ക് ചുമന്ന് വളർത്തിയതാണ്. 17 വർഷം സിമൻറ്റ് ചാക്ക് ചുമന്ന് വളർത്തിയ ആ കൺസ്ട്രക്ഷൻ തൊഴിലാളിയായിട്ടുള്ള അമ്മയുടെ മകളാണ് ഞാൻ. ഇന്ന് ഗവൺമെൻറ് കോൺട്രാക്ടറാണ്. ഞങ്ങൾക്ക് എത്തിപ്പെടാൻ നേരത്തെ സാർ ചോദിച്ചു 10 പേരെ, ഒരു 10 PWD കോൺട്രാക്ടർമാരെ നമുക്ക് കിട്ടുമോ? ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു 10 പട്ടികജാതിക്കാരായിട്ടുള്ള കോൺട്രാക്ടർമാരെ കിട്ടും. ഇത്രയും ഫണ്ട് ഒഴുകുന്നുണ്ട്. 1000 കോടി സർക്കാർ അനുവദിച്ചാൽ 500 കോടി രൂപ പോകുന്ന പഞ്ചായത്തുകൾക്കാണ്. അവർ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് കൂടുതലും കൺസ്ട്രക്ഷനാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ലാഭമുള്ള ബിസിനസ്സാണ്. പക്ഷേ ഒരിടത്തും ഞങ്ങളുടെ ഒരാളെ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എവിടെയും സ്പേസ് ഇല്ല. പിന്നെ ഒരുപക്ഷെ ഭരിക്കുന്നത് നിങ്ങളായിരിക്കും. ഈ മനുഷ്യരത്രയും കേൾക്കണം. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ജനപ്രതിനിധികളായിട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ പ്രത്യേകം ഇനി ഒരു സീരിയസ് ആയിട്ട് ഈ ദളിത് വിഷയത്തെ എടുക്കും, അത് നിങ്ങളുടെ നേതൃത്വത്തിൽ അത് എടുക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാനായിട്ട് വരുന്നത്. ഒരു സമൂലമായ മാറ്റം ഉണ്ടാകണം, അത് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും സാറിൻ്റെ ഈ പ്രോഗ്രാമിനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
താങ്ക് യു. ആഴത്തിലേറിയ ചർച്ചയും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുള്ള രീതിയിൽ ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്ത ധന്യ മേഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട ജെ സുധാകരൻ സാറ് അടുത്ത സെഷനിൽ സംസാരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്ര നേരം നടന്ന ഈ സെഷനകത്ത് നിങ്ങളുടെ കൈകളിൽ നൽകിയിരിക്കുന്ന ഫയലിനകത്ത് നൽകിയ പേപ്പറിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഗാന്ധിഗ്രാം പ്രോജക്റ്റിലേക്ക് കൊടുക്കാനുള്ള ഓരോ നിർദ്ദേശങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തി ഇവിടെ ഏൽപ്പിക്കണമെന്നുള്ളത് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്കൂളിൽ ക്ലാസ് റൂമിൽ സ്കോളർഷിപ്പ് വാങ്ങുന്നിടത്ത് നിന്ന് പോലും അവഗണന നേരിടുന്ന ഒരു സമൂഹം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് നേരിടേണ്ടി വന്നിരിക്കുന്ന ആളുകൾ പോലും ഈ കോൺക്ലേവിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ മാറ്റി നിർത്തപ്പെട്ടതിൽ, ഒഴിവാക്കപ്പെട്ടതിൽ, സോഷ്യൽ മീഡിയ ആകട്ടെ ഏത് മാധ്യമങ്ങളിലുമാകട്ടെ അവിടെയൊക്കെ പലപ്പോഴും അവഹേളിക്കപ്പെടുന്നതിൽ പോലും എത്തിയിരിക്കുന്ന അനുഭവങ്ങളുള്ളവരാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും 15 വർഷക്കാലം ഗാന്ധിഗ്രാം പദ്ധതിയിലൂടെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലൂടെ, ജില്ലകളിലൂടെ, പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച അനുഭവ സമ്പത്തുമായി രമേശ് ചെന്നിത്തല സാർ നടത്തിയിരിക്കുന്ന ഈ കോൺക്ലേവിലെ ഈ ആദ്യത്തെ സെഷന് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ സെഷനിൽ പങ്കെടുത്തവർക്ക് മെമൻറ്റോ നൽകുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ ഈ ഗാന്ധിഗ്രാം പദ്ധതി കേരളത്തിൽ ഉടനീളം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ്. ഈ സെഷനിൽ എത്തിയിരിക്കുന്ന എല്ലാ അതിഥികൾക്കും മെമൻറ്റോസ് നൽകുന്നതിന് പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല സാറിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലിസ്റ്റ് വായിക്കുന്നതിന് സംഘാടകരെ ക്ഷണിക്കും. ബഹുമാന്യനായ ശ്രീ AP അനിൽകുമാർ MLA, മുൻ മന്ത്രി, ബഹുമാന്യനായ ശ്രീ പ്രകാശ് യശ്വന്ത് അംബേദ്കർ MP, കുമാരി രമ്യ ഹരിദാസ് XMP, ബഹുമാന്യനായ UB വെങ്കടേഷ്, ബഹുമാന്യനായ ശ്രീ ജിഗ്നേഷ് മേവാനി, ശ്രീമതി ധന്യ രാമൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശ്രീ AP അനിൽകുമാർ ഈ പരിപാടിയുടെ ഉദ്ഘാടകനാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ വിസിറ്റ് ചെയ്ത ഗാന്ധി ഗ്രാമങ്ങളിൽ അദ്ദേഹം 1 കോടി രൂപ വെച്ച് ഈ കോളനികൾക്ക് നൽകി. നമ്മുടെ മറ്റൊരാവശ്യമായിരുന്നു 1 ലക്ഷം രൂപ വരെയുള്ള ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും കടം എഴുതി തള്ളണം. അതാദ്യമായി കേരളത്തിൽ കടമെഴുതി തള്ളിയത് ശ്രീ അനിൽകുമാറാണ്. ഈ 2 കാര്യങ്ങൾ എനിക്ക് പറയാതെ പോകുന്നത് തെറ്റായിരിക്കും. അദ്ദേഹം ഇതിനോട് പ്രത്യേകമായ നന്ദി ആ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള കാരണം കമ്മിറ്റ്മെൻറ്റ്, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയാം. രമ്യ, പാലക്കാട് കേരളത്തിൽ ആദ്യമായി ആദിവാസികൾക്കും പട്ടികജാതിക്കാർക്കും പഠിക്കാനുള്ളൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയതും അദ്ദേഹമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രസംഗങ്ങൾ മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ ഇത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ പ്രകാശ് അംബേദ്കറെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞു. ജിഗ്നേഷ് മേവാനി ഒരു പോരാളിയാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത്ര വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ എത്തിച്ചേർന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അടുത്തതായി നന്ദി രേഖപ്പെടുത്താൻ ശ്രീ ബാലു വളർന്നു വരുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും ബഹുമാനരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ സെഷൻ ഇപ്പോൾ തന്നെ വളരെ ഡിലേ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ ഒരു പ്രസംഗമോ നന്ദി പറച്ചിലോ ഇല്ല. ഈ വേദിയിൽ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാർക്ക്, ബഹുമാനായ ശ്രീ
AP അൽകുമാർ അവർകൾ അദ്ദേഹം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഏറ്റവും അധികം ഈ വിഭാഗത്തിന് ആനുകൂല്യങ്ങൾ കിട്ടിയത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയങ്കരനായ ഡോക്ടർ BR അംബേദ്കറുടെ കൊച്ചുമകൻ ശ്രീ പ്രകാശ് അംബേദ്കർ അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയങ്കരനായ മുഴുവൻ പേരെയും ശ്രീ ജിഗ്നേഷ് മേവാനി, ശ്രീ ധന്യാരാമൻ, ശ്രീ UB വെങ്കടേഷ് സാർ, മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തായി ഭക്ഷണത്തിലേക്ക് വേണ്ടി പിരിയുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ തുടങ്ങും. ബഹുമാന്യരെ, പുറത്ത് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. 15 മിനിറ്റാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അവിടെ 2 കൗണ്ടറുകളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഹാളിനുള്ളിൽ പ്രവേശിക്കണം. അടുത്ത സെഷൻ ആരംഭിക്കുവാൻ സമയമായിട്ടുണ്ട്. 2 കൗണ്ടറുകളിൽ ആ സൈഡിലായിട്ട് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഈ ഗസ്റ്റുകളെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, വാളണ്ടിയർമാർ. അവരെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം. നമ്മുടെ ഗസ്റ്റുകളെ കൊണ്ടുപോകേണ്ട വാളണ്ടിയർമാർ ദയവായി ഇവിടെ വന്ന് അവരെ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ഈ കോൺക്ലേവിൽ പങ്കെടുത്ത എല്ലാ പ്രതിനിധികളും സമാപന സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ അവർക്ക് നൽകാനുള്ള ബാഗ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റും ബാഗും വാങ്ങിക്കൊണ്ട് തന്നെ പോകണം. ആരും വാങ്ങാതെ പോകരുത്. സമാപന സമ്മേളനം കഴിഞ്ഞ ഉടൻ ബാഗും സർട്ടിഫിക്കറ്റും ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എല്ലാവർക്കും കൊടുക്കും. അത് വാങ്ങിക്കൊണ്ട് പോകണം. ഭാരതം രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയിട്ട് 70-ൽ പരം ആണ്ടുകൾ പിന്നിടുകയാണ്. എന്നാൽ രാഷ്ട്ര നിർമ്മാതാക്കൾ കിനാവു കണ്ട സമത്വവും സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും സ്വപ്നത്തിൽ മാത്രമായി അവശേഷിക്കുന്നവർ ഇന്നും മഹത്തായ നമ്മുടെ ഭാരതത്തിലുണ്ട്.
കേരളത്തിൻ്റെ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും അടിസ്ഥാനം അത് ആദിവാസി ദളിത് ജനവിഭാഗത്തിന് ശ്രദ്ധിക്കുക, പ്രയോജനപ്പെടുന്നു എന്നത്. രണ്ടാമത്തെ സെഷൻ കൃത്യം 2:15 തന്നെ ആരംഭിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കുവാൻ ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ എത്രയും വേഗം ഭക്ഷണം പൂർത്തിയാക്കി ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഗാന്ധിജി പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി അയിത്തോച്ചാടനം ഉൾപ്പെടുത്തിയത്. മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് അത്ഭുതാവഹമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. അതുവരെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിന്ന തീണ്ടൽ, തുടിയിൽ എന്നീ അനാചാരങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു വലിയ ജനവിഭാഗത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി അദ്ദേഹം മാറ്റി. അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മുന്നണി പോരാളികളാക്കി മാറ്റി. ഗാന്ധിജി അവരോടൊപ്പം താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പന്തി ഭോജനങ്ങളിൽ നാനാജാതി വിഭാഗങ്ങൾ പങ്കെടുത്തു. അവരെല്ലാം തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെയുള്ള തങ്ങളുടെ വികാര വിചാരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഹലോ ഹലോ വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക്, ഭക്ഷണം കഴിച്ച എല്ലാ ഡെലിഗേറ്റ്സിനെയും ഉടൻ തന്നെ ഹാളിനകത്ത് വരാൻ പറയണം. സെഷൻ ഉടൻ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. വോളണ്ടിയേഴ്സ് ഉടൻ തന്നെ ഭക്ഷണം കഴിച്ച എല്ലാ ഡെലിഗേറ്റ്സിനെയും ഹാളിനകത്ത് വരാൻ പറയണം. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയുകയും അവയിൽ ആരാധന തോന്നുകയും ചെയ്ത ലക്ഷോപലക്ഷം കുട്ടികളിൽ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. സംസ്ഥാന ബാലജന സഖ്യം വൈസ് പ്രസിഡന്റും ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന രമേശ് എന്ന ബാലനെ രാഷ്ട്രപിതാവിൻ്റെ നിസ്തുല ജീവിതം ആവേശം കൊള്ളിച്ചു. താൻ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് കിട്ടുന്നുണ്ടോ എന്നതുപോലുള്ള ചിന്തകൾ ആ ബാലനിലുമുണ്ടായി. സ്കൂൾ പഠനകാലത്ത് തന്നെ താൻ കൊണ്ടുപോകുന്ന ഉച്ചഭക്ഷണം സഹപാഠിയായ ദരിദ്ര സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുന്ന ഒരു സഹജ അവബോധം അദ്ദേഹത്തിൽ രൂപപ്പെട്ടിരുന്നു. മഹാത്മാ ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നേതൃപാടവം കാഴ്ചവെച്ച് രമേശ് ചെന്നിത്തല വളരുമ്പോഴും സമൂഹത്തിലെ നിസ്വവർഗങ്ങൾക്കായി എന്തു ചെയ്യാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പട്ടികജാതി പട്ടികവകുപ്പ് കൈകാര്യം ചെയ്ത
രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയിട്ട് 70-ൽ പരം ആണ്ടുകൾ പിന്നിടുകയാണ്. എന്നാൽ രാഷ്ട്ര നിർമ്മാതാക്കൾ കിനാവു കണ്ട സമത്വവും സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും സ്വപ്നത്തിൽ മാത്രമായി അവശേഷിക്കുന്നവർ ഇന്നും മഹത്തായ നമ്മുടെ ഭാരതത്തിലുണ്ട്. രാജ്യം മുന്നോട്ട് പോകുമ്പോഴും പിന്നാക്കം പോകുന്നവർ, പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവർ, അയിത്തം അവസാനിച്ചുവെന്ന് ഊറ്റം കൊള്ളുമ്പോഴും അകലം പാലിക്കുന്നവർ, പ്രകൃതിയുടെ സമൃദ്ധിയിൽ കഴിയുമ്പോഴും ദരിദ്രരാക്കപ്പെടുന്നവർ, ആദിവാസികൾ. ആദിവാസി ദളിത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം രാഷ്ട്രപിതാവിൻ്റെ വാക്കുകൾ ഓർക്കുന്നു. ഏതു വികസനം കൊണ്ടുവരുമ്പോഴും സമൂഹത്തിലെ ദരിദ്ര നാരായണന്മാർക്ക് അതെങ്ങനെ പ്രയോജനപ്പെടും എന്നാണ് നാം ചിന്തിക്കേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞു. ഒരു സമൂഹത്തിൻ്റെ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും അടിസ്ഥാനം അത് ആദിവാസി ദളിത് ജനവിഭാഗത്തിന് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നതാണ്. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരുവൻ കൂടി വികസനത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ വികസന സങ്കല്പത്തിൽ പൊളിച്ചെടുത്തൽ നടത്തണമെന്നും എല്ലാവർക്കും തുല്യത വേണമെന്നും ഗാന്ധിജി പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി അയിത്തുച്ചാടനം ഉൾപ്പെടുത്തിയത്. മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് അത്ഭുതാവഹമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. അതുവരെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിന്ന തീണ്ടൽ, തുടിയിൽ എന്നീ അനാചാരങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു വലിയ ജനവിഭാഗത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി അദ്ദേഹം മാറ്റി. അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മുന്നണി പോരാളികളാക്കി മാറ്റി. ഗാന്ധിജി അവരോടൊപ്പം താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പന്തി ഭോജനങ്ങളിൽ നാനാജാതി വിഭാഗങ്ങൾ പങ്കെടുത്തു. അവരെല്ലാം തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെയുള്ള തങ്ങളുടെ വികാര വിചാരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയുകയും അവയിൽ ആരാധന തോന്നുകയും ചെയ്ത ലക്ഷോപലക്ഷം കുട്ടികളിൽ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. സംസ്ഥാന ബാലജന സഖ്യം വൈസ് പ്രസിഡന്റും ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന രമേശ് എന്ന ബാലനെ രാഷ്ട്രപിതാവിൻ്റെ നിസ്തുല ജീവിതം ആവേശം കൊള്ളിച്ചു. താൻ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് കിട്ടുന്നുണ്ടോ എന്നതുപോലുള്ള ചിന്തകൾ ആ ബാലനിലുമുണ്ടായി. സ്കൂൾ പഠനകാലത്ത് തന്നെ താൻ കൊണ്ടുപോകുന്ന ഉച്ചഭക്ഷണം സഹപാഠിയായ ദരിദ്ര സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുന്ന ഒരു സഹജ അവബോധം അദ്ദേഹത്തിൽ രൂപപ്പെട്ടിരുന്നു. മഹാത്മാ ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നേതൃപാടവം കാഴ്ചവെച്ച് രമേശ് ചെന്നിത്തല വളരുമ്പോഴും സമൂഹത്തിലെ നിസ്വവർഗങ്ങൾക്കായി എന്തു ചെയ്യാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പട്ടികജാതി പട്ടികവകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയായ ലീഡർ K. കരുണാകരൻ ആ ചിന്തയ്ക്ക് ആവേഗം പകർന്നു. 1986-ൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരിക്കുമ്പോൾ ഗ്രാമവികസന വകുപ്പിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കും ആദിവാസി വിഭാഗക്കാർക്കുമായി പല ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ രമേശ് ചെന്നിത്തല ശ്രദ്ധിച്ചു. വികസനത്തിൻ്റെ ഗുണഫലം സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിലും എത്തിക്കുന്നതിന് സമൂഹം ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് 2012 ജൂൺ മാസത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു ചെന്നത്. ഈ സന്ദർശന പരിപാടിയിലൂടെ ആദിവാസികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ രമേശ് ചെന്നിത്തല എന്ന ജനനായകന് കഴിഞ്ഞു.
തങ്ങളുടെ ആകുലതകളിലേക്കും ആതുരതകളിലേക്കും ഇറങ്ങി വന്ന രമേശ് ചെന്നിത്തലയെ കളങ്കമേൽക്കാത്ത സ്നേഹാദരങ്ങളോടെയാണ് ഗോത്രജനത വരവേറ്റത്. പ്രതികൂല കാലാവസ്ഥ പോലും ചെന്നിത്തലയുടെ ആത്മാർത്ഥതയ്ക്കും നിശ്ചയദാർഢ്യത്തിനും മുന്നിൽ ഒന്നുമല്ലാതായി. അട്ടപ്പാടിയിലെ അഗളി, പുതൂർ, ഷോളയൂർ പഞ്ചായത്തുകളിലെ വിവിധ ഊരുകൾ സന്ദർശിച്ച അദ്ദേഹത്തോട് കാടിൻ്റെ മക്കൾ തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പങ്കുവച്ചു. അട്ടപ്പാടിയുടെ വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്ന തീരുമാനം അവിടെ വച്ചാണ് അദ്ദേഹം കൈക്കൊണ്ടത്. പിന്നീട് അതത് വകുപ്പ് മന്ത്രിമാരുമായി നടത്തിയ നിരവധി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അട്ടപ്പാടി നിവാസികളുടെ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അദ്ദേഹത്തിനു കഴിഞ്ഞു. സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോർ, ചിറ്റൂർ കൽക്കണ്ടി, ജെല്ലിപ്പാറ, കാരറ, ആനക്കുട്ടി, കോട്ടത്തറ, പുതൂർ എന്നിവിടങ്ങളിൽ നന്മ സ്റ്റോറുകൾ എന്നിവയുൾപ്പെടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു. പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ആവശ്യമായ നാരകത്തറ ചക്കച്ചമ്പാക്ക് റോഡ് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിനും പയറ്റുപാക്ക് ആലംശ്രാക്കൽ കലുങ്ക് റോഡ് നിർമ്മിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് തുക അനുവദിപ്പിക്കുന്നതിനും അദ്ദേഹത്തിനു കഴിഞ്ഞു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന താവളം, മൂളി, ഊട്ടി റോഡ് പുനരുദ്ധാരണത്തിന് നടപടിയായത് ഊരു നിവാസികൾക്ക് പുതിയൊരു ഊർജം നൽകി. ആദ്യമായ ഒരു അനുഭവം ഈ മന്ത്രിമാർ നമ്മമ്മല്ല മന്ത്രി അമ്മല്ല വന്ന് കണ്ടാണ്. ഇതെല്ലാം ನಿಮ್ಮ ಅಂಗೈರಿಕೂಡೋ ಇನ್ನಿಂ ಬರಡೋ ಈ ಬಟ್ಟೆಗೂ ಇನ್ನಿಂ ಬರಡೋ ಬಂದೆ ಮುಗ್ಗೂರೆಲ್ಲ ನೋಡಿ ನೆಲಮ ಏಮನೆಲ್ಲ നല്ല ക്ലീൻ ആക്കി നിമ്മണമാരെ ഏമ്മണ ആക്കി വെക്കടോ. അപ്പൊ നിമാക്കി ഇത് ബന്ധാർക്കൊരു സന്തോഷ. ഇയാളെ കണ്ട് സംസാരിച്ചതെല്ലാം വളരെ നന്ദി. ജനങ്ങൾക്കൊക്കെ നന്ദി. നമസ്കാരം, നന്ദി. ആദിവാസി ജനതയുടെ തൊഴിൽ സംരംഭങ്ങൾക്കായി പട്ടികജാതി പട്ടികവർഗ വികസന ഫെഡറേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നതിനുള്ള അവസരം ഒരുക്കിയതിലൂടെ യുവജനതയിൽ പ്രത്യാശയുടെ തിരികൊളുത്താനും ഈ ജനനേതാവിന് കഴിഞ്ഞു. അട്ടപ്പാടി മേഖലയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി അട്ടപ്പാടിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ഡാമിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുക, സ്കൂൾ, ആശുപത്രി, സർക്കാർ ഓഫീസുകൾ എന്നിവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തരമായി അംഗീകരിച്ച് നടപടികൾ ആരംഭിക്കുന്നതിന് മുഖ്യമന്ത്രി വൈകാതെ നിർദ്ദേശം നൽകി. 140 വർഷം മുമ്പ് നിർമ്മിച്ച വീടുകളുടെ അറ്റകുറ്റപ്പണി അദ്ദേഹം സന്നദ്ധനായി. മാതാപിതാക്കൾ ഉപേക്ഷിച്ച 7ാം ക്ലാസ്സുകാരനായ ഉണ്ണിയുടെ രക്ഷാകർതൃത്വവും ചെന്നിത്തല ഏറ്റെടുത്തു. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ താമസിച്ച് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ പുതിയൊരു ആശയം രൂപമെടുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദളിത് പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനുള്ള ഒരു പരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അദ്ദേഹം ആ പരിപാടിക്ക് ഗാന്ധി ഗ്രാമം എന്ന അർത്ഥപൂർണമായ പേരും നൽകി. ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു കർമ്മ പരിപാടിയാണ് ഗാന്ധി ഗ്രാം.
എല്ലാ ന്യൂ ഇയർ ദിവസങ്ങളിലും പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ സന്ദർശിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഗാന്ധിഗ്രാം. ഏതാണ്ട് 28ഓളം കോളനികളിൽ ഇതിനകം തന്നെ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ പ്രിയമുള്ളവരെ, അതോ അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. നല്ലവരായ ജനങ്ങളുടെയോ ഈ സെഷനിൽ പങ്കെടുക്കുന്നത് പദ്ധതി നടപ്പാക്കുക. ശ്രീമതി പി കെ ജയലക്ഷ്മി, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക, ശ്രീമതി അൻസാരി അനസൂയ, ചെയ്യുക, അതോടൊപ്പം ശ്രീമതി വർഷ, പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രീമതി ജ്യോതി തുടങ്ങിയിട്ടുള്ള നിരവധി കർമ്മ പദ്ധതികൾ ഗാന്ധിഗ്രാം എത്രയും വേഗം ഡയസിൽ എത്തിച്ചേരേണ്ടതാണ്. UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഈ സന്ദർശിച്ച ഓരോ കോളനിക്കും 1 കോടി രൂപ വെച്ച് അന്നത്തെ പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി CAP അനിൽകുമാർ അവർ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ വിപുലമായ ലക്ഷ്യത്തോടുകൂടി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി കൈവരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 14 പട്ടികജാതി കോളനികളെയാണ് ഗാന്ധിഗ്രാമം എന്ന ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം പഞ്ചായത്തിൽപ്പെട്ട അപ്പോളോ കോളനി മുതൽ കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക പഞ്ചായത്തിൽപ്പെട്ട ഗോളിയടുക്ക സെഷൻ ആരംഭിക്കുകയാണ്. ഈ സെഷൻ്റെ അധ്യക്ഷയായി മുൻ മന്ത്രി ശ്രീമതി പി കെ ജയലക്ഷ്മിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ അടുത്ത സെക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സെമിനാറിൻ്റെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് രേഷ്മയെ ക്ഷണിക്കുന്നു. നവലിബറേഷൻ്റെ ഭാഗമായി നിരവധി മാറ്റങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മാറ്റം നമ്മുടെ രാജ്യത്തും തലസ്ഥാനത്തും സംസ്ഥാനത്തും എല്ലാം ഉണ്ടായിട്ടെങ്കിലും ദളിത് വനിതകളുടെയും സമൂഹവും ഇന്നും പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ട്. ഭരണഘടനയുടെ പരിരക്ഷ ഉറപ്പു പറയുന്ന പല നിയമങ്ങളും ഈ ജനവിഭാഗത്തിന് ഗുണകരമായി ഭവിക്കുന്നില്ല. ഈ കോൺക്ലേവ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിച്ച് ബന്ധപ്പെട്ടവർക്ക് നൽകി പരിഹാരം കാണുമെന്ന വിശ്വസ്തയോടുകൂടി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ സെക്ഷൻ്റെ അധ്യക്ഷയും മുൻ മന്ത്രിയുമായ പി കെ ജയലക്ഷ്മി അവരുകളെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ സെക്ഷൻ്റെ ഉദ്ഘാടകയായ സീതക്ക എന്നറിയപ്പെടുന്ന തെലങ്കാന പഞ്ചായത്ത് രാജ് മന്ത്രി ശ്രീമതി ധൻസാരി അൻസൂയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട MP വർഷ ഗോയിക്ബാദിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട MLA ജ്യോതി ഏകനാഥ് ഗോയിക്ബാദിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. എംപവർമെൻറ്റ് ഓഫ് ദളിത് ലേഡീസ് എന്ന ഈ സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ പരിപാടി, ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യയായ തെലങ്കാന
പഞ്ചായത്ത് രാജ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ധനസാരി അനസൂയ സീതക്ക മാഡം അവർകൾ, ബഹുമാന്യരായ ഇവിടെ ഇൻവൈറ്റഡ് ടോക്ക് നടത്തുന്ന ബഹുമാന്യരായ മഹാരാഷ്ട്ര ഫോർമർ മിനിസ്റ്ററും MP-യുമായ ബഹുമാന്യ ശ്രീമതി വർഷ ഗെയ്ക്വാദ് MP അവർകൾ, ഇവിടെ സ്പെഷ്യൽ അഡ്രസ്സ് നടത്തുന്ന ഏറെ ബഹുമാന്യരായ ഗെയ്ക്വാദ് MLA ബഹുമാന്യ ശ്രീമതി ജ്യോതി അവർകൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് നേതൃത്വം കൊടുത്ത നമുക്കറിയാം ഏറെ ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഗാന്ധിഗ്രാമം പരിപാടിയിലൂടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ദളിതരുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെ വേണ്ടിയിട്ട് ക്ഷേമത്തിനും അവരുടെ ഓരോ ന്യൂ ഇയറിനും ഓരോ ഊരുകളിൽ താമസിച്ച് അതിന് തുടക്കം കുറിച്ചത് ഏറ്റവും പട്ടികവർഗ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മാനന്തവാടി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. അന്ന് നമുക്കറിയാം മാവോയിസ്റ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ഊരിൽ വിഷയമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറ് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഞാനും സാറിൻ്റെ ക്യാബിനറ്റിലൊരു അംഗം കൂടിയായിരുന്നു. സാറ് അവിടെ വന്നു ആ ഊരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഉറപ്പ് വരുത്തി അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് എൻ്റെ അടുത്ത് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ആ ഊരിൻ്റെ മുഴുവൻ വികസനവും ഉറപ്പുവരുത്തുകയും സാറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ പല പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട കോളനികളുടെ വികസനത്തിനൊക്കെ നമ്മോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ഗാന്ധിഗ്രാമം പദ്ധതിയിലൂടെ നിരവധി നമ്മളെ ഓരോരുത്തരെയും നമ്മളൊരു സഹോദരി സഹോദരന്മാരെ പോലെ അടുത്തറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കുറിക്കാം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാറേ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് നടത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കുറിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായി ഈ പരിപാടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന തെലുങ്കാന പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ധനസാരി അനസൂയ സീതക്ക മാഡം, നമുക്കറിയാം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു ഹാവ് എ ബിഫോർ a remarkable woman a leader, Anasuya Sidaka Madam, in the Minister for Women and Child Development of Telangana and a Congress leader. As we discuss in the Adivasi and Dalit women and their empowerment, her presence serves as an inspiration and encouragement for all of us as she tirelessly raises her voice and fight for the upliftment of women from marginalized Dalit communities across in the country. Likewise, in the presence of our esteemed special guests, Srimati Varsha Gaikwad MP and Srimati Jyoti Eknath Gaikwad MLA further enhance in the significance of their event. നമുക്കറിയാം നമ്മുടെ UDFൻ്റെ ഗവൺമെൻറ് കാലത്ത് ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട്
നമുക്ക് ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും ഒരുപാട് മുന്നോട്ട് പോയെങ്കിൽ പോലും നമുക്ക് ഇന്നും പലയിടങ്ങളിലും രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ദളിതർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അതോടൊപ്പം തന്നെ നമുക്കറിയാം കുടുംബശ്രീയിലൂടെയൊക്കെ സാമ്പത്തികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇനിയും നമ്മളുടെ സമൂഹത്തിൻ്റെ ഏറ്റവും മുഖ്യധാരയിലേക്ക് എത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ സെമിനാറിലൂടെ ഇവിടെ വരുന്ന ചർച്ചകളൊക്കെ അത് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താൻ എല്ലാവരുടെയും പങ്ക് തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യായ തെലങ്കാന പഞ്ചായത്ത് രാജിൻ്റെ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ശ്രീമതി ധനസരി അനുസൂയ അവർകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Good afternoon, my Kerala brothers and sisters, and I want to thank Ramesh Chinnithala for inviting this Dalit Women Empowerment Conclave, and respected Jayalakshmi ji, ex-minister, and Srimati Varsha Gaikad, MP, former minister Maharashtra, and Srimati Jyoti Gaikad, MLA. We gathered today to address a very important and urgent issue, the empowerment of Dalit women. These women standing at the intersection of caste, gender, and class oppression face reality far harsher than that of the so-called mainstream society. In a nation where women constitute half of the population, it is deeply troubling that they remain neglected, exploited, and deprived of political representation. The injustice worsens for Dalit women who endure double discrimination, first as a woman and then as Dalits. They are not only excluded from political power, but also denied social, economical opportunities also, trapped by centuries of systemic inequality. The women in our society looked as a second-class citizens, whereas the Dalit women are looked as almost third-class citizens. They are facing double burden of discrimination. Dalit women are getting married at a very young age. This is a very important issue to discuss. They are being denied their joyful life, and their dreams and aspirations are being destroyed. The burden of poverty is pushing them to go child marriages, and these marriages are creating additional burden is health crisis in the Dalit women. Our daughters are still suffering in the corner. Empowerment in its true sense is about gaining control over material assets, intellectual resources, and even ideology. It is about enabling Dalit women to participate in decision making, to wield power, and to transform their realities. It is about breaking the chains of caste-based oppression that have historically confined them to the margins of society. In Kerala's fight for equality, Ayyankali and Nangeli stands as a powerful symbols of resistance.
Nangeli, a Dalit woman, made an unforgettable sacrifice against the suppressive breast tax that forced lower caste women to pay for covering their chest. Refusing bow to injustice, she cut off her breast in protest, bleeding to death, and her deficiency led to the abolition of the tax. Our Constitution recognized this injustice. Article 14, 15, 16, 39 and 46, among other, guarantee gender equality, prohibit caste-based discrimination, and promote the welfare of weaker sections. The 73rd Constitutional Amendment Act 1992, passed during Congress government, which was dream of Rajiv Gandhi, stand as a landmark reform, reserving 33% of seats for women, including Dalit women, in Panchayati Raj institutions, creating a pathway for their political empowerment. Yet laws alone are not enough. The lived reality of Dalit women continue to one of suppression and violence, rooted in age-old superstition and social norms. They are denied education, economic independence, and even the freedom to make decisions within their own homes. History bears witness to the resilience of Dalit women, inspired social remarks like Jyotiba Phule, Dr. B.R. Ambedkar, and Periyar. They have fought alongside men for freedom and justice, from the national independence struggle to fight for voting rights and equality. Their voice, however, remains unheard. There must be a change in mindset first. We must challenge the patriarchal and casteist beliefs that keep Dalit women oppressed. We must create opportunities in education, employment, and politics that truly uplift them, not as a token gesture, but as a commitment to justice. It is time to recognize that the empowerment of Dalit women is not a charitable act. It is a moral, social, and constitutional obligation. Their empowerment will reshape our democracy into more just, equitable, and human society. A society where no woman, regardless of caste or class, is left behind. Let us not merely speak of empowerment. Let us act with urgency and unwavering resolve to ensure that Dalit women rise as leaders, thinkers, and change makers. Because their empowerment is not just their right, it is the nation's strength. I would like to conclude by saying empowerment is not a gift, it is a right. Let us take a pledge to give back that right to the Dalit women. Thank you. Thank you so much. Thank you, ma'am. Next, invited talks ആണ് ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര മുൻ മന്ത്രിയും ഗെയ്ക്വാദ് എം പിയും കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീമതി വർഷ ഗെയ്ക്വാദിനെ ക്ഷണിക്കുന്നു. ನಮಸ್ಕಾರ ತುಂಬ ಸಂತೋಷ. Thank you very much for this discussion. मंच पे उपस्थित अनुसुया जी, she is my good friend of mine. We work together and I'm really appreciating her speech, what she given. So thank you very much. My sister, younger sister Jyoti Gaikwad ji, she's an MLA from Dharavi. So I welcome her. Reshma ji, then Jaya Lakshmi ji, our beloved colleagues from ex-member of parliament, she is sitting beside me.
सभी को बहुत धन्यवाद। मैं थोड़ा स्पष्ट बात करना चाहूँगी, करूँ कि नहीं करूँ? जिग्नेश, व्हाट इज़ योर ओपिनियन? हाँ, बिल्कुल, मैं बहुत खुश हूँ कि आज हमने ये दलित प्रोग्रेसिव कॉन्क्लेव रखा है। और जब मैं अंदर आई, मैंने पूरे रूम में देखा महिलाओं के, क्योंकि हमें तो वुमेंस की बात करने के लिए बिठाया है, खड़ा किया है अभी, और मैंने जब रूम में देखा तो कितनी कम संख्या में महिलाएं मुझे दिखी। और मुझे भी इस बात की दुख है कि जब तक हम इस रूम में पूरा महिलाओं को भरने तक काबिल नहीं होंगे, तब तक एम्पावरमेंट नहीं होगा महिलाओं का। तो इस पे हमको सबसे पहले तो काम करना चाहिए। आई होप यू पीपल अंडरस्टैंड हिंदी। हाँ, बिल्कुल। तो मैं थोड़ी सी तो करते हो, तो थोड़ा थोड़ा बोल देती हूँ मैं। तो मैं जब आई तो मैंने देखा, मुझे पहली बात वो बहुत ज़्यादा हर्ट हुई। फिर मैं आपके सामने एक उदाहरण रखना चाहती हूँ। आई एम अ वुमन who came from a local body school. Right now I'm a parliament, I elected as a member of parliament from Mumbai city and from a general seat. So I have full right to vouch about the Dalit progressiveness, right? Because 4 times MLA, now I'm a member of parliament. Minister 3 times minister. So I can speak about that thing. हम लोग बात करते हैं प्रोग्रेस की, बात करते हैं महिलाओं की, लेकिन हम हमेशा देखते हैं कि महिलाओं की बात आती है तो कहीं ना कहीं रूम में भी बहुत सारा अलग चीज़ें दिखती है। मैं हमेशा देखती हूँ कि जब भी दलित महिलाओं की बात आती है तो सबसे बड़ा टारगेट हमारे माय डियरेस्ट फ्रेंड जिग्नेश मेवानी मेंशन अबाउट द केक एंड द चेरी ऑन द केक, बट हाउ मच परसेंटेज वी हैव इन दैट चेरी, जस्ट मेंशन दैट थिंग आल्सो। वुमन तो चेरी में से भी पीनट भी नहीं होगी, कोई तो सीड होगी। हम आज आप बात करेंगे पॉलिटिक्स की, तो पॉलिटिक्स में हम जो महिलाएं यहाँ पे बैठी है, आप सबकी स्टोरी सुनना, सब स्ट्रगल करके यहाँ तक आई है, बहुत मेहनत से यहाँ तक आई है, क्योंकि आने के लिए बहुत रोकने का काम होता है, और महिलाएं जब यहाँ तक आती है तो बहुत स्ट्रगल से आती है। मुझे इस बात की खुशी है कि आज हम दलित महिलाओं की बात करते हैं कि सबसे ज़्यादा अगर तकलीफ किसी को सहना पड़ता है तो दलित महिलाओं को सहना पड़ता है। इसीलिए बाबा साहब ने हिंदू कोड बिल लाया था, और बाबा साहब की इच्छा थी कि महिलाएं हर क्षेत्र में आगे निकल के जाएं। आज 33% की बात की, हमारे लोकल बॉडी में हमने 50% किया है, लेकिन आज भी नारी अभिनंदन वंदन बिल आता है। केरला में अगले साल इलेक्शन होने वाला है, लेकिन केरला की महिलाओं को उसका कुछ फायदा नहीं होने वाला है। होने वाला है क्या? बिकॉज उसमें यही नहीं आया है कि महिला रिजर्वेशन होना चाहिए, किसमें? लोकसभा में और विधानसभा की सीटों में। जब तक महिलाओं को रिप्रेजेंटेशन नहीं मिलेगा, हमको रिप्रेजेंटेशन मिला, मौका मिला, इसलिए हम मंच तक आ गए। जब मिलेगा तो महिला यहाँ तक बहुत सारी आ जाएगी, लेकिन मिलता ही नहीं मौका। अब मैं बात करना चाहूंगी संगठन का। मैंने थोड़ी देर पहले जिग्नेश से कहा कि हम बहुत भाग्यशाली है कि हमें संगठन के प्रमुख का भी पद मिला है, क्योंकि सिर्फ हम मेंबर ऑफ पार्लियामेंट नहीं है, हम अध्यक्ष भी हैं और समाज से भी आते हैं, विचारधारा पे चलते हैं बाबा साहब के। बाबा साहब ने हमें क्या सिखाया है? बाबा साहब ने हमें यही सिखाया, संगठित हुआ, शिका आणि संघर्ष करा। तो हम तो संघर्ष करने में से आगे आए हैं, ये हमें बाबा साहब ने सिखाया है, और बाबा साहब ने जो हमें सिखाया उसके ऊपर हम काम करते हैं। बाबा साहब ने हमें सिखाया अगर समाज को देखना है तो वहाँ की महिलाओं की परिस्थिति को देखकर समाज को सीखो। तो संगठन में जब आप प्रोग्रेस की बात कर रहे हैं, के राजू जी मेरे सामने बैठे हैं, संगठन में जब तक महिलाओं को प्रतिनिधित्व नहीं मिलेगा तब तक महिलाएं आगे नहीं आएगी। जिनको मौका मिला वो आगे आई, जिनको मौका नहीं मिला वो आगे नहीं आई। हम टिकट की बात करते हैं, हम हमेशा कहते हैं कि नहीं हमें टिकट देना चाहिए, महिलाओं को आगे लाना चाहिए। 33% रिजर्वेशन बिल्कुल लोकल बॉडी से 50% हो गया, बट लोकसभा और विधानसभा में हम बात करते हैं तो हम कितनी महिलाओं को टिकट देते हैं? संगठन में आप जिला अध्यक्ष बनाते हैं या ब्लॉक अध्यक्ष बनाते हैं, हम कितने संगठन में देते हैं पद? हम किस में देते हैं महिलाओं को? महिला कांग्रेस में देते हैं। See, I am not opposite about anyone. This is a fight to be equal, and that is our right to be. And हम लोग वही मांग रहे हैं। तो मैं ये चाहती हूँ कि शुरुआत अगर कहीं से हो जाए तो केरला कांग्रेस से शुरुआत हो जाए, ये इलेक्शन से शुरुआत हो जाए, तो हम मानेंगे कि हम जो आज ये कॉन्क्लेव किया है उसका कुछ नतीजा आया है। मैं ये बात कहना चाहती हूँ, बहुत से लोगों ने फंड की बात की। हमने महाराष्ट्र में देखा, अभी नितिन भाऊ भी हमारे बैठे हैं, उनको भी मालूम है, 4000 करोड़ रुपया यहाँ गया, 3000 करोड़ रुपया दूसरे डिपार्टमेंट को दिया गया।
मैं कर्नाटक, आंध्र प्रदेश और तेलंगाना का धन्यवाद दूंगी कि उन्होंने स्पेशल कंपोनेंट एक्ट निकाला। बिल्कुल यूबी वेंकटेश जी ने कहा, मैं भी उस बात से सहमत हूँ, हमारे मैनिफेस्टो में होना चाहिए। और मोदी जी को भी मेरा कहना है कि स्पेशल कंपोनेंट एक्ट पूरे देश के लिए करना चाहिए, ताकि एससी और एसटी का जो हक का पैसा है वो कहीं बाहर नहीं जाए। हम देखते हैं कि बहुत सारी चीज़ों में हमें देखने को मिलता है कि कॉन्स्टिट्यूशन ने तो हमें हक दिया है, कॉन्स्टिट्यूशन ने तो हमें पूरा, चाहे वो आर्टिकल मैडम ने अभी पढ़े 14, 15, 16, 31, कॉन्स्टिट्यूशन ने तो हमें राइट दिया है। और राइट की वजह से आज वर्षा गायकवाड़ यहाँ पे खड़ी है, बाबा साहब की वजह से वर्षा गायकवाड़ यहाँ खड़ी है, और कांग्रेस पार्टी की वजह से वर्षा गायकवाड़ यहाँ खड़ी है। ये तो बात सच है, ये तो मैं एक्सेप्ट करके चल रही हूँ। लेकिन जब तक हमारे पूरे समाज के लिए, क्योंकि मैंने देखा है जब भी कोई एट्रोसिटी होती है उसका सबसे बड़ा टारगेट अगर कोई होती है तो वुमन होती है। आप खेरला जी देखिए, आप हमारे इधर कितनी भी घटनाएं होती है, गुजरात में कई घटनाएं होती है, सबसे बड़ा अगर अत्याचार किसी के साथ होता है तो महिलाओं के साथ होता है। ये दुर्भाग्यपूर्ण है, क्योंकि सबसे सॉफ्ट टारगेट अगर कोई किसी को करना चाहता है वो महिलाओं को करना चाहता है। और मैंने देखा कि चाहे वो रेप हो, चाहे वो एट्रोसिटीज हो, चाहे वो अलग अलग धारा हो, वो सब महिलाओं पे लगाने का काम होता है और महिलाओं को मतलब सार्वजनिक तौर पे ह्यूमिलेट करने का काम होता है। तो मेरा सभी से उम्मीद यही है, जब हम तो महाराष्ट्र से आते हैं जहाँ छत्रपति शिवाजी महाराज थे, जिन्होंने ये दिखाया कि किसी परस्त्री आपके पास आती है तो उसको माता का दर्जा दिया जाता है। क्रांति ज्योति सावित्रीबाई फुले, महात्मा ज्योतिबा फुले ने हमें सिखाया पढ़ना है। लेकिन जब तक ये सब चीज़ें नहीं होगी, मैंने देखा है महिला के खिलाफ केस डालते हैं तो एक अलग केस दूसरा भी डाल देते हैं, और ये जो केसेस डालने का क्रॉस केसेस चलती है, इससे माध्यम से महिलाओं को जो है बहुत बड़े पैमाने पे इससे ह्यूमिलेट होना पड़ता है। हमने देखा पिछले दिनों में हमारे यहाँ पे सूर्यवंशी की मौत हुई, जेल में हुई, लेकिन बीजेपी की सरकार ने उसको मानने का भी काम नहीं किया। हमने मध्य प्रदेश में देखा एक आदिवासी आदमी पे जो है वो एक बीजेपी के नेता के बेटे ने जो है वो लघु शंका की, फिर उस पर ऊपर कार्रवाई नहीं हुई है। तो मैं ये चाहती हुई आज जिस मीटिंग में हम लोग सब बैठे हैं, मैडम मुझे आपसे भी कहना है कि आपको भी एक समझना पड़ेगा कि आप वुमेन एंड चाइल्ड वेलफेयर मिनिस्टर के साथ मेरा एजुकेशन मिनिस्ट्री और मेरा सबसे कहना यही है कि कॉन्स्टिट्यूशन की वैल्यूज और कॉन्स्टिट्यूशन पढ़ाई में भी आना चाहिए। जब तक वो पढ़ाई में नहीं आएगा तब तक वो नए जनरेशन के साथ नहीं होगा। और जहाँ तक जो मैं समझती हूँ कि आज हम लोग जहाँ मिले हैं, तो मैं बाबा साहब की एक बात कहना चाहूँगी, जब तक रोटी और बेटी के व्यवहार नहीं होंगे तब तक जो है ये जात धर्म खत्म नहीं होगा। अब किसी ने कहा, मुझे लगता है जिग्नेश ने कहा कि कास्ट, तुमने कहा ना, आजकल तो पहले नाम सुनने के बाद वही लोग सोचते हैं कि कौन सी कास्ट है। इतना कास्टिज्म डाल के रखा है, जबकि हमें इससे बाहर निकालने का बाबा साहब ने सोचा था। फिर दुर्भाग्यवश आज वही हम देखते हैं। हम देखते हैं कि अगर कोई लड़का और लड़की शादी करते हैं इंटर कास्ट, हमने अभी देखा, तो ऑनर किलिंग होता है, उसके घर वालों को बॉयकॉट किया जाता है। अगर कोई लड़की अगर मोबाइल पे चले तो उसको तकलीफ देने का काम होता है। ये सब अगर आप घटनाएं देखोगे तो आपको एक चीज मुझे कहनी है, सबसे पहले तो समाज का जो है वो माइंडसेट चेंज करना पड़ेगा, समाज को साथ में आना पड़ेगा। मैं रमेश चंद्र तिलक जी का धन्यवाद देना चाहती हूँ कि वो हर साल 15 साल से एक कार्यक्रम कर रहे हैं कि नया साल वो हमेशा किसी के घर में बिताते हैं और ये मैसेज देते हैं। वो मैसेज ये देते हैं कि अगर हम लोगों से मिलने जाएंगे, लोग हमारे घर आएंगे तो ही ये समाज सुधर सकता है। और मैं ये अपेक्षा करती हूँ कि जिस समाज में 50% हमारी आबादी है, 50% जहाँ हम हैं, वहाँ पे हमारी आवाज़ को सुनना चाहिए, हमें वो हक मिलना चाहिए, चाहे वो संगठन हो, चाहे वो जैसा मैंने कहा टिकट हो, जहाँ क्योंकि आखिर ये पार्टी का है। मैं तो चाहूँगी कि आर्थिक सक्षमीकरण हो। मैडम को मालूम है उनके डिपार्टमेंट तो कई सारी स्कीम्स होती है जो हमारे SC/ST के लिए होती है। दुर्भाग्यवश ये जो मानसिकता है कि उसके फंड को ना खर्चा किया जाए। अभी मैं मैडम आपको बताना चाहूँगी, कितने साल से बच्चों का भी मतलब जब से सरकार आई है स्कॉलरशिप का बजट कम किया जा रहा है। स्कॉलरशिप के पैसे ही नहीं मूल बच्चों को आ रहे। हमें आज वर्षा गायकवाड़ यहाँ तक कैसे पहुँची? जैसा मैंने कहा कि बाबा साहब, जैसा मैंने कहा कि कॉन्स्टिट्यूशन, और तीसरा कांग्रेस पार्टी, वैसा चौथा कारण मेरा एजुकेशन भी है। अगर हम लोग एजुकेशन नहीं लेंगे तो हम लोग वहां तक पहुंचेंगे कैसे जहां तक हमें पहुंचना है? दुर्भाग्यवश हम देख रहे हैं कि प्राइवेट सेक्टर को, परसों मैंने रेल पे भाषण किया संसद में,
और मैंने कहा कि रेल को आप घाटे में दिखा रहे हो, लॉस्ट में दिखा रहे हो। आपने बीएसएनएल को लॉस्ट में दिखाया, एमटीएनएल को लॉस्ट में दिखाया, एयर इंडिया को लॉस्ट में दिखाया। 18,000 करोड़ में वो कंपनी आपने किसी को बेची, आपने एयरपोर्ट बेचे, आपने पोर्ट बेचे, आप एलआईसी को बेचने के कगार पे आ गए हो। तो प्राइवेट सेक्टर, आप जो पब्लिक सेक्टर था उसको प्राइवेट सेक्टर कर रहे हो। मुझे बताइए, देश के प्राइम मिनिस्टर ने कहा था, वो संसद में जाके सर झुका के कहा था, अगर मैं कॉन्स्टिट्यूशन को हाथ लगाऊंगा तो सुसाइड होगा। कॉन्स्टिट्यूशन बचा कहाँ है? आप मुझे बताइए सब लोग, कॉन्स्टिट्यूशन बचा कहाँ है? कॉन्स्टिट्यूशन बचने का काम और जो चलाने का काम जिन हाथों पे, क्योंकि बाबा साहब ने कहा था कि कॉन्स्टिट्यूशन अच्छा है या कॉन्स्टिट्यूशन पूरा है, ये उसको चलाने वाले हाथ तय करने वाले हैं। और जिन हाथों में हमने देश दिया है, जिस हाथों में हमने कॉन्स्टिट्यूशन दिया है, वो कॉन्स्टिट्यूशन चलाने वाले हाथ कहाँ है और कैसे है, मुझे आपको बोलने की जरूरत नहीं है। वो आप बाहर जाते हैं तो उनको याद आता है तथागत गौतम बुद्ध, फिर उनको याद आता है महात्मा गांधी जी। लेकिन यहाँ पे अगर आप देखोगे तो संसद में, सड़क पे, हर जगह कानून को जो है वो तोड़ने का काम करते हैं। तो मेरा आप सभी से निवेदन यही है, आज जो हम लोग यहाँ पे आए हैं, मैं यही अपेक्षा करना चाहूंगी सभी को कि देश के कॉन्स्टिट्यूशन ने महिलाओं को अधिकार दिया है। देश के कॉन्स्टिट्यूशन की वजह से आज हम लोग यहाँ तक आए हैं। हमारे नेता आदरणीय राजीव गांधी जी की देन है, हम सब महिलाएं यहाँ आए हैं। सोनिया गांधी जी की देन है, हम यहाँ तक आए हैं। अभी मैं चाहूंगी, जैसा मैंने शुरुआत में ही कहा, कि आने वाले दिनों में और महिलाएं, सर मैंने कहा कि संगठन में भी महिलाओं को जैसा है वैसा देना चाहिए, और मैंने कहा कि टिकटों में भी मिलना चाहिए। अब मैं तो हूँ सर, मैं तो हूँ, पर सर मेरा इसलिए कहना है कि जब तक रिप्रेजेंटेशन नहीं आएगा, आज इस रूम में भी 33% महिलाएं होनी चाहिए, 50 कंप्लीट होना चाहिए, बिकॉज हमारा पार्टिसिपेशन 50% होना चाहिए। तो मैं आप सबका बहुत धन्यवाद यहाँ से व्यक्त करती हूँ कि आप सभी ने हमें बुलाया। प्रोग्रेस तभी होगी जो गाड़ी के 4 पहिए एक साथ चलेंगे या 2 पहिए एक साथ चलेंगे। एक आगे चलेगा, एक पीछे चलेगा, गाड़ी वहीं रुक जाएगी। तो गाड़ी को अगर साथ में चलाना है तो 50% पॉपुलेशन वाली हम महिलाओं को साथ में लेके चलना पड़ेगा। हम डिजर्विंग है, वो हम लेके रहेंगे। धन्यवाद आप सभी का, धन्यवाद। जय भीम। നെക്സ്റ്റ് ടോക്ക് സ്പെഷ്യൽ അഡ്രസ്സ് നടത്തുന്ന ബഹുമാനപ്പെട്ട ധാരാവി MLAയും ജ്യോതി ഗെയ്ക്വാദ്, വർഷ ഗെയ്ക്വാദിൻ്റെ സഹോദരിയും കൂടിയാണ്, ധാരാവി MLA കൂടിയാണ്. അവരാണ് അടുത്തതായിട്ട് സംസാരിക്കുന്നത്. मंचक पर उपस्थित सभी मान्यवर और सभी सामने बैठे सभी मान्यवरों का मेरा सप्रेम जय भीम। और मैं पहले थैंक्स कहना चाहूँगी चिन्नीतला साहब को, जिन्होंने मुझे, मैं फ़र्स्ट टाइम MLA हूँ, फिर भी मुझे बुलाया है यहाँ और एड्रेस करने को कहा है। थैंक यू वेरी मच सर। अभी आज आपको सबको डेट पता है क्या है, 23 मार्च 2025। अभी 3 दिन पहले यानी 20 मार्च 1927 यहाँ महाराष्ट्र में एक प्लेस है, वहाँ डॉक्टर परम पूज्य डॉक्टर बाबा साहेब अम्बेडकर जी ने एक सत्याग्रह किया था पानी के लिए। चौदार तळ्याचं सत्याग्रह ऐसे मराठी में कहते हैं। पानी के लिए, पानी नहीं मिलता था। अभी उसको देखा जाए तो 100 साल पूरे हो गए, यानी उसको सिर्फ 2 साल बाकी है, 98 ईयर्स हो गए। फिर भी आपको लगता है क्या कि हमने इतनी प्रोग्रेस की है? क्योंकि हमको आज भी करना पड़ रहा है दलित प्रोग्रेस कॉन्क्लेव, क्योंकि प्रोग्रेस हुई नहीं है। हम सिटी में रहने वाले लोग हैं, हमको लगता है कि प्रोग्रेस हो गई, हम एजुकेशन में हैं, हम सब जगह हैं, ऑफिसर लेवल पे है, हम राजकारण में हैं। लेकिन आप देखेंगे, मैं अभी डॉक्टर हूँ, तो मैं जब हमारे 6 दिसंबर जो मुंबई में चैत्यभूमि में वहाँ ये रहता है, लोग आते हैं बहुत सारे, वहाँ कैंप होता है। आप वहाँ देखेंगे तो लोग ऐसे आते हैं गाँव से कि ऐसे लगता है कि इन लोगों के लिए हमको कुछ करना चाहिए। ये बहुत पिछड़े लोग हैं, सिर्फ हमको ऊपर मलाई दिखती है, हम बहुत अच्छे हैं। लोग कहते हैं कि आपको आरक्षण बंद करना चाहिए। ऐसे भी मैसेज घूम रहा था कि पहली जो अपनी प्रेसिडेंट है वो आदिवासी हो गई तो आरक्षण बंद कर देंगे। लेकिन कितनी ज़रूरत है अभी भी अपने लोगों को। हम गांव में देखा होगा कि अभी भी
कोई लड़का दलित है, वो उसने बुलेट ली है, सिर्फ बुलेट लिए उसके लिए उसका हाथ काटा गया। कोई होर्डिंग लगा रहा है बड़ा वाला, तो दलित है, दलित होके आपने होर्डिंग कैसे लिया, इसलिए उसमें मारहान हो रही है। कोई मूछे बढ़ा रहा है, ये भी बात देखो, मूछे बढ़ाना ये क्या अपना अभिव्यक्ति स्वातंत्र है, उस पर भी गदा डाल रहे हैं, उस पर भी अटैक हो रहा है। कोई शादी के लिए घोड़ी ले रहा है, उस पर भी अटैक हो रहा है। ये जो सब चीज़ें चल रही है वो अभी भी चल रही है, तो अभी भी हमको प्रोग्रेस करने की ज़रूरत है। हम महिलाएं हैं, महिलाएं सब दोनों भी, ताई ने बहुत अच्छा कहा है, महिलाओं के लिए वो एक्सपीरियंस भी है। मुझे इतना ही कहना है कि मैं यहाँ इस माध्यम से भारत रत्न परम पूज्य डॉक्टर बाबा साहब अम्बेडकर का धन्यवाद कहूँगी कि उन्होंने जो अपना नौकरी है, एजुकेशन है, मतदान है, इसमें हमको इक्वालिटी दी है, इसलिए हमको मिल रही है। और उन्होंने महिलाओं का सम्मान करने के लिए जो मैटरनिटी लीव होती है उसमें भी विद पे तुम लोगों को वो मैटरनिटी लीव ले सकते हैं, ये लिखा है। फिर भी अभी आप बाहर देखेंगे तो बहुत सारे महिलाएं, उनको पता नहीं है कि उनके लिए भी कुछ किया है, हिंदू कोड बिल में उनके लिए किया है, लेकिन वो कहती है कि डॉक्टर बाबा साहब आम्बेडकर ये दलितों के नेता है, हमारे नेता नहीं है। ये सबको समझना चाहिए, दलितों के नेता नहीं है, उन्होंने सबके लिए कॉन्स्टिट्यूशन में सबके लिए लिखा है, सबके लिए उसमें तरतूद है। मैं यहाँ इसी माध्यम से यही कहूँगी कि हम लोगों को राजकारण में, हमारे पिताजी एमएलए थे, एमपी थे, इसलिए हम इसमें आ गए हैं। लेकिन अभी महाराष्ट्र में आप देखेंगे, जहाँ मैं असेंबली में, जिस असेंबली में हूँ, वहाँ सिर्फ 22 महिलाएं हैं, 22 महिलाएं हैं पूरे 288 सदस्य, यानी इसकी संख्या कितनी कम है। तो दलित महिला तो कहाँ दिखाई भी नहीं देती, मैं अकेली हूँ, हमारी जो विरोधी पक्ष है वहाँ मैं अकेली महिला हूँ। तो ये जो अपना रेशियो है बढ़ाने के लिए सबको आगे आना पड़ेगा। सक्षमीकरण यानी क्या होता है आपको पता है, एम्पावरमेंट यानी इक्वालिटी लानी है, एजुकेशन में इक्वालिटी लानी है, आर्थिक जो इकोनॉमी है, इकोनॉमिकली इक्वालिटी लानी है, सब में सामाजिक, इसमें भी सोशल, इसमें भी इक्वालिटी लानी है, राजकारण में भी इक्वालिटी, पॉलिटिक्स में भी आनी चाहिए। तो इसके लिए सबको काम करना पड़ेगा। अभी आप कभी खेत में देखोगे तो खेत में जब काम करते हैं, एक महिला और पुरुष काम करते हैं, तो आपको पता होगा कि दोनों का जो डेली वेजेस होते हैं वो अलग होते हैं। हमको नौकरी के वजह से हमको सेम सैलरी मिलती है, लेकिन गांव में ये नहीं होता है, वो महिलाओं को कम समझते हैं। अभी दलित महिलाओं को क्या हालत है आपको सबको पता है। तो एजुकेशन में भी आप देखेंगे, घर में 2 बच्चे होंगे, एक लड़का होगा एक लड़की होगी, तो क्या कहते हैं हम तो एजुकेटेड है, लेकिन गांव में कहते हैं कि लड़के को पढ़ने दो, लड़की को काम पर लगाओ या घर में काम करने दो। तो ये परिस्थिति अभी भी है। तो हम लोगों को उस ग्रास रूट तक जाना पड़ेगा। हम लोगों को जो एजुकेटेड लोग हैं उनको उन लोगों के पास जाना पड़ेगा और उन लोगों का अपलिफ्टकरण करना पड़ेगा। उनको अपलिफ्ट करेंगे तभी कुछ हो पाएगा। यहाँ हम बैठ के हम क्या करना है, क्या मुझे अभी बहुत सारे योजनाएं समझ लेनी है, बहुत सारी योजना करनी है, तो मैं उसके बारे में मुझे इतना पता नहीं है, लेकिन मैं ज़रूर इतना कहूँगी कि हम जो एजुकेटेड लोग हैं उनको तो इस बारे में अपने समाज के लिए, अपने लोगों के लिए, जो अपनी मराठी में हम कहते हैं तळमळ, एक कुछ लगता है कि उनके लिए कुछ करे, तो वो करने का जज्बा रखिए। और आप, मुझे पता है आप ज़रूर कहेंगे कि हाँ यहाँ यंगस्टर बहुत सारे बैठे हैं, मैं देख रही हूँ, तो यंगस्टर को मैं कहूँगी कि आप उन लोगों के पास जाइए और उनको लोगों को क्या कर सकते हैं एजुकेशन में मदद। अभी जैन लोगों में एक पद्धत होती है, वहाँ किसी को फाइनेंशियल कुछ क्राइसिस हो, उनको कुछ बिजनेस करना हो, तो ऐसे लोन देते हैं खुद के ही समाज में कि आपको ये कुछ करना है तो ये लोन मिलेगा विदाउट आपको इंटरेस्ट। तो वो लोग विदाउट इंटरेस्ट लोन लेने से उनका प्रोग्रेस जल्दी होता है। तो हम भी ऐसी कुछ योजनाएं बनानी चाहिए अपने लोगों को मिलके कि हमारे लोगों का प्रोग्रेस कैसा हो। तो इतना ही कहूँगी कि मुझे यहाँ बुलाया, धन्यवाद। जय भीम, जय हिंद, जय महाराष्ट्र। അടുത്തതായിട്ട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്ന ഈ കോൺക്ലേവ് പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ
KPCCയുടെ അധ്യക്ഷനും കൂടിയായിരുന്ന മുൻ KPCCയുടെ അധ്യക്ഷനും കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ: ശ്രീമതി PK ജയലക്ഷ്മി, മുൻ മന്ത്രി; ശ്രീമതി ധൻസാരി അനസൂയ, മിനിസ്റ്റർ; ശ്രീമതി വർഷ ഗെയ്വാർ; ശ്രീമതി ജ്യോതി ഗെയ്വാർ MLA; ചന്ദ്രലേഖ നന്ദി പറയും. ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത സെഷൻ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. ശ്രീമതി സുധാകരൻ IAS, ശ്രീ K സോമപ്രസാദ് XMP, ശ്രീ P രാമഭദ്രൻ. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സോമപ്രസാദ് XMP ആണ്. അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള നേതാവാണ്. അവരുടെ വിഷയങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവും ദളിത് മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ശ്രീ P രാമഭദ്രൻ, കേരള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാനും KDPയുടെ സംസ്ഥാന അധ്യക്ഷനുമാണ്. അദ്ദേഹം ദളിത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. VR പ്രതാപനുണ്ടോ? സ്വാഗതം ആശംസിക്കുവാൻ VR പ്രതാപനെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ രാവിലെ മുതൽ സംസാരിച്ച നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലാത്ത കുറ്റങ്ങൾ കൊണ്ടോ കുറവ് കൊണ്ടോ വ്യവസ്ഥിതിയുടെ ചുഴിയിൽപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട കന്നുകാലി മേയ്ക്കലിലും കൃഷിയിലുമായി ഒതുങ്ങിക്കൂടിയ കരുത്തുറ്റ ഒരു ജനതയെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് കാലുറച്ച് മുന്നോട്ട് പോകാൻ സജ്ജമാക്കുകയും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ അവർ ഭാഗമാകണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ആശയങ്ങൾ ആവിഷ്കരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാനായ മഹാത്മാഗാന്ധിയുടെ എക്കാലത്തെയും പ്രോജ്വലമായ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വർത്തമാനകാല സംഖ്യയിൽ പരിശ്രമിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം കേരളത്തിൻ്റെ ഗ്രാമവികസന മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ആൾ എന്നതിലുപരി രാജ്യത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിൽ നിന്ന് ജാജ്വല്യമാനമായ നേതൃത്വം നൽകിയ വ്യക്തിത്വത്തിനുടമ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടപ്പാക്കിയ ഗാന്ധി ഗ്രാമം പദ്ധതിയുടെ 15 സംവത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഇത്തരമൊരു കോൺക്ലേവിന് തലസ്ഥാനത്ത്
നമ്മൾ തുടക്കമിടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്തെ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ തൊഴിലില്ലായ്മയും ഭൂപ്രശ്നങ്ങളും എന്നതാണ്. ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച് രാവിലെ ഇവിടെ സംസാരിച്ച ധന്യാരാമൻ അടക്കമുള്ള ആളുകൾ വളരെ സവിസ്തരമായി അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ സവിസ്തരമായി സംസാരിക്കുകയുണ്ടായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ തൊഴിലിടങ്ങളും തൊഴിലവകാശങ്ങളെ സംബന്ധിച്ച വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ദളിത് കോൺഗ്രസിൻ്റെ ഈ സെഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം കൂടി കൈകാര്യം ചെയ്യാൻ ശ്രീ രമേശ് ചെന്നിത്തല തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സാമൂഹ്യവും സാമുദായികവുമായ സംവരണങ്ങൾ പാലിക്കുന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും അടക്കമുള്ളവർ ഭരണകൂടങ്ങൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല തെല്ലും അതിന് വില കൽപ്പിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യത്ത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായി പ്രവർത്തിച്ചിരുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന ഒഴിവ് വരുന്ന തൊഴിലവസരങ്ങളിലേക്ക് തൊഴിൽ അന്വേഷകരെ കണ്ടെത്തുന്ന കാര്യത്തിൽ അവർക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിനകത്ത് അതിനുവേണ്ടി വ്യവസ്ഥാപിതമായി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ അവർക്കത് നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഭരണകൂടങ്ങളുടെ നയപരമായ ഇടപെടലുകൾ അവരുടെ നയങ്ങളും തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, ദളിതർ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരുടെ അടക്കമുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങളിൽ കിട്ടാവുന്നുള്ള അവസരങ്ങളെ പൂർണ്ണമായും ഹനിക്കുന്ന നിലപാടുകളാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപകാല നടപടികൾ രാജ്യത്ത് സ്ഥിരം തൊഴിൽ എന്ന സംവിധാനത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു നടപടി, ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന ഒരു നടപടിയിലൂടെ സ്ഥിരം തൊഴിൽ എന്ന സംവിധാനത്തെ പൂർണ്ണമായി കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. സൈന്യത്തിലടക്കം സ്ഥിരം തൊഴിൽ എന്നുള്ളത് 4 വർഷത്തേക്കൊക്കെ ചുരുക്കി എല്ലാ ഇടങ്ങളിലും ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് യാഥാർത്ഥ്യമാക്കി. അതുവഴി ഉണ്ടാകുന്ന നഷ്ടം, അതുപോലെ തന്നെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങളടക്കമുള്ള നിയമനങ്ങളെ ഗവൺമെൻറ് മരവിപ്പിക്കുകയോ അത് ഇല്ലാതാക്കുകയോ ചെയ്തിരിക്കുന്നു. അതുവഴി അതിന് പകരമായി പിൻവാതിലിലൂടെ നടത്തുന്ന നിയമനങ്ങൾ, കരാർ നിയമനങ്ങളും ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, അവഗണിക്കപ്പെടുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സാമുദായിക സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകേണ്ട തൊഴിലവസരങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനം ലഭിച്ചാൽ 10 പേരെ നിയമിച്ചാൽ അതിൽ ഇത്രയും ആളുകൾ ഇന്ന സമൂഹത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കാറുണ്ട്, നിർബന്ധിക്കാറുണ്ട്. അത് നിയമമാണ്. പക്ഷേ അതൊഴിവാക്കി കരാർ നിയമനവും ദിവസവേതന നിയമവും നടപ്പാക്കുകയും പിന്നീട് അതിനെ സ്ഥിര നിയമനമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഭരണഘടനാപരമായി അർഹതപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വലിയ സന്ദർഭത്തിലാണ് ഈ കോൺക്ലേവ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ ഒഴിവുള്ള 10,000-കണക്കിന് തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല. ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലാകമാനം 12,644 സ്കൂളുകളാണുള്ളത്. നമ്മുടെ LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ അടക്കം ഹയർ സെക്കൻഡറി അടക്കമുള്ള ഏതാണ്ട് 12,644 വിദ്യാലയങ്ങളുണ്ട്. ഇതിൽ 4,504 സർക്കാർ നേരിട്ട് നടപ്പാക്കുന്നതാണ്. ബാക്കി 7,277 എയ്ഡഡ് സ്കൂളുകളാണ്. ഏതാണ്ട് കുറച്ച് സ്കൂളുകൾ അൺഎയ്ഡഡ് മേഖലയിൽ നിൽക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഹൈസ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, അപ്പർ പ്രൈമറി സ്കൂളുകളിലേക്കൊക്കെ ഉള്ള PSC വഴി എത്ര നിയമനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്? അധ്യാപക നിയമനത്തിലും അനധ്യാപക നിയമനത്തിലുമായി ഏതാണ്ട് 1 ലക്ഷത്തിലധികം അടുത്ത് വരുന്ന വേക്കൻസികളുള്ള സമയത്താണ് മണിക്കൂറിന് 100 രൂപയും 200 രൂപയും വേതനം കൊടുത്ത് 300 രൂപ വേതനം കൊടുത്ത് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിക്കുന്നത്. അവിടെയൊക്കെ നഷ്ടമാകുന്നത് ഞാൻ ഈ പറഞ്ഞ ഭരണഘടന ഉറപ്പുവരുത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ദളിതരുടെ, ആദിവാസികളുടെ തൊഴിലവസരങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനെതിരായുള്ള വലിയ മുന്നേറ്റം നടത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ സന്നദ്ധമായ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവം എന്നത്
അദ്ദേഹം നടത്തിയ 15 സംവത്സരങ്ങളിലൂടെ കേരളത്തിലുടനീളം നടത്തിയ ഒരു ജൈത്രയാത്രയുടെ ഫലമാണ് ഈ കോൺക്ലേവ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സെഷനിൽ നമ്മുടെ പ്രിയങ്കരായ ശ്രീ ജെ സുധാകരൻ IAS അദ്ദേഹമാണ് ഇതിൻ്റെ മോഡറേറ്ററായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സിവിൽ സർവീസ് രംഗത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ നിരവധി തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന കാര്യത്തിനകത്തും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരോടും പാവപ്പെട്ടവരോടൊക്കെ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിനകത്ത് അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വളരെ ആത്മാർത്ഥമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്ന ശ്രീ K. Somaprasad XMB. This is an important session of the conclave. This will be inaugurated by Sri K. Somaprasad XMB. I heartily and sincerely welcome Sri Somaprasad XMB for and on behalf of the participants and delegates, especially the reception committee of the conclave. ശ്രീ P.K. രാമഭദ്രൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദീർഘകാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹപ്രവർത്തകനും സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു ശ്രീ P.K. രാമഭദ്രൻ. അദ്ദേഹം കേരളത്തിലെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ C.P. കൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകനും സന്നദ്ധ സംഘടനാ പ്രവർത്തകനുമായ ശ്രീ C.P. കൃഷ്ണൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ വളരെ വിനയത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ M.R. തമ്പാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ മുൻ മന്ത്രി, കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ജാജ്വല്യമാനമായ നേതൃത്വം നൽകിയ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഉറ്റ സുഹൃത്ത് കൂടിയ ശ്രീ പന്തളം സുധാകരൻ പങ്കെടുക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ പന്തളം സുധാകരനെ ഏറെ ആഹ്ലാദത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്തിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 3 സെഷനിൽ സംസാരിച്ച പല വിഷയങ്ങളും, പ്രത്യേകിച്ച് ജിഗ്നേഷ് മേവാനിജി അതുപോലെയുള്ള മഹാരഥന്മാർ സംസാരിച്ച കാര്യങ്ങൾ, ലാൻഡ് ഇഷ്യൂസും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റും കൂടുതൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല, കാരണത്താൽ ഏകദേശമായ ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. 2 മിനിറ്റ്. ഇന്ത്യ നമ്മുടെ ചില ആൾക്കാർ പറയാറുണ്ട്, ഇന്ത്യ ഈസ് എ ഗോൾഡൻ ബേർഡ്. ഇന്ത്യ ഒരു സ്വർണ്ണ പക്ഷിയാണ്. 88 മിനറൽസ് ബിലോ ദ സോയിൽ തൊട്ട് മുമ്പ് സംസാരിച്ച നമ്മുടെ പ്രകാശ് യശ്വന്ത് അംബേദ്കർജി പറഞ്ഞു മിനറൽസിൻ്റെ ആ കാര്യം പറഞ്ഞിട്ട്. അതുപോലെ 3 ചുറ്റിലും മനോഹരമായ ഒരുപാട് കാര്യം, റിസോഴ്സസിൻ്റെ കൂമ്പാരമാണ് ഇന്ത്യ. പക്ഷേ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ലാൻഡ്, ഭൂമി അടക്കമുള്ള നമ്മുടെ റിസോഴ്സസിനെ നമ്മുടെ ഭരണഘടനയെ വിഭാവന ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇക്വാളിറ്റി അവിടെ ഇല്ല. അത് നേരത്തെ പറഞ്ഞ നമ്മൾ പ്രതിപാദിച്ച, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇംഗ്ലീഷിലാണ് ജസ്വന്ത് അംബേദ്കർജി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഞാൻ വീണ്ടും മലയാളത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് 1% ആൾക്കാരുടെ കയ്യിൽ 50% സ്വത്ത്. നമ്മുടെ സാധാരണ 15% ആൾക്കാരുടെ കയ്യിൽ വെറും അവർക്ക് 96% ക്യാപിറ്റൽ. 85% വരുന്ന ബഹുജനങ്ങളുടെ കയ്യിൽ വെറും 4% ക്യാപിറ്റൽ. ഇത് ജസ്റ്റിസ് അല്ല, ഇൻജസ്റ്റിസ് ആണ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിസോഴ്സസ്. അതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഗാന്ധിഗ്രാം അതിൻ്റെ എല്ലാമായ രമേശ് ചെന്നിത്തലജി, മുൻ മന്ത്രി AK ബാലൻജിയെ വിളിച്ച് സംസാരിച്ചു, നിങ്ങൾ വരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. അത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. സോമപ്രസാദ് ജി അത് കൂടുതൽ സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് അതേ പറ്റി പറയുന്നില്ല. ഏതായിരുന്നാലും ഇന്ത്യ ഗോൾഡൻ ബേർഡാണ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡാണ് നമുക്ക് ആവശ്യം. കേരളത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തെപ്പറ്റി ടൂറിസം നമ്മൾ പറയുമ്പോൾ
അത് ഒരു എന്താണ് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഈ ഓൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമാക്കി വെച്ചിരിക്കുക. പണ്ട് ഇത് ദൈവത്തിൻ്റെ ദേവസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വം ആയിരുന്നു നമ്മുടെ ഭൂമി മുഴുവനും. നമുക്കൊന്നും സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല, മറ്റു പല കാര്യങ്ങളും നിഷേധമുണ്ടായിരുന്നു. അക്കാരണത്താൽ ആ രീതിയിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ശരിയാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമാണ്, അത് മാത്രമേ പറയുന്നുള്ളൂ. കേരള ലാൻഡ് റിഫോംസ് ആക്ട്, അതിനെപ്പറ്റി ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അത് ഒരു ഗിമിക്കാണ്, ഒരു ചെപ്പടി വിദ്യ ആയിരുന്നു. ടെനൻസി റിഫോംസാണ് നടന്നത്. 25% വരുന്ന 25 ലക്ഷം ആൾക്കാർക്ക് അന്ന് തന്നെ കൊടുക്കുകയും പിന്നീട് 15 ലക്ഷം പേർക്ക്, അങ്ങനെ 40 ലക്ഷം ആൾക്കാർ കൊടുത്തുവെങ്കിൽ തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ട് അത് ടെനൻസി റിഫോംസ് ആയിരുന്നു. നമ്മുടെ സാധാരണ പട്ടികജാതി വിഭാഗക്കാരൊക്കെ കെ കുടി കിടപ്പുകാരായിട്ട് മാറി. 3 സെൻറ്റ് 5 സെൻറ്റ് അത് 10 സെൻറ്റ് ആവറേജ് 5 സെൻറ്റ് വെച്ചിട്ട് 3 ലക്ഷം പേർ കൊടുത്തു കഴിഞ്ഞാൽ 15,000 ഏക്കർ കൊടുത്ത ഒരു കഥ മാത്രമാണ്. കാരണത്താൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് നടക്കണം എന്നുള്ളതാണ് എൻ്റെ ബേസിക്കായിട്ട് നമ്മുടെ ഈ കോൺക്ലേവിൽ നമ്മൾ പറയാനുള്ള ഒരു അഭിപ്രായം. പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റ് ചെയ്തു ആൻഡ് അസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ അസൈൻ ചെയ്തിട്ടില്ല. അതാണ് പല ആൾക്കാർക്കും പ്ലാന്റേഷൻ കോർപ്പറേഷൻ, കാസർഗോഡ് ജില്ലയിൽ ഞാൻ കളക്ടറായിരുന്ന സമയത്ത് എൻഡോസൾഫാൻ്റെ ഇഷ്യൂ വരാൻ കാരണം എന്താണ്? അവിടെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അത് ഏൽപ്പിച്ച് മിച്ച ഭൂമി അവിടെ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്തു. പ്രശ്നങ്ങളെല്ലാം അക്കാരണത്താൽ ഇക്വാളിറ്റി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് അത് ശരിയായി എടുക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കൺട്രി ആയിട്ട് നമുക്ക് കേരളം മാറാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ ഈ പരിപാടി, ഈ സെഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ AK ബാലൻ ജി അദ്ദേഹം പറഞ്ഞത് അതനുസരിച്ചാണ് നമ്മുടെ സോമപ്രസാദ് ജിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ബഹുമാനായ മോഡറേറ്റർ ശ്രീ ജയസുധാകരൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ പ്രതാപൻ, അതുപോലെ തന്നെ ഈ വേദിയിലുള്ള ശ്രീ രാമഭദ്രൻ, ശ്രീ CP കൃഷ്ണൻ, ശ്രീ MR തമ്പാൻ, എല്ലാത്തിനുപരിയായി ആദ്യം ഞാൻ പറയേണ്ടതായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലജി, കാര്യം ശ്രീ പന്തളം സുധാകരൻ, ഞാൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം പറയണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇങ്ങനൊരു ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തതിന് വേണ്ടി മാത്രമല്ല, ഇതിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രാസംഗികരെ അല്ലെങ്കിൽ അദ്ദേഹം ഗസ്റ്റിനെയൊക്കെ വിളിക്കാൻ അദ്ദേഹം കാണിച്ചൊരു താല്പര്യം, അത് ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പാർട്ടി ലീഡേഴ്സിലൊരാളാണ്. അദ്ദേഹം KPCCയുടെ അധ്യക്ഷനായിരുന്നു നിരവധി വർഷക്കാലം, പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹം ഒരു നേതൃത്വം കൊടുത്ത് ഇങ്ങനൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലുള്ള ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോടോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ളവരോടോ ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, അത് വരണം എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിവെച്ച് എല്ലാവരും പങ്കെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ AK ബാലൻ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിയാതെ പോയത് ഇന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണനും ശ്രീ AK ബാലനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. അതുപോലെ തന്നെ ശ്രീ OR കേളു മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലജിയെ പോലെ ഒരാളൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിരന്തരമായി ഈ കോൺക്ലേവ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി, ഇതിലാളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ഇടപെടലുണ്ട്. എന്നെ തന്നെ ഒരു 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
അദ്ദേഹം നേരിട്ട്. പിന്നെ അദ്ദേഹം ചുമതലപ്പെടുത്തിയനുസരിച്ച് മിസ്റ്റർ ശ്രീവത്സൻ അദ്ദേഹം എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാവിലെയും ഇന്നുച്ചയ്ക്ക് 1 മണിക്കും വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുക മാത്രമല്ല, ആ പരിപാടി വളരെ നന്നായി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി നടത്തിയ ഒരു തുടർ പ്രവർത്തനമുണ്ട്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി 2 വാചകം പറയാതെ പോകുന്നത്, അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ പോകുന്നത് ഒരു ന്യായമായ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ സുധാകരൻ അദ്ദേഹം വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു വിഷയം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. എന്തായാലും ഇങ്ങനൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിനും ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലാൻഡ് ഇഷ്യൂസ് ഓഫ് ദളിത് കമ്മ്യൂണിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള 2 വിഷയങ്ങളാണ് ഇന്നിവിടെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലാൻഡ് ഇഷ്യൂവും അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റും. ലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സമ്പത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രം സ്ഥലമാണ്, ലാൻഡാണ്. നിങ്ങൾ എവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ രക്ഷപ്പെട്ട് വന്നിട്ട് ഒരു ഭേദപ്പെട്ട ജീവിതം നയിക്കുന്നവരായിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവർക്കൊക്കെ വാസ്തവത്തിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ ഒരു തുണ്ട് ഭൂമിയുടെ എങ്കിലും ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്ത ആളുകൾ ആദ്യം അവർ പാടുപെടുന്നത് ഇങ്ങനൊന്ന് നിവർന്നു നിൽക്കാൻ ഒരു തുണ്ട് ഭൂമി ഉണ്ടാക്കാനാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഈ കേരളം. ആ കേരളത്തിൽ തന്നെ നമ്മുടെ 4 വശമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ജീവനക്കാരോ ഒക്കെ തന്നെ ഒരുമാതിരി ഭേദപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ആളുകളുടെ നമ്മൾ കാണുമ്പോൾ ഒരു വാഹനത്തൊക്കെ പോകുന്ന ആളുകളുടെ ഉള്ളിലേക്കൊന്ന് കടന്ന് ചിന്തിച്ചാൽ ഒരു ജോലി കിട്ടി, വീട്ടിലൊരു പക്ഷേ 2-3 സെൻറ്റിൻ്റെ ഉള്ള ഒരു വീടായിരിക്കും ഉണ്ടാവുക. ആ വീട്ടിൽ 2-3 അംഗങ്ങളുണ്ടാവും. ചിലപ്പോൾ അതിനകത്തൊരു മിക്കവാറും ഒരു പെൺകുട്ടി ഉണ്ടാവും, സഹോദരി ഉണ്ടാവും. അപ്പോൾ ആ വീട്ടിലാകപ്പാട് എന്തെങ്കിലും ഒരു ചെറിയ സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിച്ചു വിടാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെടുകയാണ്. ജോലിയുള്ള ഒരാളിനെ സംബന്ധിച്ച് നിനക്ക് ജോലി ഉണ്ടല്ലോ, ഒരു ചെറിയ വരുമാനം ഉണ്ടല്ലോ. അപ്പോൾ അയാൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ഉണ്ടാക്കി അതിനകത്തൊരു വീട് വെച്ച് ഒരു കുടുംബം പുലർത്താനുള്ള പ്രവർത്തനം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ ആകെ നേടുന്നത് ആ ജോലി കൊണ്ടും, ഉയർന്ന ഒരു ഉദ്യോഗമാണെങ്കിലും ഇടത്തരം ഉദ്യോഗമാണെങ്കിലും അതുകൊണ്ട് നേടുന്നത് ആകെ അവസാനം എടുത്ത് പരിശോധിച്ച് നോക്കുകയിൽ ആ ഒരു വീടും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തിയ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള ഉയർച്ചയുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ എല്ലാ സമ്പത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു സംശയം വേണ്ട. ശ്രീ സുധാകരൻ എന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് 1957 ഗവൺമെൻറ് പിന്നെ തുടർന്ന് വന്ന ഗവൺമെൻറ്റുകളും കൊണ്ടുവന്നിട്ടുള്ള കാർഷിക പരിഷ്കരണവും ഭൂപരിഷ്കരണവും തന്നെയാണ്. അതിന് ന്യൂനതകളൊന്നുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ന്യൂനതകളുണ്ട്, ഒരു സംശയമില്ല. ചില കാര്യങ്ങൾ എനിക്ക് തന്നെ വലിയ വിമർശനമുണ്ട്. അതിൽ 1-2 കാര്യങ്ങളിലൂടെ ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 35 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 57ലെയും 67ലെയും ഗവൺമെൻറ്റുകൾ, അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളും നടത്തിയിട്ടുള്ള കാർഷിക ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ട് അവർ സ്വന്തം ഭൂമിയുടെ സ്വയം കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ ഉടമസ്ഥന്മാരായി അവർക്ക് നിവർന്നു നിൽക്കാൻ അവസരം കിട്ടി. ആ മാറ്റമാണ്, ആ അടിത്തറ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളീയ സമൂഹത്തിന് ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ കാർഷിക പരിഷ്കരണ ഭൂപരിഷ്കരണം അന്ന് നടപ്പാക്കാൻ ആഗ്രഹിച്ചപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ക്ഷമിക്കണം. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പാർട്ടിയുടെ നയത്തിന് ബേസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അന്നത്തെ ഗവൺമെൻറ് അത് നടപ്പാക്കുമ്പോൾ യഥാർത്ഥത്തിൽ 3 പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ജന്മിത്വം അവസാനിപ്പിച്ച യഥാർത്ഥ കൃഷിക്കാരനായിട്ടുള്ള കുടിയാൻ, അത് പാട്ടക്കുടിയാനാവാം അല്ലെങ്കിൽ പാതിവാരെടുത്ത് ചെയ്യുന്ന ആളാവാം, കാണക്കുടിയാനാവാം. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വന്തമായ ഭൂമിയില്ലാതെ ജന്മിയുടെ കയ്യിൽ നിന്നും ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ, ആ കൃഷിക്കാരനാണ് കാർഷിക മേഖലയിൽ യഥാർത്ഥത്തിലുള്ള സംഘാടകൻ. ഇപ്പം ദളിത് സംഘടനയുടെ ചില നേതാക്കന്മാർ വരെ പറയുന്നത് കർഷക തൊഴിലാളികളാണ് സ്വന്തം സംഘാടകനെന്ന്. അങ്ങനെയല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല.
യഥാർത്ഥ സംഘാടകൻ എന്ന് പറയുന്നത് കുടിയാനാണ്. കാരണം ആ കൃഷി കൊണ്ട് ആ കൃഷി നടത്താൻ ഭൂമി പാട്ടത്തിനെടുക്കുന്നു, നെല്ലും വളവും എല്ലാം തന്നെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങുന്നു. തൊഴിലാളിയെ കൂലി കൊടുത്ത്, കൂലി വളരെ നിസ്സാരമായിട്ടുള്ള കൂലിയാവാം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ കൂലി കൊടുത്ത് തൊഴിലാളിയുടെ അധ്വാനം ശക്തി വിലയ്ക്ക് വാങ്ങുകയാണ്. അങ്ങനെ കാർഷിക മേഖലയിൽ ഒരു സംഘാടകനായി നിൽക്കുന്ന കുടിയാൻ, ആ കുടിയാനാണ് യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. കൃഷിക്ക് ഏതെങ്കിലും തരത്തിൽ കുഴപ്പം സംഭവിച്ചു, ഒന്നീ വരൾച്ച വന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, കൃഷി നശിച്ചു പോയി, ആർക്കാണ് അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത്? കുടിയാന് മാത്രമേ ഉള്ളൂ നഷ്ടം. ജമ്മിക്ക് കൊടുക്കേണ്ട പാട്ടം കൊടുക്കേണ്ടി വരും, കർഷക തൊഴിലാളി കൊടുത്ത കൂലി തിരിച്ചു കിട്ടുമോ? അവിടെയും യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത് കുടിയാനാണ്. അപ്പോൾ കാർഷിക മേഖലയിലെ സംഘാടകൻ യഥാർത്ഥത്തിൽ കുടിയാനാണ്. ആ കുടിയാനാണ് യഥാർത്ഥത്തിൽ അവൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടേണ്ടത്. അതുകൊണ്ടാണ് കുടിയാന് കൈവശം ഇരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുക എന്നുള്ള നിലയിലേക്ക് വന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ ഉയർന്ന അളവ് എത്രയാണെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് 5 ഏക്കറും 15 ഏക്കറും ഒക്കെ ആയിട്ടന്ന് തീരുമാനിക്കപ്പെട്ടു. ആ ബില്ല് പിന്നെ പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് പോയപ്പോൾ അത് വർദ്ധിപ്പിച്ചു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഉയർന്ന പരിധി തീരുമാനിക്കപ്പെട്ടു. ആ ഉയർന്ന പരിധിക്ക് അപ്പുറത്തുള്ള ഭൂമിയാണ് മിച്ചഭൂമിയായി വരേണ്ടത്. ആ മിച്ചഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതരായിട്ടുള്ള അല്ലെങ്കിൽ 5-10 സെൻറ്റ് മാത്രം കിട്ടിയ കർഷക തൊഴിലാളികളായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അല്ലാത്ത മറ്റ് സമൂഹത്തിൽപ്പെട്ടവർക്കും ഈ മിച്ചഭൂമി ഏറ്റെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ആ മൂന്നാമത്തെ കാര്യം കേരളത്തിൽ കാര്യമായി നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഭൂസമരങ്ങൾക്ക് അടിസ്ഥാനം. 3 കാര്യങ്ങൾ നടക്കേണ്ടത് 2 കാര്യങ്ങളെ നടന്നുള്ളൂ. ജന്മിത്തം അവസാനിപ്പിക്കുകയും 35 ലക്ഷത്തോളം വരുന്ന കുടിയാന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൈവശം ഇരുന്ന അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് കിട്ടി. ഒരാളിനോ ഒരു കുടുംബത്തിനോ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ ഉയർന്ന അളവ് തീരുമാനിക്കപ്പെട്ടു. ഞാൻ ചില റെക്കോർഡുകളിൽ നിന്ന് വായിച്ചത് 1967 ഈ മിച്ചഭൂമി എത്രയുണ്ടെന്ന് കണക്കാക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ കണക്കാക്കപ്പെട്ട മിച്ചഭൂമിയുടെ അളവ് 61 ലക്ഷമാണ്. 11 ലക്ഷം ഏക്കർ, പറഞ്ഞു മനസ്സിലായി, 11 ലക്ഷം ഏക്കർ 1967 കണക്കെടുത്തതാണ്. 1987 ആയപ്പോഴത്തേക്കോ ആ 11 ലക്ഷം ഏക്കർ എന്നുള്ളത് ചുരുങ്ങി അവസാനം 1.5 ലക്ഷം ഏക്കർ വന്നു. അതിൽ എത്ര ഭൂമി മാത്രമാണ് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്? 1 ലക്ഷത്തിൽ താഴെ ഏക്കർ മാത്രം ഭൂമിയാണ് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. കുറേയധികം ഭൂമി ഇപ്പോഴും കേസിൽ കിടക്കുകയാണ്. 97,000-ൽ പരം കേസുകൾ ഭൂമിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കേസുകൾ വിവിധ മേഖലകളിൽ, ഹൈക്കോടതികളിൽ, ട്രിബ്യൂണലുകളിൽ, താലൂക്ക് ലാൻഡ് ബോർഡുകളിൽ ഒക്കെ തന്നെ കേരളത്തിൽ നിലനിൽക്കുകയാണ് എത്രയോ വർഷക്കാലമായിട്ട്. അതിൽ പകുതിയോളം കേസുകൾ എനിക്ക് തോന്നുന്നത് 25 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഈ കുറേയധികം ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ 67-ലെ ഗവൺമെൻറ് വന്നു, പിന്നെ 67-ലെ ഗവൺമെൻറ് വന്നു. അതിനുശേഷം ഇടയ്ക്ക് വന്ന ഗവൺമെൻറ്റുകൾ, പഴയ ഗവൺമെൻറ്റുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഇഷ്ടദാന നിയമം ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു. ഇഷ്ടദാന നിയമം വന്നതുകൊണ്ട് ഇഷ്ടദാന നിയമം കൊണ്ടുവരുന്നതിന് കുറച്ച് നോവലായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇഷ്ടദാന നിയമത്തിനെ പറയാക്കിക്കൊണ്ട് മിച്ചഭൂമി പലതും പട്ടിയുടെയും പൂച്ചയുടെയും ബന്ധുക്കളുടെയും പേരിൽ തന്നെ എഴുതി മാറ്റി മിച്ചഭൂമി അല്ലാതാക്കി മാറ്റിയ സ്ഥിതി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 11 ലക്ഷം ഏക്കർ മിച്ചഭൂമി 1967 ഉണ്ടായിരുന്നത് അന്നത്തെ ഭൂരഹിതരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൻ്റെ കണക്കെടുത്ത് ഡിവൈഡ് ചെയ്താൽ 4 ഏക്കർ ഭൂമി, 4-4.5 ഏക്കർ ഭൂമി വീതം എല്ലാ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കിട്ടാനുള്ള ഭൂമി അന്നുണ്ട്. പക്ഷേ അതിനുശേഷം ആ ഭൂമി ഭൂരിപക്ഷം വരുന്ന ഭൂമി മിച്ചഭൂമി അല്ലാതായി പലതരത്തിലുള്ള റെക്കോർഡുകളുണ്ടാക്കി, പലതരത്തിലുള്ള വ്യാജ പ്രമാണങ്ങളുണ്ടാക്കി, കേസുകളൊക്കെ ഉൾപ്പെടുത്തി അത് മഹാഭൂരിപക്ഷം വരുന്ന മിച്ചഭൂമി അല്ലാതായി മാറി. റെക്കോർഡിലേ ഉള്ള മിച്ചഭൂമി അല്ലാതായി മാറിയത്. ആ ഭൂമിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശ്രീ സുധാകരൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഭൂമി ഇവിടെ തന്നെ ഉണ്ട്. അറബിക്കടലെടുത്തൊന്നും ഭൂമി കൊണ്ടുപോയിട്ടില്ല. ഭൂമി ഇവിടെ തന്നെ ഉണ്ട്. ഭൂമി മിച്ചഭൂമി അല്ലാതാക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡുകൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണോ പ്രശ്നം? കേരളത്തിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ ഇത് മാത്രമല്ല പ്രശ്നം. ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന ഭൂമി, അതും പ്രധാനമായിട്ടും തോട്ടഭൂമിയും അനുബന്ധമായിട്ട് അന്ന് ഗവൺമെൻറ് പണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതിനുശേഷം പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം
പലതരത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈവശം വെച്ചിരിക്കുന്ന തോട്ടഭൂമി, കാലാവധി കഴിഞ്ഞ ഭൂമി, 50,000 ഏക്കർ എടുത്തിട്ട് വേറെ 75,000 കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് യാതൊരു രേഖയില്ലാതെ കൊണ്ടു നടക്കുന്ന ഭൂമി, ഇങ്ങനെയുള്ള ഭൂമിയെ സംബന്ധിച്ച് വളരെ കാര്യമായിട്ടുള്ള സ്റ്റഡി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, 2 ഗവൺമെൻറ്റുകളുടെയും കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. രാജമാണിക്യം റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം. അതോടൊപ്പം തന്നെ IG ശ്രീരാജ് പുള്ളി പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് പുള്ളി നടത്തിയിട്ടുള്ള പഠനം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിലുണ്ട്. നിവേദിത P. ഹരൻ വളരെ വിപുലമായിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 7 or 8 ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ നിയമസഭയുടെ MLA-മാരടങ്ങുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തിയ പഠന റിപ്പോർട്ടടക്കം നിരവധി പഠന റിപ്പോർട്ടുകൾ കേരളത്തിൽ അവൈലബിളാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് എന്താണ്? ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന ഭൂമി അനധികൃതമായി തോട്ടമുടമകൾ കൈവശം വെച്ചിരിക്കുന്നു. ഒന്ന് കാലാവധി കഴിഞ്ഞത്, മറ്റൊന്ന് അവർക്ക് കൊടുത്തിട്ടുള്ള ഭൂമിക്ക് പുറത്ത് ഹാരിസൺ മലയാളം ഭൂമിയുണ്ട്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭൂമി 75,000 ഏക്കർ അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ നെല്ലിയാമ്പതിയിൽ തന്നെ 52 തോട്ടമുടമകൾ കൈവശം വെച്ചിരിക്കുന്ന 1 ലക്ഷത്തോളം വരുന്ന അനധികൃത ഭൂമിയുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിരവധി ഏക്കർ കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായി ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ് കേരളം കാണുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ആ ഭൂമി മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാൻ വേണ്ടി കഴിയും. അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശമാണ്. ആ കാര്യത്തിൽ ശ്രീ സുധാകരനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ കുടിയടപ്പ് കൊടുത്തത് വെറും ജിമിക്കായി പോയി എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീ AK ബാലൻ അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 4 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കുടുംബം കുടിയൊഴിക്കപ്പെട്ടു എന്നാണ്. എൻ്റെ അടുത്ത് ഒരു കുടിയടപ്പുകാരൻ അനുഭവിക്കുന്ന പ്രയാസത്തെ സംബന്ധിച്ച്, ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ അനുഭവസ്ഥനാണ്, അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. 4 പ്രാവശ്യം ഞാൻ കുടിയിറക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന് പരസ്യമായി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ശ്രീ AK ബാലനാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞത്, എൻ്റെ അച്ഛൻ ഒരു നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിയായിരുന്നു. അദ്ദേഹം പിന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് വാങ്ങിച്ച് അതിനകത്താണ് ഞങ്ങൾ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഈ കുടിയൊഴിപ്പിക്കൽ പരിപാടിയുടെ ദുരന്തം പിന്നെ അനുഭവിക്കാതെ പോയതെന്നാണ്. 1957 ഗവൺമെൻറ് വന്നു. ഈ പറഞ്ഞതുപോലെ ഏക്കർ കണക്കിന് ഭൂമി അവർക്ക് കൊടുത്തില്ല, ശരി തന്നെ. പക്ഷേ സ്വന്തം കുടികിടക്കുന്ന ഭൂമിയിൽ നിന്നും ഇറക്കി വിടാൻ ഒരു തമ്പുരാനും ഒരു ജന്മിക്കും അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്ന അത്ര ചെറിയ കാര്യമാണോ ശ്രീ സുധാകരൻ? അത്ര ചെറിയ കാര്യമാണോ? വാസ്തവത്തിൽ കുടികിടക്കുന്ന ഒരു ഭൂമിയിൽ അവിടുന്ന് ഷെഡിലും പൊടിച്ചുകൊണ്ട് കൊട്ടിലും പൊളിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലും പറഞ്ഞാൽ ഒക്കത്തില്ല, എനിക്കിവിടെ അവകാശമുണ്ട്, ഞാനിവിടെ കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അന്തസ്സായിട്ട് ആ കുടുംബം അവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് അവിടെ കുടികിടക്കാൻ അവകാശമൊന്നുമല്ല, തല നിവർത്തി നിന്ന് നട്ടൽ നിവർത്തി നിന്ന് ആരോടും സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഉള്ള ഒരു കരളുറപ്പും ചങ്കുറപ്പും കൂടിയാണ് കിട്ടുന്നത്. അല്ലാതെ ആ ഭൂമി താമസിക്കാൻ വേണ്ടിയുള്ള അവകാശം മാത്രമല്ല. സുധാകരൻ AK ബാലന് സംഭവിച്ച, AK ബാലൻ്റെ കുടുംബത്തിന് സംഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്, ആ പ്രയാസം, ഓരോ പ്രാവശ്യവും കുടിയൊഴിക്കപ്പെടുക എന്ന് പറയുന്ന ആ പ്രയാസം 57-ന് ശേഷം ആരെങ്കിലും അനുഭവിച്ചോ? കുടിയൊഴിപ്പിക്കൽ നിരോധന ഉത്തരവ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതിന് എന്തെല്ലാം ശരി എൻ്റെ പോരായ്മകൾ ഉണ്ടായിരുന്നാലും 57-ൽ ആ ഗവൺമെൻറ് കൊണ്ടുവന്ന ആദ്യത്തെ ഉത്തരവ് കുടിയൊഴിപ്പിക്കൽ എല്ലാം നിരോധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസാണ്. ആ ഓർഡിനൻസ് വന്നതിന് ശേഷം ചില ജന്മിമാരൊക്കെ തന്നെ ബോധപൂർവമായിട്ട് അവരെ പറഞ്ഞു വിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വളരെ കാര്യമായിട്ട് നടന്നു. പക്ഷെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി സ്വന്തം താമസിക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ തുടരാൻ അവകാശം കിട്ടി. ഏതാണ്ട് 10-30 ലക്ഷത്തോളം വരുന്ന കുടിയിടപ്പുകാർക്ക് അവകാശം കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ മാറ്റമായിട്ട് നമ്മൾ കാണരുത്. കേരളത്തിലെ അതിൽ മഹാഭൂരിപക്ഷം ദളിതരാണ്, അതിൽ 90% ദളിതരാണ്. അപ്പോൾ ആ കേരളത്തിലെ ദളിത് ജനവിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ കേരളത്തിലെ ഭൂമി എല്ലാ മലയാളികളുടെയും സ്വന്തമാണ്. ആ നിലയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ തന്നെ ഒരു ആൾമോസ്റ്റ് ഈക്വലായിട്ടുള്ള ഭൂമി കിട്ടാനുള്ള അവകാശം കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിനുണ്ട്.
പട്ടികജാതി വിഭാഗങ്ങൾ അങ്ങനെ ആയി മാറിത്തീർന്ന് അവരുടെ കുഴപ്പം കൊണ്ടല്ലോ. അവരെ പഠിപ്പിക്കാൻ, അവർക്ക് പഠിക്കാൻ അനുവാദം കൊടുക്കാതിരുന്ന അവരാണോ? റോഡ് നടക്കാൻ അനുവാദം ഇല്ലാതിരുന്ന അവരുടെ കുഴപ്പം കൊണ്ടാണോ? മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന് സംസാരിച്ചല്ലോ ഇണ്ടംതുരുത്ത് മനയിലെ നമ്പൂതിരിയായിട്ട്. നമ്പൂതിരി മഹാത്മാഗാന്ധി അതിനകത്ത് വീട്ടിനകത്ത് കയറ്റിയില്ലല്ലോ, മനയ്ക്കകത്ത് കയറ്റിയില്ലല്ലോ. മനയ്ക്ക് പുറത്ത് ഒരു പ്രത്യേക സ്ഥലം സജ്ജമാക്കി അവിടെ നിന്നിട്ടാണ് മഹാത്മാഗാന്ധിയും ഇണ്ടംതുരുത്ത് മനയിലെ നമ്പൂതിരിയും സംസാരിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ചോദിച്ചു, ഈ ക്ഷേത്രത്തിൻ്റെ 4 വശത്തുള്ള റോഡിലൂടെ ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരെ, പിന്നോക്കക്കാരെ, ഈഴവരാതി പിന്നോക്കക്കാരെയൊക്കെ നടന്നു പോകുന്നുണ്ട്, എന്താണ് കുഴപ്പം? അവരോട് താമസിക്കുമെന്നല്ലല്ലോ, കുടിയടപ്പൊന്നും അല്ലല്ലോ, അവരതിലേക്കൂടെ നടന്നു പോവല്ലേ, എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാത്മജിയോട് നമ്പൂതിരി ചോദിച്ച തിരിച്ചൊരു ചോദ്യമുണ്ട്. താങ്കൾ സനാതന ധർമ്മത്തിലും നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഗാന്ധിജി പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു, മഹാത്മജി പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെല്ലാം നീചജന്മങ്ങളാണ്, ഇവരെല്ലാം നീചജന്മങ്ങളാണ്, പാപയോനിയിൽ പിറന്നവരാണ്. ഇവർക്ക് എവിടെയാണ് താമസ സ്ഥലം കൊടുക്കേണ്ടത്? ശ്മശാനത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിലാണ് ഈ ആളുകളെ മുഴുവൻ പാർപ്പിക്കേണ്ടത്. അവിടെ നിന്ന് ദൂരോട്ട് മാറ്റാൻ പാടില്ല. ഇതിന് വിധേയമായിട്ടുള്ള ആളുകൾ ആരെങ്കിലും അവരുടെ ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്? ഭൂമി സ്വന്തമായിട്ട് വാങ്ങാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു 2ാം തലമുറയിൽപ്പെട്ട ആളാണ്. എൻ്റെ പിതാവിൻ്റെ അനിയനും ഒക്കെ തന്നെ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം കിട്ടുകയും ഒക്കെ തന്നെ അതിന് ഒരു സർക്കാർ ജീവനക്കാരനായി മാറാൻ അവസരം കിട്ടുകയൊക്കെ ചെയ്ത ആളുകളാണ്. അതിൻ്റെ ഒരു 2nd ജനറേഷനാണ് ഞാൻ. ഒരു 2nd ജനറേഷനിൽ ഭേദപ്പെട്ടൊരു ജീവിതം നയിക്കാൻ അവസരം കിട്ടിയത് 1st ജനറേഷനായിട്ടുണ്ട്. എൻ്റെ പിതാവിന് വിദ്യാഭ്യാസം കിട്ടിയതും ജോലിയൊക്കെ കിട്ടിയതുകൊണ്ടാണ്. അവർക്കങ്ങനെ നേടാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ 1 ഏക്കറോളം വരുന്ന സ്ഥലം എൻ്റെ പൂർവ്വപിതാമഹന്മാർ പിന്നെ ആദ്യം ഒറ്റയായിട്ട്, പിന്നെ പാട്ടമായിട്ട്, പിന്നെ ഒറ്റയായിട്ട്, പിന്നെ വില കൊടുത്ത് സമ്പാദിച്ച 1 ഏക്കർ സ്ഥലത്തിൻ്റെ അടിത്തറയിലാണ്. അപ്പം ലാൻഡ് ഒരു കുടുംബത്തെ എത്രമാത്രം വളരാൻ സഹായിക്കുന്നു എന്ന കാര്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? ആ ലാൻഡ് ആണ് എല്ലാത്തിൻ്റെയും വികസനത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത്. ആ ലാൻഡ്, ആ ഭൂമി പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചിരുന്നത് അവരുടെ ഏതെങ്കിലും കുഴപ്പം കൊണ്ടല്ല, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ്. മനുഷ്യരെല്ലാം തുല്യരായി കാണാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഭൂമിയുടെ അവകാശം അവർക്കുമുണ്ട്, അതവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ഭൂമി പ്രശ്നം ഇങ്ങനെ ഗുരുതരമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ ഇപ്പം തന്നെ ഒരുപാട് സമയമെടുത്തു, അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഒരുപാട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 കാര്യം കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. തൊഴിൽ, ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന തൊഴിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ തൊഴിലവസരങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇന്ന് കുറഞ്ഞു വരികയാണ്. ആകെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു തൊഴിൽ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഈ സംവരണം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പണികളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും പട്ടികജാതി വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ബാധ്യതപ്പെട്ട പരമോന്നത കോടതി വരെ എങ്ങനെ ഈ സംവരണം അവസാനിപ്പിക്കാം അടുത്ത പണി എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ? സംവരണം എങ്ങനെ അവസാനിപ്പിക്കാം, സംവരണത്തിൻ്റെ കടയ്ക്കൽ എങ്ങനെ കത്തിവയ്ക്കാം എന്നതിനെ സംബന്ധിച്ചും പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ പീഡനങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ കോടതികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഏറ്റവും അവസാനത്തെ വിധി എന്താ? SC/ST ജനവിഭാഗത്തിന് ക്രീമി ലെയറും അതോടൊപ്പം തന്നെ സബ് ക്ലാസിഫിക്കേഷനും ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. സമയമില്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രസിനെയും എല്ലാ പുരോഗതിയെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. വാസ്തവത്തിൽ കോടതിക്ക് അതിനെപ്പറ്റി ക്രീമി ലെയർ, പട്ടികജാതി വിഭാഗത്തിന് ക്രീമി ലെയർ നടപ്പാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം കോടതിയോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഒരാളും ചോദിച്ചില്ലല്ലോ. കോടതിയോട് ചോദിച്ച സബ് ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചുള്ള തീരുമാനം പറയാനാണ്.
അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോടതിയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലാ, കോടതി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം, സബ് ക്ലാസിഫിക്കേഷൻ ഭരണഘടനാപരമായി ശരിയാണോ അല്ലയോ, ആ ഒരു ചോദ്യം മാത്രമാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കോടതി അത് പറയുന്ന കൂട്ടത്തിൽ കോടതിയോട് ചോദിക്കാത്ത ഒരു കാര്യം കൂടി അങ്ങ് പറയുകയാണ്. ഏത്? ക്രീമി ലെയർ കൂടി ഏർപ്പെടുത്തണമെന്ന്. ആ ക്രീമി ലെയർ കൂടി ഏർപ്പെടുത്തിയാൽ വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ പ്രശ്നം വിശദാംശങ്ങൾ വേറൊരു സബ്ജക്റ്റായി പോയതുകൊണ്ട് ഞാനതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സർക്കാർ മേഖലയിലും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തൊഴിൽദായകരായിട്ട് ഇന്ത്യ രാജ്യത്ത് പട്ടികജാതിക്കാർക്ക് അവലംബമായി നിന്നത്. ആ പൊതുമേഖല മുഴുവൻ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. ഒരു കാലഘട്ടത്തിൽ 18 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരുണ്ടായിരുന്ന റെയിൽവേ 10 ലക്ഷത്തിൽ താഴെയായിട്ട് ചുരുങ്ങി. 22% SC/ST വിഭാഗത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവരണം കിട്ടുന്നത്, റെയിൽവേയിൽ ഉൾപ്പെടെ. 8 ലക്ഷം തൊഴിൽ റെയിൽവേയിൽ മാത്രം പോയപ്പോൾ SC/ST വിഭാഗത്തിൻ്റെ എത്ര തൊഴിലവസരം പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതുപോലെ തന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള എത്ര സ്ഥാപനങ്ങളാണ് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത്. ഇവിടെ ഇതിൻ്റെ എല്ലാം കുഴപ്പം സംഭവിക്കുന്ന, ദോഷം സംഭവിക്കുന്നത് എവിടെയാണ്? പട്ടികവർഗ വിഭാഗത്തിൻ്റെ മേലാണ്. പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഏറ്റവും അവസാനം ഞാൻ പാർലമെൻറ്റിൽ നടത്തിയ ഒരു ഇടപെടലിൽ ഒരു സ്വകാര്യ ബില്ല് അവിടെ അവതരിപ്പിച്ചു. ആ സ്വകാര്യ ബില്ലിനകത്ത് ഞാൻ പറഞ്ഞത്, ഈ പ്രൈവറ്റൈസേഷൻ, പബ്ലിക് സെക്ടറിൻ്റെ പ്രൈവറ്റൈസേഷൻ ഗവൺമെൻറ് നയമാണ്, അതിൽ മാറ്റം വരുത്തുന്നത് നമ്മൾ ആരെങ്കിലും 1-2 പേര് മാത്രമായിട്ട് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. എൻ്റെ ബില്ല് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പബ്ലിക് സെക്ടർ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അതിലെ നിയമനങ്ങൾ പബ്ലിക് സെക്ടറിൽ എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെ പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കടക്കമുള്ള സംവരണം നിലനിർത്തിക്കൊണ്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ടാലും നിയമനങ്ങൾ ഈ സംവരണം അടക്കം നിലനിർത്തിക്കൊണ്ട് നടത്തുന്നതിന് അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ബില്ലാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. അത് എൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് എടുത്തില്ല, അതുകൊണ്ട് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, കേരളത്തിലും ഇന്ത്യയിലും സ്വകാര്യ മേഖലയിൽ കൂടി സംവരണം വരാതെ പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങളുടെ സാധ്യതയെങ്കിലും അതുപോലെയെങ്കിലും നാളെ കിട്ടണമെങ്കിൽ സ്വകാര്യ മേഖലയിലേക്ക് സംവരണം കൊണ്ടുവരാൻ കഴിയണം. അതിന് ചില മുടന്ത ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 മതന്യൂനപക്ഷ വിഭാഗങ്ങൾ കൊടുത്തുള്ള പ്രത്യേക പ്രൊട്ടക്ഷൻ, അത് പട്ടികജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാധകം. കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ റിസർവേഷൻ ഉണ്ടല്ലോ. അവിടെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ പ്രൊട്ടക്ഷൻ ബാധകമല്ലേ? അതോ SC/STക്ക് മാത്രമേ ഉള്ളൂ? അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ സുദീർഘമായിട്ടുള്ള ചർച്ച ആവശ്യമാണ്. ഇപ്പോഴത്തന്നെ ഒരുപാട് സമയം ഞാൻ എടുത്തുപോയി, ഞാൻ അതുകൊണ്ട് നീട്ടുന്നില്ല. എന്നെ ഈ മീറ്റിങ്ങിൽ വിളിച്ചതിന്, എൻ്റെ അഭിപ്രായം പറയാൻ അവസരം തന്നതിൽ, ഇങ്ങനെ ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിച്ചതിന് ബഹുമാന്യനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ജിയോട് എൻ്റെ നന്ദിയും കടപ്പാടും ആവർത്തിച്ച് പ്രകടിപ്പിച്ചുകൊണ്ട്, വളരെ ഗൗരവമാർന്ന വിഷയങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിലെ ദളിത് സമൂഹം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ദേശീയ അടിസ്ഥാനത്തിലുള്ള ദളിത് സമൂഹം ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടതാണ്. ആ ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദളിത് സമൂഹം കൈകാര്യം ചെയ്യേണ്ട എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ദളിതരുടെ പ്രശ്നങ്ങൾ ദളിതർ മാത്രമായിട്ടല്ല പരിഹരിക്കേണ്ടത്. ദളിതരുടെ പ്രശ്നം ദളിതർ മാത്രമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയതുമല്ല, അത് സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് സമൂഹമാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. അതുകൊണ്ട് സമൂഹത്തിലെ ഈ ദളിത് ഇഷ്യൂസ് ശരിയാണ്, അവർ പിന്തള്ളപ്പെട്ടവരാണ്, അവർക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരെ കൊണ്ടുവരുന്നതിന്, മറ്റുള്ളവരോടൊപ്പം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ബാധ്യത ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദളിതരല്ലാത്ത വലിയൊരു സെറ്റ് ആളുകൾ ഈ കേരളത്തിലും ഇന്ത്യ രാജ്യത്തുമുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു സ്വത്വവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് എടുത്ത് പട്ടികജാതിക്കാർ മാത്രമായിട്ട് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പ്രത്യേകമായിട്ട് രൂപപ്പെട്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ പറ്റുന്ന കാര്യമല്ല, അത് ശരിയുമല്ല. അതിനും എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്നിട്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ ജാഥയുടെ ക്യാപ്റ്റൻ ആരാധ്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭനാണ് അല്ലേ? അതുപോലെ എത്രയോ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് പട്ടികജാതിക്കാരില്ലാത്ത ദളിതരല്ലാത്ത വലിയൊരു സെറ്റ് ആളുകൾ
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെയെല്ലാം സഹായത്തോടുകൂടി അവരുടെയെല്ലാം പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ദളിത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരേണ്ടത്. അതാണ് അതിൻ്റെ ശരിയായ മാർഗം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സാങ്കേതികമായി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമയെന്നുള്ള നിലയിൽ ഈ സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടകൻ പറഞ്ഞ കാര്യത്തോട് 100% യോജിക്കുന്നു. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് അത് 67 11 ലക്ഷം ഏക്കർ ഭൂമി മിച്ചഭൂമി ഉണ്ടായിരുന്നു. എത്ര വിതരണം നടത്തി? വിതരണം നടത്തുന്ന സമയത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അതിൻ്റെ 67% ലഭിക്കേണ്ടതാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ ആ ഇംഗ്ലീഷ് പദപ്രയോഗം നടത്തിയത്. അതിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് അറിയില്ല. ഏതായിരുന്നാലും നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യസ്ത അഭിപ്രായമില്ല. ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ സമയക്കുറവ് വളരെ കൂടുതലുണ്ട്. ഇനി നിങ്ങളെ സ്പെഷ്യലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ശ്രീ പി രാമഭദ്രൻ, എൻ്റെ സുഹൃത്ത്, ചെയർമാൻ കേരള ഹാൻഡിക്രാഫ്റ്റ്സ് കോർപ്പറേഷൻ. പ്രിയങ്കരനായ കോർഡിനേറ്റർ, ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ കെ സോമപ്രസാദ്, അതിലെല്ലാം ഉപരി ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ രമേശ് ചെന്നിത്തല, സുധാകരൻ എന്നോട് പറഞ്ഞത് ഞാൻ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഞാൻ കത്തെഴുതി അയക്കത്തേ ഉള്ളൂ, അങ്ങനെ എന്നെ വിളിച്ചാൽ. ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഈ പരിപാടി തുടങ്ങി ഒരു 2-3 എണ്ണം കഴിഞ്ഞപ്പോൾ 15ാമത് വാർഷികമാണ്. എന്നോട് കോൺഗ്രസ്സിലുള്ളവരും കോൺഗ്രസ്സിന് പുറത്തുള്ളവരും എത്രയോ ആളുകൾക്കെതിരായിട്ട് പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇറക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഈ പരിപാടി കാപട്യമാണെന്നൊന്ന് പറഞ്ഞ് ഒന്ന് അടിച്ച് നിലംപരിശാക്കിക്കൂടായോ എന്ന് ചോദിച്ചവരെൻ്റെ അടുത്തുണ്ട്. ഞാൻ പറയുന്നത്, ആർജവമുള്ളവർ, കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കുന്നവർ രമേശ് ചെന്നിത്തലയുടെ പാത പിന്തുടരണം എന്നുള്ളതാണ്. ഇത് മറ്റു പാർട്ടിക്കാരും സ്വീകരിക്കണം. അദ്ദേഹം കോളനികളിൽ ചെന്നിട്ട് ഇതാ ഇവിടെ എല്ലാവരും അങ്ങ് സ്വർഗ്ഗലോകത്ത് നിൽക്കുക എന്നല്ലല്ലോ പറയുന്നത്. ഓരോ കോളനിയുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആ സ്ഥലത്തെ കാര്യങ്ങളും എല്ലാം കേട്ട് അവിടുത്തെ അമ്മമാരെയും സഹോദരങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. അധികം കയ്യിലുള്ളപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടുത്തെ MLAയും MP യും മന്ത്രിയും വരുത്തി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് K. കാമരാജ്. ഞാൻ ഒരിക്കൽ വയലാർജി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഞാൻ ചെന്നൈ ചെന്നപ്പോൾ വയലാർജി പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ടൊന്ന് കറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കാറാണ്. അന്ന് നല്ല തടിയുണ്ട്, നല്ല കറുപ്പാണ്, എന്നെ കണ്ടാൽ ഒരു തമിഴ് ലുക്കുമുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിനോടത്തെല്ലാം നല്ല സല്യൂട്ടാണ് കിട്ടിയത്. മന്ത്രിയാൻ ധരിച്ച്. അപ്പം ആ ഡ്രൈവർ സംസാരിച്ച് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആ ഡ്രൈവറുടെ നാട്ടിൽ കാമരാജ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ ചെന്ന്
അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ഇവിടെ ആർക്കും ജോലി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു പഠിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞ് ഡ്രൈവിങ് പഠിച്ച ഒരാളുണ്ടെന്ന് പറഞ്ഞു. ശരി, അവനെ ചെന്നൈയിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ ജോലി കിട്ടിയ ആളായിരുന്നു അയാൾ. ഈ രമേശ് ചെന്നിത്തലയുടെ ഈ പരിപാടി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ പരിപാടിക്ക് കേരള ദലിത് ഫെഡറേഷൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും. ഏത് സഹായത്തിന് എപ്പോൾ വിളിച്ചാലും സംഘടനയുടെ ആളുകൾ വന്നിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് ശ്രീ കെ സോമപ്രസാദ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ്. ഒരു കാര്യത്തിൽ മാത്രമേ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇന്ന് സംവരണത്തിനെതിരായിട്ട് ആരും രംഗത്തില്ല. കാര്യം എല്ലാവർക്കും സംവരണമുണ്ട്. നായർക്കും നമ്പൂരിക്കും ക്രിസ്ത്യാനിക്കും എല്ലാം സംവരണമുണ്ട്. സംവരണമില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് സംവരണത്തിനാരും എതിരല്ല. നമുക്കെങ്ങനെ നമ്മുടെ സംവരണ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ PSC നിയമനങ്ങളിലെ റൊട്ടേഷൻ മാറണം. ഇപ്പോൾ കേരളത്തിൽ KS വന്നു. എത്ര സോമപ്രസാദ്? 59. എത്ര പേരെ എടുത്ത് KSൽ? അദ്ദേഹമായിരുന്നു അതിന് 3 സ്ട്രീമിലും സംവരണം കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും ശക്തിയായി നിന്നതും. പിന്നൊന്ന് ഞാനുമായിരുന്നു. പക്ഷേ അവിടെ ഇത്രയും ആളുകൾക്ക് ജോലി കിട്ടിയിട്ടും നമുക്ക് ആദ്യ വിഭാഗത്തിൽ നിന്ന് ഒരാളിന് ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ഈ റൊട്ടേഷൻ്റെ വിഷയമാണ്. ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്, അത് പരിഹരിക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ സംവരണത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് സാധാരണയുള്ള ഉദ്യോഗ നിയമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്താം എന്ന് വിചാരിച്ചാൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ നിയമനം കത്തില്ല. അതിന് ഭരണാധികാരികൾ കൂടി കുറേ മുമ്പോട്ട് വരണം. ഇവിടെ തൊഴിൽ സാധ്യത ധാരാളമുണ്ട്, നിയമനങ്ങൾ നടക്കുന്നുണ്ട്. PSCയുടെ നിയമനമൊന്നും മരവിപ്പിച്ചിട്ടൊന്നും. ഞാൻ ചെയർമാനായിട്ടുള്ള സ്ഥാപനത്തിലും PSC നിയമനം കിട്ടി മാനേജരായി ഇപ്പോൾ 1 മാസത്തിനകം വന്ന ആളുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും മാർഗത്തിൽ നമുക്ക് തൊഴിൽ കിട്ടണം. ഞാനിപ്പോഴൊരു കാര്യം ഓർത്തു പോവുകയാണ്. ഞാൻ ഹരിജൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ അന്ന് നമ്മുടെ പാർട്ടിയുടെ പോഷക സംഘടന ഭാരതീയ അധികൃത വർഗ ലീഗായിരുന്നു. അതിനൊരു യുവജന സംഘടന ഉണ്ടായിരുന്നു. ഞാൻ 1983 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന് ഞാനും ശ്രീ PK വേലായുധനും കൂടെ തയ്യാറാക്കി ഒരു നിവേദനം കൊടുത്തു. അടുത്ത സാമ്പത്തിക വർഷം 1984-85 ഹരിജന ഗിരിജന വർഷമായി പ്രഖ്യാപിക്കണം. അന്ന് ആ പേര് കുറ്റകരമായിരുന്നില്ല.
അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെയൊക്കെ കാളീശ്വരനെ പോലൊക്കെയുള്ള അധികായകരായ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു ചേർത്തു. ആ യോഗം ഒരിക്കലും മറക്കത്തില്ല. കാര്യം അന്നാണ് ഡോക്ടർ KR നാരായണൻ ശ്രീ K കരുണാകരനെ കാണാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വരുന്നത്. സെക്രട്ടേറിയറ്റിൽ ആ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് TP വാസുദേവൻ നായരും ഭാസ്കരൻ നായരും പോയി ലിഫ്റ്റിനകത്ത് KR നാരായണനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ലീഡറാണ് എന്നെ ആദ്യമായിട്ട് KR നാരായണനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് 1984-85 ഹരിജന ഗിരിജന വർഷമായിട്ട് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. എല്ലാ മന്ത്രിമാരും ഉണ്ട്, വകുപ്പ് മേധാവികളുണ്ട്, വൈസ് ചാൻസലർമാർ. ഇന്നത്തെ അത്രയൊന്നും വൈസ് ചാൻസലർമാരില്ല, 3 പേരേ ഉള്ളൂ. 4 കേരള, കാലിക്കറ്റ്, പിന്നെ കാർഷിക സർവകലാശാല, ഇതേ ഉള്ളൂ. TCN മേനോനൊക്കെയാണ് അന്ന് VC. കളക്ടർമാർ, അതുകൂടാതെ ഒരേ ഒരു നോൺ ഒഫീഷ്യൽ മെമ്പർ, അത് ഞാനാണ്. K കുഞ്ഞമ്പു സാറും KK ബാലകൃഷ്ണൻ സാറും ദാമോദരൻ കാളാശ്ശേരിയൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വെള്ളയിച്ചൻ സാറുമൊക്കെ തലയെടുപ്പുള്ള ദലിത് നേതാക്കന്മാരായിട്ട് വിരാജിക്കുന്ന കാലത്താണ് എന്നെ ലീഡർ ആ കമ്മിറ്റിയിലെടുത്തത്. ആ തലമുറയിൽപ്പെട്ട പല ആളുകൾ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ആ പരിപാടിയുടെ കോർഡിനേറ്റർ ഇന്നത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസായിരുന്നു. ലീഡർ ആദ്യം ചെയ്തെന്തോന്നറിയാവോ? അതിന് തൊട്ട് മുമ്പ് 5 കൊല്ലത്തിനുള്ളിൽ എംപ്ലോയ്മെൻറ്റ് വഴി ജോലി കിട്ടിയ മുഴുവൻ ആളുകളെയും സ്ഥിരപ്പെടുത്തി. മെഡിക്കൽ കോളേജിലെ ആ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളല്ല ആ കാലത്താണ് ആരംഭിക്കുന്നത്. എന്തെല്ലാം മാറ്റങ്ങളാണ് കേരളത്തിലുണ്ടായത്. ലീഡറുടെ കയ്യിൽ ഗവൺമെൻറ് സെക്രട്ടറിമാർ ഏതെങ്കിലും കമ്മിറ്റിയിലേക്കോ ഏതെങ്കിലും നിയമനത്തിനോ ഒരു ലിസ്റ്റ് കൊണ്ടേ കൊടുത്താൽ ലീഡർ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി വെച്ച് ഇങ്ങനെ, രമേശ് ജിക്ക് അറിയാമല്ലോ, ഇങ്ങനെയാണ് അദ്ദേഹം പേന പിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, ഇതിനകത്ത് എൻ്റെ ആളുകൾ ആരുമില്ല, നിങ്ങളിത് കൊണ്ടുപോകാൻ പറയും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പരങ്ങും. അവരുടെ വിചാരം എന്തുവാ, മുരളീധരനും പത്മജയും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമെന്നാണ്. എൻ്റെ ആളുകളില്ലെന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാരില്ലെന്ന് അതിൻ്റെ അർത്ഥം. അതാ കരുണാകരൻ. അതുപോലെ ആർജവമുള്ള മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വേണം. നമ്മൾ ഉദ്യോഗം പറയുകയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടന്നത് ശ്രീ C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്, അല്ലേ സുധാര? 10 കൊല്ലത്തിന് മുമ്പ് റിട്ടയർ ചെയ്ത് പോയ ആയിരക്കണക്കിന് വകുപ്പ് മേധാവികളും ഉപമേധാവികളുമായ നമ്മുടെ ആളുകളുണ്ടായിരുന്നു. അതെല്ലാം ആ കാലത്ത് നിയമിച്ചാണ്. ഇപ്പോഴും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്ന് പ്രചരണമുണ്ട്. ശരിയല്ല, സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതൊന്നും നടത്തിയിട്ടില്ല. അതിനകത്തൊക്കെ ശക്തമായ നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ അന്ന് അച്യുതമേനോൻ ഭരണകാലത്ത് അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, ഇവിടെ എൻ്റെ സ്നേഹിതൻ സോമപ്രസാദ് പറഞ്ഞു, സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, നിർദ്ദയം നമ്മളെ ഭൂമി നിറക്കി വിടാൻ പറ്റത്തില്ല എന്ന കുടികുടപ്പുകാരന് വേണ്ടിയുള്ള ഓർഡർ കൊണ്ടുവന്നത് അന്നാണ്. പക്ഷേ കണ്ണൻദേവൻ്റെയും മുരുക്കൻ്റെയൊക്കെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ആർജവം കാണിച്ചത് അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ആയിരുന്നു.
ഏറ്റവും കൂടുതൽ ഭൂവിതരണം നടന്നത് അക്കാലത്താണ്. എന്താ ഭൂമി ഒരു വിഷയമാകുന്നത്? ഭൂമി നമ്മുടെ സാമൂഹ്യ മാന്യതയുടെ ഏറ്റവും വലിയ അളവുകോലാണ്. ഏറ്റവും വലിയ അളവുകോലാണ്. എൻ്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളികളായിരുന്നില്ല. അതുകൊണ്ട് ആരെയും തമ്പുരാനെന്നൊന്നും ഏമാനെന്നൊന്നും വിളിക്കേണ്ടതായിട്ടും വന്നില്ല. അയ്യാറിയിലെ ജോലിക്കാരനായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമിക്ക് വിലയുള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്, കരുനാഗപ്പള്ളിയിൽ നിന്നും. 1 സെന്റ് ഭൂമിക്ക് മിനിമം 1 കോടി കൊടുക്കണം. വേണ്ട വെഞ്ചുകൂട്ട, 1 കോടി രൂപ കൊടുക്കണം പ്രധാനപ്പെട്ട സ്ഥലത്ത്. ഞാൻ 55-ൽ ജനിച്ച് 57-ൽ ഞാൻ ഒരു ഓടിട്ട വീട്ടിലാണ് ഞാനുണ്ടായിരുന്നത്. എൻ്റെ വീട് ഓടിട്ടതായിരുന്നു. എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്നവരെല്ലാം വീട്ടിൽ വരും. അവരന്തം വിട്ടിരിക്കും ഈ ഓടിട്ട വീട് കാണുമ്പോൾ. പരിസരത്തുള്ള 1, 2, 3 നായർ ഭവനങ്ങൾ, ജന്മി കുടുംബങ്ങൾ ഒഴിച്ച് ഒരു സമുദായക്കാരുടെ ഒന്നും ഓടിട്ട വീടില്ല. പക്ഷേ അതിൻ്റെ ഒരു മാന്യത ചെറുതൊന്നുമല്ല. കുടികിടപ്പ് കിട്ടിയതല്ല. ഏക്കർ കണക്കിന് ഭൂമിയൊന്നുമില്ല, വെറും 4 സെന്റ് ഭൂമിയേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രൗഢി ചെറുതൊന്നുമല്ല. ആ 4 സെന്റിനും 3 സെന്റിനും ഭൂമിക്ക് വേണ്ടിയല്ല നമ്മുടെ പൂർവികർ സമരം നടത്തിയത്. കൃഷിഭൂമി കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് കൃഷിഭൂമി കിട്ടിയില്ല. മാറി മാറി വന്ന മിക്ക ഭരണകൂടവും അത് ചെയ്തില്ല. ആദിവാസികളുടെ ഏറ്റവും വലിയ സംരക്ഷണ നിയമം, കേന്ദ്രത്തിൻ്റെ അംഗീകാരമുണ്ടായിരുന്ന ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽ പെടുത്തിയ 75-ലെ നിയമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് ചവിട്ടി അരച്ചെടുത്ത് തോട്ടിയിൽ കളഞ്ഞു. കോൺഗ്രസിനും അതിന് വലിയ പങ്കുണ്ടായിരുന്നു. ആ നിയമം പാസാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പക്ഷേ അത് ചവിട്ടി തൂത്തെടുത്ത് കഴിഞ്ഞു. പിന്നീട് 99-ൽ അതിനെ മറികടക്കാൻ നിയമം കൊണ്ടുവന്നു. അതൊന്നും നടന്നില്ല. പിന്നെ ഭൂസമരം നടന്നു. കേരളത്തിൻ്റെ ഭൂസമര ചരിത്രമുണ്ട്. ആ ഭൂസമര ചരിത്രം മഹാത്മാ അയ്യങ്കാളിയിൽ നിന്നും തുടങ്ങി TK മാധവനിൽ നിന്നും പടർന്നതാണ്. കോൺഗ്രസിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രമേയമുണ്ട് AICCയുടെ, ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ പ്രസംഗിച്ച് നടന്നതാണ്. കൃഷിഭൂമി കർഷകന്. ഏത് കർഷകന് ഭൂമി കിട്ടി? എത്ര കർഷകന് കിട്ടി? ആരാണ് കർഷകൻ? നമ്മളാണ് കർഷക തൊഴിലാളികൾ. പാവപ്പെട്ട നമ്മുടെ ആളുകളാണ്, പട്ടികജാതി പട്ടികവർഗക്കാരാണ്. ബാക്കിയുള്ളവരും ഉണ്ട്. നമുക്ക് ഭൂമി കിട്ടിയോ? ഉണ്ടായില്ല. ആദിവാസികൾക്കാരാണ് കേരളത്തിൽ ഭൂമി കൂട്ടിയത്. CK ജാനുവിൻ്റെയും M ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ നടന്ന നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഫലമായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കുടിൽ കെട്ടി സമരം നടക്കുമ്പോൾ മിക്കവാറും വൈകിട്ട് ഞാൻ സെക്രട്ടേറിയറ്റിലോട്ട് കയറുമ്പോൾ സന്ധ്യയാകുമ്പം മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാൻ VKN പണിക്കരോട് ചോദിച്ചു നോക്കിയാൽ മതി. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ചെന്ന് സംസാരിക്കുമ്പം സാധാരണ ആന്റണി സാറ് രാജ്യത്തുള്ള ആളുകളെ എല്ലാം കൂടെ കൂട്ടി നിർത്തി ചവിട്ടി കൂട്ടുന്ന ഒരു പരിപാടി അദ്ദേഹത്തിനില്ല. ഓരോ ആളുകളെ കാണത്തുള്ളൂ. പക്ഷേ അന്ന് ഞാൻ കയറി ചെന്നപ്പം ഈ നഗരത്തിലെ 3 പ്രമാണിമാർ ബുദ്ധിജീവികൾ ഇരിക്കുകയാണ്. അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ. വിപ്ലവത്തിൻ്റെ കവിതകൾ സെക്കൻഡ് കൊണ്ട് രചിച്ചു വിടുന്നവർ. അവർ പറയുകയാണ്, ഇവിടെ ഈ നഗരം നാറുന്നു, ജീവിക്കാൻ വയ്യ, ഇത് പട്ടാളത്തെ ഇളക്കി പൊളിച്ചു കളയാൻ പറഞ്ഞു. അന്ന് ശ്രീ AK ആന്റണി പറഞ്ഞു,
ആരെല്ലാം എന്തെല്ലാം ഈ തിരുവനന്തപുരത്ത് വന്ന് നേടിക്കൊണ്ട് പോകുന്നുണ്ട്, ഈ പാവങ്ങളും എന്തെങ്കിലും നേടിക്കൊണ്ട് പോകട്ടെ എന്ന് നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. ആ സമരത്തിൻ്റെ കരാർ പ്രകാരം 2021 ഒക്ടോബർ 16 കരാറുണ്ടാകുന്നത്. 2002 മിഷൻ നിലവിൽ വന്നു. PK ശിവാനന്ദൻ IAS നേതൃത്വത്തിൽ ഫുൾ ടൈം IAS കാരനാണ് അതിൻ്റെ ചീഫായിരിക്കേണ്ടതെന്നാണ് നിയമത്തിൽ, ഒത്തുതീർപ്പിലും നിയമത്തിലും പറയുന്നത്. ഉണ്ടായില്ല. 30,000 ഏക്കർ നിക്ഷിപ്ത വനഭൂമി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു, പരിസ്ഥിതി മന്ത്രാലയം. പക്ഷേ 19,000 ഏക്കറെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതും AK ആൻ്റണിയുടെ കാലത്താണ് ആദിവാസികൾക്ക് 5 ഏക്കറും ഒക്കെ ഭൂമി കൊടുത്തത്. കാരണം അന്ന് വയനാട് ജില്ലയിലെ പല ഭൂപ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ സംഘടന സുഗന്ധഗിരി കാർഡമം പ്രോജക്റ്റ് നിർത്തലാക്കി കൊണ്ടാണ് അവിടെ ഭൂമി കൊടുത്തത്. കാർഡമം പ്രോജക്റ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ KDFിൻ്റെ സ്ഥാനാർത്ഥികളും CI2 തമ്മിലായിരുന്നു മത്സരം. ഞങ്ങൾക്ക് ആളുകളെ സംഘടിപ്പിക്കാനും വോട്ട് ചെയ്യിക്കാനും മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 5-6 വോട്ടിനൊക്കെയാണ് അന്ന് തോറ്റത്. അന്ന് ആ ഭൂവിതരണത്തെക്കുറിച്ച് അതുകൊണ്ട് നമുക്കറിയാം എത്ര ആളുകൾക്ക് ഭൂമി കിട്ടി. എങ്കിലും ഇനിയും ഭൂമി കിട്ടാനുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള സംഭവങ്ങൾ നാം പഠിക്കണം. കേരളത്തിൽ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ശ്രീമതി KR ഗൗരി ഒരിക്കൽ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പാർട്ടിയിലേക്ക് ക്ഷണിക്കാനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവരുടെ പാർട്ടിക്കാർ വന്നു, JSSകാർ. ആലപ്പുഴയിൽ ആ മഹതിയുടെ വീട്ടിൽ പോയി ഞാൻ കണ്ട് സംസാരിച്ചു. എൻ്റെ വിയോജിപ്പ് പറഞ്ഞത് ഞാൻ ഭൂപരിഷ്കരണത്തെക്കുറിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു, റവന്യൂ മന്ത്രി എന്ന നിലയിൽ ഞാനായിരുന്നു ബില്ല് പൈലറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ അധികാരമൊക്കെ മാറ്റി അത് ലോ മിനിസ്റ്റർ VR കൃഷ്ണയ്യരെ കൊണ്ട് നടത്തിച്ചു. VR കൃഷ്ണയ്യർ ചെയ്തതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പോട്ടെ, നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അതുകൊണ്ട് ഭൂമി കിട്ടണമെങ്കിൽ, തൊഴിൽ കിട്ടണമെങ്കിൽ, മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആർജവമുള്ള രാഷ്ട്രീയ നേതൃത്വം വരണം. ഇന്ത്യയിൽ, കേരളത്തിൽ ജാതി സെൻസസ് നടത്തണം. അതിന് ഇന്ത്യ രാജ്യത്ത് വാ തുറന്ന് പറയുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ആ ആളിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അതിനെ തുരങ്കം വയ്ക്കുന്നവരാണ് പലരും. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഈ കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകാം. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കാം. ഇവിടെ പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇത്തരം ഒരു കോൺക്ലേവ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള പട്ടികവർഗ വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരണം. ഇതിന് ആർജവമുണ്ടാകണമെങ്കിൽ, ഇതിന് നടപടി ഉണ്ടാകണമെങ്കിൽ നല്ല ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പല മാറ്റങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട കുഴപ്പം, വിമോചന സമരത്തിൻ്റെ പ്രേതബാധയിൽ നിന്നും ഇന്നും അവർ മുക്തമായിട്ടില്ല. ആ വിമോചന സമരത്തെ താലോലിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ നയവും മാറിയിട്ടില്ല. ഇത് രണ്ടും മാറ്റിവെക്കാതെ കേരളത്തിൽ CPM-നും കോൺഗ്രസിനും ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായി മുമ്പോട്ട് വരാൻ രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ
ഓരോ പാർട്ടിയിലും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അടുത്ത മെമൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തലജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ സംസാരിച്ച എൻ്റെ സുഹൃത്ത് 100% ഞാൻ യോജിക്കുന്നു. അന്ന് ശ്രീ കെ കരുണാകരൻ ആയിരുന്നു SC/ST വകുപ്പ് ഏറ്റെടുത്തിരുന്നത്, നേരിട്ട് മുഖ്യമന്ത്രി തന്നെ. CB ആനന്ദ ബോസ് അതിൻ്റെ ഡയറക്ടർ. അന്ന് സബ് കളക്ടറായിരുന്ന എനിക്ക് ഹരിഹിരി ബങ്ക് കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെയുള്ള മുഖ്യമന്ത്രിമാർ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് റീഡിസ്ട്രിബ്യൂഷൻ നടത്തണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കൂടുതൽ പുരുഷോത്തമൻ സഹകരണ വകുപ്പിൽ നമ്മുടെ ഫെഡറേഷൻ്റെ ആളുണ്ട്. SC/ST ആയിരക്കണക്കിന് SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നടത്തിയിട്ട് ഒരുപാട് ജോലി കൊടുക്കാൻ സാധിക്കും. അതിനെ പുനരുദ്ധരിപ്പിക്കുകയും പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള നിലക്ക് മോഡറേറ്റർ എന്നുള്ളത് പറയുന്നുണ്ട്. ഈ മൊമെൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടി ആദരണീയനായ രമേശ് ചെന്നിത്തലജിയെ ക്ഷണിച്ചുകൊള്ളും. അടുത്ത് ആദരിക്കൽ ചടങ്ങാണ്. ശ്രീ സുധാകരൻ IAS റിട്ടയർഡ്. ശ്രീ K സോമപ്രസാദ് XMP. ശ്രീ P രാമഭദ്രൻ, ചെയർമാൻ കേരള ഹാൻഡിക്രാഫ്റ്റ് ബോർഡ്. ശ്രീ CP കൃഷ്ണ സമാപന സമ്മേളനത്തിൽ ആദരിക്കും. അടുത്തതായി സമാപന സമ്മേളനമാണ്. നന്ദി രേഖപ്പെടുത്താൻ ബഹുമാന്യനായ ശ്രീ തമ്പാൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെയും സദസ്സിലെയും എത്രയും ബഹുമാന്യരെ, 15 വർഷങ്ങൾക്ക് മുമ്പ് രമേശ് ജി ആരംഭിച്ച ഗാന്ധിഗ്രാമിൻ്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക്, ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ രാവിലെ മുതൽ നടക്കുന്ന ചർച്ചയിലൂടെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നടന്ന തൊഴിലില്ലായ്മയും ദളിതരുടെ കിടപ്പാട പ്രശ്നങ്ങളുമാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയാത്ത ഒരു പ്രശ്നം 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഗാന്ധിജി പഠിപ്പിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ വർത്തമാനകാല രൂപമായ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടായാൽ വിദേശങ്ങളിൽ അനന്തമായ സാധ്യതകൾ നമ്മുടെ യുവാക്കൾക്ക് ഉണ്ടാകും. അങ്ങനെ വിദ്യാഭ്യാസ രംഗം മാറുന്നതിനുള്ള ഒരു നിർദ്ദേശം ആയിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൽ സമർപ്പിക്കണം. പിന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ സോമപ്രസാദ്, അദ്ദേഹം ദളിതരുടെ കിടപ്പാട പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് കിടപ്പാടമില്ലാത്തവർക്ക് നൽകണമെന്ന നിർദ്ദേശം. ഇന്ന് രാവിലെ ശ്രീ രമേശ് ചെന്നിത്തലയും കിടപ്പാടമില്ലാത്ത ദളിതരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി നിർദ്ദേശിച്ചത് അതാണ്. രാഷ്ട്രീയമായി 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സോമപ്രസാദും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒരേ വേദിയിൽ ഒരു സമവായത്തിലെത്തിക്കാൻ ഈ കോൺക്ലേവിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് ശ്രീ സോമപ്രസാദിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ചടങ്ങിൻ്റെ മോഡറേറ്ററായിരുന്ന ശ്രീ സുധാകരനും ശ്രീ CP കൃഷ്ണനും രാമഭദ്രനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷനായി ശ്രീ പന്തളം സുധാകരൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening to everyone. Thank you for being an engaging group. തികഞ്ഞ അക്കാദമിക നിലവാരം പുലർത്തിയ മനോഹരമായ ഈ കോൺക്ലേവിൻ്റെ സമാപന ചടങ്ങിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ ദളിത് ജനവിഭാഗം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെല്ലാം തന്നെ ഇവിടെ സമഗ്രമായി അപഗ്രഥിക്കപ്പെട്ടു കഴിഞ്ഞു. ബഹുമാന്യനായ ഗവർണർ ശ്രീ പ്രകാശ് യശ്വന്ത് അംബേദ്കർ, ശ്രീമതി ധൻസാരി അനസൂയ, ശ്രീമതി വർഷ ഗെയ്ക്വാദ് തുടങ്ങി ഇവിടെ പ്രസംഗിച്ച എല്ലാവരും വിഷയത്തിൽ ഊന്നിയാണ് സംസാരിച്ചത്. അതിഥികളായ ശ്രീ പന്തളം സുധാകരൻ, നിതിൻ, ശ്രീ ജിഗ്നേഷ് മേവാനി, ശ്രീ K രാജു IAS, ശ്രീ BS ബാലചന്ദ്രൻ, ശ്രീ K സോമപ്രസാദ്,
ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ IC ബാലകൃഷ്ണൻ, ശ്രീ സോമപ്രസാദ്, ശ്രീ CP കൃഷ്ണൻ, ശ്രീ CP ബാലശേഖരൻ, ശ്രീ AK ശശി, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മുൻ മന്ത്രി കൂടിയായ ശ്രീ പന്തളം സുധാകരനാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് മഹാരാഷ്ട്ര മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ നിതിൻ റൌട്ടാണ്. ശ്രീ ജിഗ്നേഷ് മേവാനി, ശ്രീ K രാജു IASഉം ഇതിൽ സംബന്ധിക്കുന്നു. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൻ്റെ വൈസ് ചെയർമാനായ ശ്രീ BS ബാലചന്ദ്രൻ അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, 2025 മാർച്ച് 23 ചരിത്രത്തിലെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു ദിനമായി മാറുകയാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് ബാലഗംഗാധര തിലകൻ ഒരു ലോക രാമായണ സമ്മേളനം നടത്തുകയായി. അതിനുശേഷം റാം മനോഹർ ലോഹിയ 1960 ഒരു രാമായണ സമ്മേളനം നടത്തുകയുണ്ടായി. നാം ഭാരതത്തിൻ്റെ ചരിത്രവും പശ്ചാത്തലം പഠിക്കുമ്പോൾ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ചരിത്രത്തിൽ വായിക്കുകയും പഠിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നേതാവ് കഴിഞ്ഞ 1.5 ദശാബ്ദം തൻ്റെ അത്യധ്വാനം ദളിത് കോളനികളിൽ ചെലവഴിച്ചുകൊണ്ട് ഈ അനുഭവം നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ എവിടെയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടസ്സമെന്ന്, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലെ ആളിൻ്റെ ഉന്നമനവും, വിനോബാ ഭാവെ പറഞ്ഞതുപോലെ അന്ത്യോദയം, ആ അന്ത്യോദയ എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അടിത്തട്ടിലാളുടെയും ഉന്നമനം, ദളിത് സമൂഹത്തിൻ്റെ ഉന്നമനം, ദുർബല ഉന്നമനം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഉന്നമനം തൻ്റെ ജീവിത ദൗത്യമാക്കി മാറ്റിയ ശ്രീ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച പ്രോഗ്രസ് ദളിത് കോൺക്ലേവ് ആണ് ഇന്ന് ഈ 23-ാം തീയതി ഒരു ചരിത്ര സംഭവമായി ഇവിടെ നാം കൊണ്ടാടുന്നത്. ഈ സമ്മേളനത്തിൻ്റെ സഫലമാണ് ഇവിടെ. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ ഉയർന്ന വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഒരു ദേശീയ അജണ്ട നമുക്ക് രൂപപ്പെട്ടു നമ്മുടെ മനസ്സിലേക്ക്. വിദ്യാഭ്യാസത്തിൻ്റെയും വികസനത്തിൻ്റെയും ഭൂമിയുടെയും തൊഴിലിൻ്റെയും ഒക്കെ കാര്യത്തിൽ കൃത്യതയോടുകൂടി ഒരു അജണ്ട വന്നിട്ടുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുവാൻ പ്രതിബദ്ധതയോടുകൂടി നമുക്ക് നേതൃത്വം നൽകുവാൻ പ്രിയങ്കനായ രമേശ് ജി നമ്മുടെ മുന്നിൽ നിന്ന് നമ്മെ നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കടമ. ആ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രിയങ്കനായ ശ്രീ പന്തളം സുധാകരനാണ്. ശ്രീ പന്തളം സുധാകരൻ കേരളത്തിലെ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിതിൻ റാവത്ത് MLA, മഹാരാഷ്ട്രയിൽ മുൻ മന്ത്രിയാണ്. ഐ വെൽക്കം ശ്രീ നിതിൻ റാവത്ത് ഫ്രം മഹാരാഷ്ട്ര. പ്ലീസ്. ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ST ഡിപ്പാർട്ട്മെൻറ്റ്, AICCയുടെ ACSC ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ കോർഡിനേറ്റർ ശ്രീ K രാജു IAS റിട്ടയർഡ്. ഐ വെൽക്കം മിസ്റ്റർ K രാജു IAS. ഈ യോഗത്തിൽ ശ്രീ ജിഗ്നേഷ് മേവാനി, അദ്ദേഹം ഈ യോഗത്തിൽ സ്പെഷ്യൽ അഡ്രസ് നടത്തുന്നു. ശ്രീ ജിഗ്നേഷ് മേവാനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ IC ബാലകൃഷ്ണൻ MLA, വയനാട് MLA ശ്രീ IC ബാലകൃഷ്ണൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സോമപ്രസാദ് XMBയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കേവർക്കും പ്രിയങ്കരിയായ ശ്രീ ഷാനിമോൾ ഉസ്മാൻ XMLA ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർമർ ചെയർമാൻ
ശ്രീ എ കെ ശശിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി പി കൃഷ്ണനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഫീഡ്ബാക്ക്, ഇവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ നാളെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തിൻ്റെ ദളിത് പ്രോഗ്രസ് മിഷനായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം, അജണ്ട പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല സംസാരിക്കും. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങളുടെ ഏവരും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നത് ഈ കോൺക്ലേവിൻ്റെ സംഘാടകൻ ശ്രീ സി പി രാജശേഖരൻ, ഇതിൻ്റെ കൺവീനർ, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അധ്യക്ഷ സംഘത്തിനായി മുൻ മന്ത്രിയായ ശ്രീ പന്തളം സുധാകരനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഉദ്ഘാടകൻ, നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ആത്മസുഹൃത്തു കൂടിയായ മുൻ മഹാരാഷ്ട്ര മന്ത്രി ശ്രീ നിതിൻ റാവത്ത് MLA അവർകളെ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ കെ രാജു IAS റിട്ടയർഡ് അവർകളെ, വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ MLA, ശ്രീ സോമപ്രസാദ്, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ബഹുമാന്യ ശ്രീ എ കെ ശശി, ശ്രീ സി പി കൃഷ്ണൻ, ഇങ്ങനെ മനോഹരമായ ഒരു കുടുംബ യോഗത്തിന് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തിയ കേരളത്തിൻ്റെ പ്രിയങ്കരനായ, കേരളം ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ സംഭാവന ചെയ്ത് പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ, കേരളത്തിൻ്റെ എല്ലാ വിഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകന് എത്രയും വേഗം വിമാനത്താവളത്തിൽ എത്തേണ്ടതുള്ളതുകൊണ്ട് ദീർഘമായ ഒരു അധ്യക്ഷസംഘത്തിന് വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. മാത്രമല്ല, ഞാനൊരു സംഘാടകൻ എന്നുള്ള നിലയിൽ ഒരു അധ്യക്ഷ പ്രസംഗം നടത്തേണ്ട ആവശ്യവുമില്ല. സത്യം പറഞ്ഞ് വലിയ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് ഓർമ്മകൾ, പ്രത്യേകിച്ച് ഈ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ, ഞങ്ങളൊക്കെ ഒരു സഹോദരനെ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശ്രീ ജി കാർത്തികെ ജ്വലിക്കുന്ന ഓർമ്മകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സെൻറ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൽ ശ്രീ കാർത്തികേൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനെ പോലെ നിഴൽ പോലെ നിന്ന ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഈ ചടങ്ങ് ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ഇവിടെ നടത്തുവാൻ നിമിത്തമായത് അതിന് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം അത് രാജീവ് ഗാന്ധി സെൻറ്ററിൽ ആരംഭിക്കുമ്പോൾ ശ്രീ ജി കാർത്തികനോടൊപ്പം അതിൻ്റെ എൻ്റെ റൂമിലാണ് ആദ്യത്തെ ഇതിന് ഡയറക്ടർ ബോർഡ് തന്നെ കൂടുന്നത്. ആരും കരുതിയില്ല ഇങ്ങനൊരു അന്തർദേശീയ നിലവാരമുള്ള സ്ഥാപനമായി മാറുമെന്ന്. ശ്രീ രമേശ് ചെന്നിത്തല ദേശീയ പ്രവർത്തിച്ചിരുന്ന ഒറ്റ കാരണം കൊണ്ട് അന്നത്തെ ശ്രീ അർജുൻ സിംഗ് ധാരാളം സഹായം ഈ സ്ഥാപനത്തിന് ചെയ്തു. അങ്ങനെ വലിയ ഒരു കൂട്ടായ്മയുടെ ഫലമായി അതിനുശേഷം കെ കരുണാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഇത് സർക്കാർ സംവിധാനമാക്കി മാറ്റി. അങ്ങനെ നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറ്റി. അവിടെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. രണ്ടാമതായി 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ശ്രീ കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ മാളയിൽ ആണ് ശ്രീ രമേശ് ചെന്നിത്തലജി ആദ്യമായി ഈ ഗാന്ധി ഗ്രാമം പദ്ധതി തുടക്കം കുറിച്ചത്. ആ തുടക്കം കുറിച്ച ചടങ്ങിലും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ശ്രീ രാമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് കൊട്ടിഘോഷിച്ച് തുടങ്ങുന്ന ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ ഗാന്ധി ഗ്രാമ പദ്ധതി എത്ര നാൾ മുന്നോട്ട് പോകും എന്നൊക്കെ എപ്പോഴും കളിയാക്കി ചോദിക്കുമായിരുന്നു. പക്ഷേ അഭംഗുരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് കോവിഡ് വന്നു, പേമാരി വന്നു, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുമൊക്കെ വന്നിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വളരെ മനസ്സിരുത്തി. ഒരു മികച്ച സംഘാടകനാണ് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തോടൊപ്പം ഒരു 45 യഥാർത്ഥത്തിൽ ഒരു 50 വർഷത്തെ വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ് ഞാൻ. അപ്പം അന്ന് മുതൽ മിടുക്കനായ സംഘാടകൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ
പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളിലുള്ള ഒരു സ്നേഹമാണ് ഇന്ന് ഈ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഈ ഗാന്ധി ഗ്രാമ പദ്ധതി മാറിയിരിക്കുന്നത്. എത്രയോ പേർക്ക് സർക്കാരിൻ്റെ സഹായമില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചോദനം കൊണ്ട് സഹായധനങ്ങൾ എത്തിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മുന്നോട്ട് വന്നത് എന്നത് ഈ ഗാന്ധി ഗ്രാമ പദ്ധതിയുടെ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു സമീപ കേരള രാഷ്ട്രീയമായ ഏറ്റവും വലിയ കാമ്പുള്ള ഒരു ചർച്ചാവേദിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ സോമപ്രസാദൊക്കെ വളരെ ആക്യുറേറ്റായിട്ട് ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയും. അതിനെനിക്കും ഒരു ചെറിയ ഒരു വിയോജിപ്പുള്ളത്, CPM സംസ്ഥാന കമ്മിറ്റി കൊല്ലത്ത് കൂടിയപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം. അത് അങ്ങനെ സംഭവിക്കാൻ ഒരുപക്ഷെ വ്യവസായത്തിന് നല്ലതായിരിക്കുമെങ്കിലും അത് ഏറ്റവും വലിയൊരു അടി കിട്ടുന്നത് കേരളത്തിൽ ഈ സംവരണ ആനുകൂല്യം കൊണ്ട് നിയമനം കിട്ടുന്ന പാവപ്പെട്ട SC/ST വിഭാഗത്തിലുള്ളവർക്കായിരിക്കും, അത് സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായും ശ്രീ സോമപ്രസാദിനോട് ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുകയാണെങ്കിൽ, വ്യവസായ വളർച്ചയ്ക്ക് അത് അനിവാര്യമാണെങ്കിൽ സംവരണത്തിൽ മായം ചേർക്കാൻ പാടില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഒരുപാട് വിവിധ മേഖലകളിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നിരവധി പേരെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. എൻ്റെ മുമ്പിലിരിക്കുന്ന തെലങ്കാന മന്ത്രി, സത്യം പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ഇതിനേക്കാൾ കൂടുതൽ കയ്യടി കിട്ടിയത്, ആർപ്പുവിളികളും ആഘോഷവുമായി മാറിയത് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഇതാക്ക എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു എന്നത് ഒരു പാവപ്പെട്ട ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധി എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ ബഹുമാന്യായ ആ സഹോദരിയെ ഇവിടെ അവതരിപ്പിക്കാൻ സന്മനസ് കാണിച്ച ആ ദീർഘവീക്ഷണമുള്ള ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശ് അംബേദ്കർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അത് ഗവർണർ രാവിലെ പറഞ്ഞത് ഡോക്ടർ അംബേദ്കർ ദളിത് വിഭാഗത്തിൻ്റെ നേതാവല്ല, അദ്ദേഹം ദേശീയ നമ്മുടെ നേതാവെന്ന് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനെ പോലെ തുല്യമായ ഒരു നേതാവാണെന്നാണ് പ്രകാശ് അംബേദ്കർ. അങ്ങനെ നിരവധി പേര്, അതുപോലെ ജിതേഷ് ബിഗ്മാനി, അങ്ങനെ എത്രയോ പേരെ ഇവിടെ പ്രസൻറ്റ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അതിനുവേണ്ടി അദ്ദേഹം ത്യാഗം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ വലിയൊരു സംഘാടകൻ്റെ കഴിവുള്ളതുകൊണ്ട് അതിൽ ഒരു ചെറിയ വിഹിതം പ്രയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഈ സമ്മേളനം നടത്തുന്നത്. ഇവിടെ നോമ്പ് കാലമായതുകൊണ്ട് ഏപ്രിൽ പോരെ എന്ന് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് പോലും അതൊക്കെ വകവെക്കാതെ ധൈര്യപൂർവ്വം ഗവർണർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും നമ്മുടെ ഭാഗ്യമാണ്. അതിന് നേതൃത്വം നൽകിയ ശ്രീ രമേശ് ചെന്നിത്തലയെ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, കേരളത്തിൽ ദളിത് സമൂഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും അത് ശ്രീ കെ കരുണാകരനാണ്. ഒരു സംശയമുണ്ട്, അദ്ദേഹം കൊണ്ടുവന്ന ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാക്കിയത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിനോട് കരുണ കാണിക്കുന്ന, ഈ വിഭാഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ചർച്ച ഒരുപാട് നല്ല വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊക്കെ തീർച്ചയായും ബുക്കായി വരും. അത് ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ചർച്ചാവേദികളിലേക്ക് ഒരു സബ്ജക്റ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നുകൂടി ദളിത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഈ പാവപ്പെട്ട ദളിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദളിതർ മാത്രമായി സമരം ചെയ്തതുകൊണ്ടോ പ്രവർത്തിച്ചതുകൊണ്ടോ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നല്ല സന്മനസ്സുള്ളവർ, അവരുടെ മനസ്സിൽ സ്നേഹം കൂടി വേണം. ആ സ്നേഹമുള്ള നേതാക്കന്മാരുടെ വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണു തുറപ്പിക്കുവാൻ ഈ കോൺക്ലേവിന് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. Shri Nitin Raut is an Indian politician and social activist from Maharashtra. He was the former cabinet minister in Uddhav Thackeray ministry. He is the working president of INC in Maharashtra and chairman of SEC of SC department. I invite Honorable Shri Nitin Raut to inaugurate this session.
Namaskaram. Jai Bhim. First and foremost, I salute to the author of the liberty, equality and fraternity and the chief architect of Indian Constitution and the champion of social justice, Dr. Babasaheb Ambedkar, the revolutionary thinker and philosopher, Ram Swami Periyar, the great social reformer, Narayan Guruji, the renowned social reformer, Mahatma Ayankaliji, Honorable Sri Ramesh Chennithalaji, Sri B.S. Balchandranji, Sri P. Sudhakaranji, Sri K. Rajuji, Sri Jignesh Mewaniji, all the respected dignitaries sitting on the dais. Friends, it is privilege and joy to stand before you today. I want to begin by extending my heartfelt thanks to the organizers for inviting me to this august gathering. I am thankful to our leader, Sri Ramesh Chennithalaji, also the pioneer of Gandhi Gramam. Since the morning session began, I have had the chance to listen to so many inspiring voices, dignitaries, activists, and thinkers who have shared their wisdom and experiences. Actually, I came from Nagpur, the city of RSS, but it is known for the sacred monument of Dikshabhumi, where Dr. Babasaheb Ambedkar converted to Buddhism. It's a city of two different ideologies, converse, making it a unique, better battleground of ideas. These moments we have spent together fill my heart with hope, a deep sense of optimism and a renewed strength to keep fighting for the cause of the most neglected, downtrodden and deprived sections of our society. Being here with you, with my family, all reminds me why this work matters so much. I heard in the inaugural session, in the morning, Honorable Governor, he told why we need, after 28 years of this Dalit Conclave. Really, we have to think about it. But I must tell you, as we are celebrating completion of 75th year of the Constitution, it is imperative to acknowledge the challenges that pose to threat to the fabric of Indian democracy. While our Constitution has been a resilient guiding force, we cannot ignore the evolving threats that demand our collective attention. Friends, let us take a moment to reflect on the reality we see around us. For far too long, systematic discrimination and social exclusion have pushed Dalit, Adivasis and minorities away from the mainstream of our society, which Jignesh Mewani mentioned before. These are not just words, but the reality of millions of lives. Poverty has gripped their lives tightly, and social stigma has built walls around them, blocking their access to the things we often take for granted.
good schools, proper health care, decent jobs, and even the chance to dream of a better tomorrow. Imagine working hard, saving money, and still being told you can't live in certain neighborhoods because of the accident of birth. People wanting to celebrate. Dr. Jyoti rightly said before, their wedding with pride, perhaps with a procession on horseback, only to be denied that simple happiness, or think of someone being attacked, even killed, just for having a mobile ringtone that honors Dr. Babasaheb Ambedkar, the man who dedicated his life to their freedom and dignity. These are not stories from the past. They are happening today also. The National Campaign on Dalit Human Rights has shared some painful numbers with us. Every single day, around 10 Dalit women face the horror of rape. Every day, 27 acts of cruelty or violence known as atrocities are committed against Dalit, and every week, 13 Dalits lost their lives to murder. These figures are not just statistics. They represent real people, real families, and real sufferings. Violence has become a daily shadow over their lives. On top of that, economic struggles keep them trapped. So many Dalit men and women toil as farm laborers, bonded workers, or in unorganized jobs with no security. Government policies that favor privatization and reduce public sector opportunities have made things harder, pushing them deeper into debt with loans they can barely repay. This is the harsh reality we must face and change. Friends, let's also talk about where we stand here in Kerala. The political situation in this beautiful state is not simple. Different parties are working hard to win people's trust, and we have seen the growing presence of the saffron BJP and the grassroots efforts of the RSS. These are shifts we cannot ignore. In the last week, I heard Tushar Gandhi speak, and his words reminded us to stay watchful and engaged. At the same time, the Congress party has a vital role to play in shaping Kerala's future. We must recognize the good work it has done and the hope it brings to so many. Together, we can build on this foundation. Friends, at the heart of our efforts lies our Constitution, a document that is the soul of our democracy. Dr. Babasaheb Ambedkar, a visionary leader, gave us this incredible gift. He made sure it spoke of liberty, equality, and fraternity and justice for every Indian. Not for Dalit only. For scheduled caste and tribes, the Constitution offers special protections like reservation in education and jobs and welfare programs to lift them up. But at the same time, in your Kerala, I found that the Dalit and Adivasi peoples are not going far away in the higher education also. This is also we must understand. So these rights were written to heal the wound of history and give every person a fair chance. But even with these safeguards, the journey is far from over. Poverty still stops many Dalits from stepping into classrooms or finding steady work.
health facilities which should be available to all remain out of reach for too many. And though laws exist to protect them, violence continues because those laws are not always enforced with the seriousness they deserve. Sometimes loopholes in the system and an incarning administration let people down. Weak support from institutions and a lack of voice in policy making have left Dalits struggling, caught in a difficult place. Friends, looking beyond Kerala, let's think about our country as a whole. Since 2014, the political climate in India has seen big changes. Important debates happen in Parliament, but it's troubling when our leaders like the Prime Minister are not there to join the conversation on issues that matter to us all. We need leadership that listen and acts. In this moment, I find inspiration in Rahul Gandhi's stand. He speaks boldly about protecting our constitution and fights for social justice. His efforts to empower marginalized communities, whether through words or actions, show us what commitment look like. His voice reminds us that change is possible if we work together. Friends, I appeal to you, the emancipation and empowerment of Dalits is not a small matter. It's an issue that touches the entire nation. If we want real progress, we must focus on two key things: education and economic strength, which I think Jignesh Mewan was told before, and even Prakash Ambedkar was also told. A good education opens doors and steady income gives dignity. These are the tools that can lift Dalits into mainstream. But it's not just about them, it's about all of us. Let's dream of a society that celebrates tolerance and diversity, where every culture and way of life is respected. Let's build a country that does not leave anyone behind, where inclusion is not just a word, but a way of living. I believe we need a real progressive movement, one that brings policy changes to end systematic discrimination, shift society attitudes towards fairness, and encourages dialogue between all sections of our people, which Rahul Gandhi is fighting for that. Imagine a new India where equality and fraternity are not just ideas in the Constitution, but truth we see every day. As we close this conclave, I appeal to you, stay connected to this cause. Take what we have discussed today, the ideas, the stories, the dreams, and carry them to every village, town, and city. To the people of Kerala, I say this with all my heart, stands with leaders like Rahul Gandhi, who care about democracy and justice. Let's make our democracy stronger, step by step, together. Friends, I want to take a moment to honor leaders like Ramesh Chennithalaji, a pioneer of Gandhi Gramam. I am associated with him since NSUI. We also saw him as a leader of the Congress party. He holds the record of the youngest minister in Kerala at the age of 28. His dedication to the welfare of SC/ST communities has made real difference. He also maintains strong relations with all community outfits. His leadership has brought strength to the Congress party, and we are grateful for his efforts. As we look ahead to the 2026 Assembly elections here in Kerala, I urge us all to support the Congress and its vision
let's protect our country from division and hold fast to the constitution that Dr. Baba Saheb Ambedkar offered us. That constitution is our shield, our guide, and our promise to each other. Friends, what a day this has been. We spent hours discussing, sharing, and learning from one another. We have talked about the big challenges: poverty, unemployment, discrimination, exclusion, education, and the need for a stronger political voice for Dalit. Now, conclude, I ask you to carry this energy forward. Let's work tirelessly without ever giving up to rebuild a society that is equitable and kind. I am so grateful to every one of you for being here, for your time, your thoughts, and your commitment. Let's leave this conclave with a shared promise to work hand in hand for a finer, fairer India. Together we can make it happen. Thank you. Thank you very much from the bottom of our heart. Now the session is open. Validity session is open. Thank you very much. Thank you, Ramesh Chennitalaji. Jai Bhim, Jai Savidhan. Shri K. Raju had entered IAS in 1981. He worked with National Advisory Council chaired by Sonia Gandhiji and contributed many rights-based legislations brought by UA government. He resigned from IAS and joined Congress Party 12 years back. I invite Shri K. Raju IAS for the special address. I'm no more IAS. I retired 12 years back to join Congress Party. Nitin Rautji, Jignesh Mevaniji, and distinguished dignitaries on the dais and friends. It gives me great pleasure to be with you on this occasion. I just would like to take 7 to 10 minutes to share my thoughts with you. At the outset, I must say, I would like to go on record to convey my deep appreciation to Ramesh Chennitalaji for initiating Gandhi Gramam as a mission. His regular visits to the villages, his willingness to listen to the heartbeat of the Dalits and Adivasis, and his heart to understand the pain of the Dalits and Adivasis, the way he tried to understand their aspirations and celebrated their victories is something remarkable. I would like to now state to Ramesh Chennitalaji that today your Gandhi Gramam should enter into Gandhi Gramam 2.0. So far, you have been going around the Dalit Adivasi villages and understanding their issues. Now, last 15 years, and through this day-long workshop, you got clarity as to what are the issues that are causing pain to the Dalits and Adivasis. What are the possibilities for change? You are very clear. What are challenges? Many speakers have articulated. So I would like to say that Dalit Progress Conclave of today has given an agenda into our hands. It is for you to take this agenda forward. One suggestion I would like to give to you, though it is a non-political kind of an event, the resolutions that have come from this conclave, I think, should be
take to the Congress party in Kerala for discussing, for sensitizing all sections of the Congress party. Securing equality and justice to the Dalits should not only be the burden of the Dalits or Adivasis. It shall be the responsibility of all sections of the society. That is why the Congress Party of Kerala, the Pradesh Congress Committee, in the next PCC meeting, if they can spare a couple of hours to discuss what are the issues that have come up in this Dalit Progress Conclave, how the party can take it forward, you would be entering Gandhi Gramam 2.0. I would urge you, beseech you to consider this, because political parties are just to fight the elections. Political parties are to bring transformation in the lives of the people. Political parties have to take an agenda. What can there be a better agenda for Kerala Pradesh Congress Committee than the agenda that has come today through all the discussions this morning? That is my request. I also would like to take this opportunity. I was thinking before coming to this podium, what are those few things I should tell so that everybody sitting in this hall can remember, take them back, and work on those ideas, contemplate those ideas. So I would like to state before you few realities, 4 or 5 realities, which each one of you have to spend time daily so that it will shape your thinking. It will create some kind of a urgency in you to work on those issues. I would like to talk about 4 or 5 realities in 5 minutes. The first reality, of course, the Dalit truth. The reality of Dalit truth is something I would like to put in all your minds. It's a very simple thing, but it requires your careful attention. The Dalit truth is, despite promise of equality and fraternity, despite the promise of equality and fraternity, exclusion hides behind the pretense of inclusion. That is the Dalit truth. That is the life of the Dalits. Let me repeat again. Despite the promise of equality and fraternity, exclusion always hides behind the pretense of inclusion. That I have experienced in my 40 years of public service, that most of you also must have experienced. We need to really think about it, unravel it, then we'll be able to crack it. I'll just give an example. All the policy makers, all the political leaders of all parties shout from the rooftops that it is our policy to give equal access to education to all. But what has been happening is equal access of quality education is not given to all. There is a systematic conspiracy to deprive quality education to the Dalits and Adivasis. Because if Dalits and Adivasis get quality education, they question caste system. The powers that be don't want Dalits to question caste system. That's why please examine in your own village, in your own town,
how over a period of time Dalit students are not able to access quality education. I can give you the statistics. 80% of higher education institutions in the country today are held by the private institutions, private individuals, where Dalits, Adivasis cannot secure access because the fees are very heavy. Particularly last 10 years, there is a systematic attempt to promote private education, depriving access to Dalits. How many of us are taking note of this danger? In fact, what is the agenda for action? That is what? After placing before you every truth or every reality, I also would like to spend half a minute on the agenda for action. What is the agenda for action? It is straight there before you. When UPA was in government, in the year 2006, 93rd constitutional amendment was brought in to bring Article 15(5). All of you who have access to Google, you can check Article 15(5). It is brought in by a constitutional amendment, 93rd constitutional amendment by UPA government in the year 2006. What does that say? That says there shall be reservation for SCs, STs, OBCs in higher education institutions, whether those education institutions are run by government or private. That right is given in the Constitution for SC, ST, OBCs to secure access into private education institutions run by the private institutions also. But so far no legislation has come. UPA government, all its NSS, tried to bring a legislation, but somebody has gone to the court during that time. That time I was working with Sonia Gandhi ji in the National Advisory Council. She used to regularly ask, why can't we bring the legislation after bringing the 93rd Constitutional Amendment? But the case has gone to the Supreme Court. Somebody contested the case. In the year 2013, Supreme Court held this as constitutionally valid. But last 10 years, BJP government has not acted on that. So I think all of us should really demand for opening the doors for quality education for Dalits, both in the private education institutions and the government education institutions. Then only some kind of access to equality can happen. That is point number one. Point number two, another reality, we all have to be very, very conscious. Our brother has come from Nagpur. Last week I was reading a news item in Nagpur. There was a violent clashes between two groups. One group wanted Aurangzeb's tomb to be demolished. While reading that article, one thought crossed my mind, which I thought I should share with you. If crores of Dalits in this country since they were subjected to atrocities, they were subjected to discrimination, if crores of the Dalits, if they come onto the road and say that atrocities were committed on us by Hindu kings, Rajas, Maharajas, we would like to demolish their palaces, what would happen to the country? But Dalits have not taken that route, like the BJP, RSS chaps. Dalits have taken the route of the Constitution to secure equality, dignity, and justice for them. The reality today, I am coming to that, the reality today is there is a war between Constitution and
Manusmriti, that all of us have to understand in every aspect that is happening during the last 10 years, in every decision that is happening from Government of India, it is on account of the war between Manusmriti and Constitution. Our Indian Constitution is the best constitution in the world in terms of showing the pathway to equality. It is unparalleled in the world. 250 years back, USA adopted their constitution. In their independence declaration, they said all men are created equal. But for USA, it took 100 years to abolish slavery. For USA, it took 150 years to abolish, to provide voting rights to women. Whereas for India, the day the constitution was adopted, untouchability was abolished. Voting right was given to the woman. That is the strength of Indian constitution. But even then, the road to equality is still far away for Dalits. Why? Why, despite having a constitution that is unparalleled in providing pathway to equality, why it is still a distant dream for Dalits and Adivasis? It is only because of a caste system that is in the society. It is coming in the way of all those who want to move towards an equal society. There is a big wall we need to understand. Here I would to mention to you, every brick in that wall which is preventing you to realize the goal of equality, every brick in that wall represents, listen to me carefully, every brick in that wall represents disproportionate distribution of wealth and opportunities created by the caste system. Unless you break every brick, unless you question the disproportionate distribution of assets, opportunities, you will not be able to break that wall. Mr. Jignesh Mevani, in the morning lecture, in the morning speech, he was mentioning how Dalit share in the wealth of the nation, Dalit share in the income, Dalit share in the judiciary, Dalit share in government contracts, Dalit share in private engineering colleges, private medical colleges, private hospitals is literally zero. So when there is a disproportionate ownership of assets, disproportionate ownership of opportunities, this wall remains. You will never be able to reach equality. That is why we need to break that wall. For that, the demand shall be the caste census. The caste census will tell you very clearly what is this brick. Then only you will be able to break it. That's why Rahulji has been advocating for caste census, primarily to open up, primarily to remove the curtain behind which the disproportionate wealth opportunities are being enjoyed by very few people. We all have to demand for caste census. All SC, ST, OBC, minority communities will have to join the demand for caste census. Just would like to give an example. Recently, the Telangana government has done the caste census. See the impact of the caste census. Immediately, they have passed a resolution, they have passed a legislation passed by the assembly unanimously to increase the reservation for OBCs to 42%. That is because of the caste census Telangana government has done. The third reality that I'll just finish in 2 minutes. The third reality that I would like to sensitize all on is, I think so far, last 78 years, Dalits have been
and demanding for very little. What they are demanding is very little. What they are demanding protection. They are demanding safeguards for protecting their dignity. They are demanding reservations in government jobs. But dear friends, I have to tell you, even if these demands are fully skewed, you will not be able to reach the goal of equality, because what you are asking is a small fraction of the cake. Imagine big cake, and what we have been asking, what we have been fighting is about a small fraction of the cake. And the upper castes are very happy because they are cleverer than us. They are thinking that these Dalits are demanding for a very small fraction of the cake, let them demand. They are not looking at the remaining portion of the cake. So, my dear friends, the third reality I would like to tell you, unless you start demanding for your share in the larger portion of the cake, you will not be able to achieve equality. So, that is the third point I would like to mention. The fourth point I would like to mention, I think all of us are educated. All of us know how to read the budget. Every time when a state government or a government of India announces the budget, we must immediately see how much is coming for Dalits. We have to demand population proportion of the budget to be earmarked for Dalits and Adivasis. And we must demand that budget to be used to accelerate the development of Dalits and Adivasis. Here I would like to clarify to all of you, the population proportion of the budget earmarked is not to take up ongoing programs which are already there, which are anyway have to go to the Dalits. That money has to be used to accelerate the development of Dalits. Otherwise, what happens is, today Dalits are here, others are here, everybody will be moving forward, the gap will continue. The gap has to come down. The gap has to be bridged. For that, Dalits have to move faster. The education, Dalits have to move faster. Employment, Dalits have to do much better than others. And access to housing facilities, Dalits should be able to be doing better than others. Then only this gap can be bridged. So we need to demand for population proportion of the budget to be earmarked to accelerate the development of Dalits, Adivasis, so that one day they can be on par with the rest of the society. My last point is, in the administration we have always got one sutra. Nothing will be done unless it is measured. Nothing will be done unless it is measured. Last 70 years we have been talking about Dalit empowerment. But all of you know, our finance minister introduces the budget. One day before the budget, economic survey is released. That shows very clearly what was the state of economy last year, what is the current situation, on various parameters, how the economy was faring, so that everybody was able to understand, raise questions. Similarly, we should demand that every state government, central government should give us an annual report card of Dalits and Adivasis on various developmental parameters. That report card should be released one day before the budget session, and that report card should be released every year. That report card should cover at least 10 developmental parameters. On education, what was the situation last year? What is the situation now? Then only we'll be able to raise the questions. So, dear friends, these are the 5 realities. Unless we start thinking about it, understand, we will not be able to serve the cause of Dalits. I'm sure Ramesh Chanitalaji will incorporate these into his Gandhigram 2.0 and take all our burden on his shoulders and move forward. I wish you all the best. Thank you very much, sir. We welcome T.K. Aniyan, the grandson of Ayangali, to this event. അടുത്തതായി
ശ്രീ IC ബാലകൃഷ്ണൻ MLA ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സെഷൻ്റെ സമാപന സമ്മേളന അധ്യക്ഷൻ പ്രിയപ്പെട്ട മുൻ മന്ത്രി സുധാകരൻ, ഈ വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലടക്കമുള്ള പ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ എടുക്കുന്നത്. ഞാൻ ഓർക്കുന്നു 2011 ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ അധികാരത്തിലുള്ള സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല, സത്യത്തിൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലീഡർ കെ കരുണാകരന് ശേഷം നമ്മുടെ രാഷ്ട്രപിതാവ് കണ്ട സ്വപ്നം ഗ്രാമങ്ങളിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പട്ടികജാതി പട്ടികവർഗക്കാരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഇടപെട്ട ധീരനായ നേതാവാണ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല. നിഷ്കളങ്കതയോടുകൂടി ഒരാളെ ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ മറക്കാതെ പേരെടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാവ്, ഭരണഘടനാപരമായുള്ള ചില മാറ്റങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റും ചില ഏജൻസികളും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ നിലപാടുകൾ സ്വീകരിച്ചത്. ഞാൻ ഓർക്കുന്നു 2011 അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽ മാതമംഗലം എന്ന് പറയുന്ന SC കോളനിയിൽ വന്നപ്പോൾ അവിടുത്തെ സഹോദരി സഹോദരന്മാരെല്ലാവരും രാഷ്ട്രീയം നോക്കാതെ, അവിടെ ജാതി നോക്കാതെ ഐക്യത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ന്യൂ ഇയർ പ്രോഗ്രാമിന് പട്ടികജാതി പട്ടികവർഗത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രിമിറ്റീവ് ട്രൈബ് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വയനാട് ജില്ലയിലെ ചീയമ്പം 73 കോളനിയിലാണ് അദ്ദേഹം പിന്നീട് പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പിന്നോക്ക സമുദായക്കാരെ സത്യത്തിൽ ഭരണഘടനാപരമായി പ്രത്യേക സബ് പ്ലാൻ പദ്ധതിയിൽപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കേരളത്തിൽ 53 S വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും പട്ടികവർഗത്തിൽ 37 സമുദായത്തിൽപ്പെട്ട പട്ടികവർഗക്കാരുമുള്ള സംസ്ഥാനത്ത് താഴെത്തട്ടിലെ സാധാരണക്കാരായ ഇവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണിത്. ഗാന്ധി ദർശനം എന്ന് പറയുന്നത് വെറും ദർശനമല്ല, ഗാന്ധി ഗ്രാമം എന്ന് പറയുന്നത് വെറും ഗ്രാമമല്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രപിതാവ് കണ്ട സ്വപ്നം, ഒന്ന് ഗ്രാമത്തിൽ താമസിക്കുന്ന പാവപ്പെട്ടവനുള്ള ഭൂമി, അവർക്ക് വീട് നിർമ്മിക്കാനുള്ള ഭൂമി. 2, അവർക്ക് ഒന്ന് കിടന്നുറങ്ങാൻ അവർ ആഗ്രഹിക്കുന്ന കൊച്ചു വീട്. 3, ആരുടെയും തടസ്സമില്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്യാനൊരു വഴി. 4, കുടിക്കാൻ അല്പം ശുദ്ധജലം. പിന്നെ അവരുടെ വിദ്യാഭ്യാസ, തൊഴിൽ. ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനാപരമായി ഇതൊക്കെ ചില കാലഘട്ടത്തിൻ്റെ ഭാഗമായി നീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വളരെ ശക്തമായി പ്രതിരോധിച്ചു. എന്താണ് പ്രതിരോധിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ആദിവാസികളാണ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് അതിന് കോൺഗ്രസും CPM-ഉം വളരെ ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞിരിക്കുന്നത് വനവാസി എന്നാണ് BJP നമ്മളെ വിശേഷിപ്പിക്കുന്നത്. വനവാസി എന്ന് പറഞ്ഞത് വനത്തിൻ്റെ ഉള്ളിൽ താമസിച്ചാൽ അവർക്ക് ഭരണഘടനാപരമായ എല്ലാ സംവരണങ്ങളും ലഭിക്കും. അവർ പുറത്തു വന്ന സംവരണങ്ങളില്ല. അങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി സംവരണ തത്വത്തിൽ നിന്നും നീക്കുന്നതിന് വേണ്ടിയുള്ള
പോരാട്ടങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല മേഖലകളിലുള്ള പട്ടികവർഗ പട്ടികജാതിയിൽപ്പെട്ട പൊതുജനങ്ങളും അതേ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നതിന് വേണ്ട സാഹചര്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതമാണ്. നിഷ്കളങ്കതയോടുകൂടി എല്ലാവരെയും ഒരേപോലെ, അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല. ഇന്ന് അദ്ദേഹം ഈ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരും വേണം, പ്രഗത്ഭരായ എല്ലാവരും വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. മാത്രമല്ല ഗാന്ധിയൻ പാത അഴിമതിയില്ലാതെ അഴിമതി രഹിതമായി എങ്ങനെ പോകാൻ കഴിയുമെന്നുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ധീരനായ നേതാവാണ് ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ശില്പി രമേശ് ചെന്നിത്തല. മനസ്സുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്നുള്ള മാതൃക കാണിച്ച നേതാവിൻ്റെ സംഭാവനയാണ് ഇന്നത്തെ ഈ സെമിനാർ. നമ്മെ സംബന്ധിച്ച് ഭരണഘടനാപരമായുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്ത പദ്ധതിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഇത് ഒരു പ്രത്യേക സപ്ലാൻ പദ്ധതിയാണ്, ഇതാർക്കും അട്ടിമറിക്കാൻ കഴിയില്ല. ഓരോ കോണുകളിൽ നിന്നും അങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രാമങ്ങളിൽ രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നങ്ങളാണ് ഗാന്ധി ഗ്രാമം പദ്ധതിയിൽ കൂടി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസവും ഗാന്ധി ഗ്രാമം പരിപാടി വെറുതെയല്ല, അവിടെ നടത്തുമ്പോൾ സത്യത്തിൽ അമ്മമാരുടെ സഹോദരിമാരുടെ സഹോദരങ്ങളുടെ അഭിപ്രായം നേരിട്ട് കേൾക്കുകയാണ്. അവിടെ ചെന്നൊരു പ്രസംഗം നടത്തി വേദി ഒഴിവാക്കി പോരുന്ന ആ ഒരു രീതിയല്ല. പാലക്കാട് ജില്ലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് മുള്ളി. മുള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് 2011 രാവിലെ 8 മണി മുതൽ പിറ്റേന്ന് 8 മണി വരെ അവരുടെ കൂടെ കിടന്ന് അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് വലിയ മാറ്റം ഊരിലുണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പരിപാടികൾ ഇനിയും സമഗ്രമായ രീതിയിൽ നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഈ പരിപാടി ശില്പിയായ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, എൻ്റെ പ്രിയപ്പെട്ട ലീഡറെ കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രദ്ധിക്കുക, ഫീഡ്ബാക്ക് ഫോം എത്രയും വേഗം ഫില്ലപ്പ് ചെയ്ത് വളണ്ടർമാരെ ഏൽപ്പിക്കണം. എത്രയും വേഗം ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തതായി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ മുൻ MLA ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സെഷൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ, ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ തന്നെ കാരണക്കാരനായ നമ്മുടെ എല്ലാം ബഹുമാന്യനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ എങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ല. എല്ലാ അർത്ഥത്തിലും ഒരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു ഇന്നത്തെ ഈ നാഷണൽ കോൺക്ലേവ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സത്യത്തിൽ പൊതുജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഗാന്ധിഗ്രാം പദ്ധതി. 15 വർഷങ്ങളായി നടത്തിപ്പോരുന്ന പദ്ധതിയിൽ ചിലയിടങ്ങളിലെങ്കിലും അദ്ദേഹത്തിൻ്റെയോടൊപ്പം ആ പ്രദേശത്ത് പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഈ വലിയ മനസ്സിനെ ഈ അവസരത്തിൽ അഭിനയിക്കാതെ ആർക്കും തന്നെ കടന്നു പോകാൻ കഴിയില്ല. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഗാന്ധിഗ്രാം പദ്ധതിയിൽ അദ്ദേഹം പോകുന്ന ഇടങ്ങളിൽ, പോകുന്ന കോളനികളിൽ ഭരണത്തിലാണെങ്കിലും ഭരണത്തിലല്ലെങ്കിലും വെറുതെ തിരിച്ചു പോരാടില്ല. വികസനത്തിൻ്റെ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് അവിടെ
ചാർത്തി തന്നെയാണ് രമേശ് അവിടെ നിന്നും കടന്നു പോരുന്നത്. അപ്പോൾ ആ 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഇങ്ങനെ ഒരു നാഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിലെ രാഷ്ട്രീയ നേതാവ്, ഒപ്പം തന്നെ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ ഇടപെടലായിട്ടാണ് ഞാൻ ഈ നാഷണൽ കോൺക്ലേവിനെ അതുകൊണ്ട് തന്നെ കാണുന്നത്. എത്ര രാവിലെ മുതൽ തന്നെ ഉള്ള ഏകദേശം എല്ലാ പ്രഭാഷണങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് രാജ്യത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിലുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ ഈ പ്രഭാഷണത്തിൽ പങ്കെടുത്തു. അവരൊക്കെ തന്നെ രാജ്യമാകമാനം ദളിത് സമൂഹം നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാൻഡ് ഇഷ്യൂസിനെ സംബന്ധിച്ച്, ലാൻഡിൻ്റെ പൊസഷൻ ഇല്ലായ്മയെ സംബന്ധിച്ച്, സോഷ്യൽ സെക്യൂരിറ്റി, ഓണർ കില്ലിംഗ്, അതുപോലെ സാമ്പത്തിക മേഖലയിൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഇക്കോണമി, അതുപോലെ തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ നാഷണൽ കോൺക്ലേവ് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികളുടെ മിഴി തുറപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയേറെ വിഷയങ്ങൾ രാവിലെ 9:30 മുതൽ വൈകുന്നേരം ഏകദേശം 5-5:30 മണി വരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ മതി ഒരു സർക്കാരിന് ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാൻ. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ അങ്ങനെ വലിയ ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു പൊതുസമൂഹമാണ് ഞാൻ കരുതുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായാൽ നമ്മളാരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ പക്ഷേ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങളിൽ ബജറ്റിൽ വയ്ക്കുന്ന തുക ഓരോ വർഷം കഴിയുന്തോറും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടേണ്ട തുക വെട്ടിക്കുറയ്ക്കുമ്പോൾ പോലും അതിൽ ശ്രദ്ധിക്കാത്ത സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിച്ചു പോകുന്നില്ല, പക്ഷേ ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ബഹുമാനായ നമ്മുടെ ഡോക്ടർ അദ്ദേഹവുമായി സംസാരിക്കുകയായിരുന്നു, BF ആയി സംസാരിക്കുമായിരുന്നു. ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് ഇതിനൊക്കെയുള്ള ഏക പോംവഴി. എല്ലാവരും പറഞ്ഞപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന നീതി, അത് ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും എത്തിച്ചേരണമെന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്നത് the people of India having solemnly resolved to constitute India into a sovereign, social, secular, democratic republic and to secure to all its citizens justice, social, economic and political എന്ന് തുടങ്ങുന്നത് നടപ്പിലാക്കുക. ഇതിൻ്റെ മലയാളം, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, സമത്വം, സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും ഹം ഭാരത് കെ ലോക് ഭാരത് കോ ഏക് സമ്പൂർണ്ണ സമത്വ സമ്പന്ന ഗണരാജ്യ ബനാനെ കെ ലിയെ എന്ന് ഹിന്ദിയിൽ തുടങ്ങുന്ന അങ്ങനെ നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വായിക്കുമ്പോൾ ലോകത്തിൻ്റെ മിഴി തുറക്കുന്ന, ലോകത്തെ എല്ലാ ഭരണാധികാരികളും, ലോകത്തെ എല്ലാ നിയമജ്ഞരും, ലോകത്തെ എല്ലാ ചരിത്രകാരന്മാരും, ലോകത്തെ എല്ലാ പത്രമാധ്യമ പ്രവർത്തകരുടെയും മിഴി തുറക്കുന്ന ഇന്ത്യൻ ഭരണഘടന, അതിന് രൂപം നൽകിയിട്ടുള്ള ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അടക്കമുള്ളവരെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ, നീതിയും സമത്വവുമൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ബഹുമാന്യനായ നമ്മുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് തന്നെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ CP കൃഷ്ണൻ, ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവർ, അതുപോലെ വേദിയിലുള്ള ബഹുമാന്യരെ, ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ, അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഗാന്ധിഗ്രാം പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്.
2011 മുതൽ അദ്ദേഹം രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഇന്ന് ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, പക്ഷേ ചുരുങ്ങിയ സമയമായതുകൊണ്ട് എനിക്കതൊന്നും സംസാരിക്കാൻ പറ്റില്ല. ആദിവാസികളെ സംബന്ധിച്ചുള്ള ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. 1880കളിൽ ആദിവാസികൾക്ക് വനത്തിൽ താമസിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് വന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ഉയർന്നെണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമുക്കറിയാം പട്ടികജാതി വിഭാഗങ്ങളുടെ വിഷയങ്ങൾ, നമുക്കറിയാം ഭൂമി പ്രശ്നം വലിയ പ്രശ്നമായി ഇന്ന് ഈ സമൂഹം നേരിടുകയാണ്. ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം സംസാരിക്കുമ്പോഴും അതെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വസ്തുതയെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല, കാരണം ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കേണ്ടതുകൊണ്ടാണ്. നമുക്കറിയാം വയനാട്ടിൽ തന്നെ പെരിയനാട് എന്ന് പറയുന്ന സ്ഥല ആദിവാസികൾ സമരത്തിലാണ്. അതുപോലെ അട്ടപ്പാടിയിൽ വിവിധ ആദിവാസി പ്രദേശങ്ങൾ മറ്റുള്ള ആളുകൾ കൈയേറ്റം ചെയ്തതിൻ്റെ പേരിൽ 560ഓളം കേസുകൾ ഹൈക്കോടതിയിൽ നിൽക്കുക, ഒരു നടപടിയുമില്ലാത്ത രീതിയിൽ. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അതൊന്നും ഇവിടെ സംസാരിക്കാനുള്ള സമയമല്ല. ഇത് സംഘടിപ്പിച്ച് ആദിവാസികളെയും അതുപോലെ പട്ടികജാതിക്കാരെയും കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന ബഹുമാനായ നമ്മളുടെ എല്ലാ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഈ സംരംഭത്തെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഹാത്മാ അയ്യൻകാളിയുടെ ചെറുമകൻ ശ്രീ ടി.കെ. അനിയൻ അവറുകളെ അനിയൻ ഒന്ന് മുന്നോട്ട് വരൂ. ചുരുങ്ങിയ നല്ലൊരു കയ്യടിയോടെ വാക്കുകളിൽ അദ്ദേഹത്തെ സ്വീകരിക്കാം. ക്ഷണിച്ചുകൊള്ളുന്നു. അയ്യൻകാളിയുടെ കൊച്ചുമകനാണ് ടി.കെ. അനിയൻ. എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത് സംബന്ധിക്കാനാണ് ഞാൻ വന്നത്. ഈ അടുത്ത കാലത്ത് ഈ ഡയബറ്റിക് പേഷ്യൻ്റായ എനിക്ക് ഷുഗർ വളരെയധികം ലോ ആയിപ്പോയത് അത് മുഖേന ഞാൻ ഒന്ന് വീണു. അതിനുശേഷം ഒരു കുടയുടെ സഹായമില്ലാതെ ഒരു ഊന്നുപടിയാണിത്. അതുമായിട്ടാണ് ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്നത്. ഈ ഗാന്ധിഗ്രാമം കണ്ടക്ടഡ് ബൈ ശ്രീ രമേശ് ചെന്നിത്തല വിത്ത് ദലിത് കമ്മ്യൂണിറ്റി ക്രോസ് ഓൾ ഓവർ ദ കേരള ഫോർ ദ ലാസ്റ്റ് 15 years. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഗാന്ധിഗ്രാമം പരിപാടിയിൽ നിന്നും ലഭിച്ച കഴിഞ്ഞ 15 വർഷത്തെ അനുഭവങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നു. നമ്മളിത് കഴിഞ്ഞ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുന്നുണ്ട്. എല്ലാവരും പോകരുത്, എല്ലാ പ്രതിനിധികളും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളമുള്ള പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ ഒത്തുചേർന്നിരിക്കുകയായിരുന്നല്ലോ. ഏതാണ്ട് 8 മണിക്കൂർ നേരം നമ്മളിത് ചർച്ച ചെയ്തു. ഇത് ഒത്തുചേരലിൻ്റെ വേദി മാത്രമല്ല, പ്രവർത്തനത്തിനുള്ള ഒരാഹ്വാനമാണ്. നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് നീതി, അന്തസ്, തുല്യ അവസരങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യങ്ങളെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഗാന്ധിഗ്രാം പരിപാടിയുടെ ആശയം ഉടലെടുത്തത് അട്ടപ്പാടി ആദിവാസി ഗ്രാമങ്ങളിൽ അവരോടൊപ്പം ചെലവഴിച്ച സമയത്താണ്. അത് അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് മനസ്സിലാക്കി അവരുടെ സാമൂഹ്യ ഉന്നമനത്തിന് പ്രവർത്തിക്കാനുള്ള ദൃഢനിശ്ചയം ഈ അനുഭവങ്ങൾ എന്നിലുണ്ടാക്കി. ഗാന്ധിഗ്രാം പരിപാടി വെറുമൊരു ക്ഷേമ സംരംഭമായിട്ടല്ല വിഭാവനം ചെയ്തത്. പകരം പട്ടികജാതി കുടുംബങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സമഗ്ര വികസന മാതൃകയാണ് ഗാന്ധിഗ്രാം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സാമൂഹ്യ നീതിയും ശാക്തീകരണവും എന്ന മഹാത്മാഗാന്ധിയുടെ ദർശനം നടപ്പാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണിത്. ഗാന്ധിഗ്രാമത്തിലൂടെ താൽക്കാലിക ആശ്വാസം മാത്രമല്ല ഞങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവയിൽ ദീർഘകാല പുരോഗതി സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിലെ ശ്രദ്ധേയമായ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പായിട്ടും നമ്മുടെ ദളിത് ആദിവാസി സമൂഹങ്ങൾ നേരിടുന്ന അവർക്ക് അർഹതപ്പെട്ട സാമൂഹ്യ പുരോഗതിയെ ഒഴിച്ചു നിർത്തൽ ഇപ്പോഴും നേരിടുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക അവസരങ്ങൾ,
എന്നിവ നഷ്ടപ്പെട്ട് പലരും ഇപ്പോൾ ദയനീയമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതാണ്. ഈ പതിറ്റാണ്ടുകളായി ക്ഷേമ പദ്ധതികളും നയങ്ങളും നടപ്പാക്കുന്നുണ്ടെങ്കിലും സമൂഹങ്ങൾ എന്തുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നു എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. നയം നടപ്പാക്കുന്നതിലെ വീഴ്ചകൾ, ഗുണഭോക്താക്കൾക്കിടയിലെ അവബോധമില്ലായ്മ, സർക്കാർ സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് എത്തുന്നത് തടയുന്ന വ്യവസ്ഥാപിതമായ കാര്യക്ഷമത ഇല്ലായ്മ എന്നിവയാണ് ഇതിനുള്ള ഉത്തരം. ഗാന്ധിഗ്രാം പരിപാടിയിലൂടെ 28 കോളനികളിലാണ് ഞാൻ സന്ദർശിച്ചത്. സർക്കാർ പദ്ധതികളുടെ പ്രയോജനങ്ങൾ ഈ സമൂഹത്തിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും എത്തുന്നില്ല എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും അവരുടെ നേട്ടത്തിനായി രൂപകൽപ്പന ചെയ്ത സർക്കാർ പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളും ബാങ്കിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായ പരിപാടികളും എങ്ങനെ അപേക്ഷിക്കാമെന്ന് പോലും ഇവർക്കറിയില്ല എന്നുള്ളതാണ് സത്യം. ആരോഗ്യ ക്യാമ്പുകൾ, കുടുംബ മെഡിക്കൽ സേവനങ്ങളുമായി ബന്ധിപ്പിക്കൽ, കുട്ടികളുടെ ഗുണനിലവാരമുള്ള സ്കൂളിൽ ചേർക്കാനുള്ള സംരംഭങ്ങൾ, അവർക്ക് തടസ്സമില്ലാത്ത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഉറപ്പാക്കൽ എന്നിവ ഈ പരിപാടിയിലൂടെ സാധ്യമായി. മെഡിക്കൽ ക്യാമ്പുകളും നൽകുന്നതിനും മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും മാതൃശിശു ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും ഞങ്ങൾ ഡോക്ടർമാർ, NGOകൾ, സർക്കാർ ഏജൻസികൾ എന്നിവയായി സഹകരിച്ച് പ്രവർത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസം താങ്ങാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സാമ്പത്തിക സഹായവും എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഭക്ഷണം, പാർപ്പിടം, വൈദ്യപരിചരണം, ശുദ്ധജലം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് സഹായം നൽകാനുള്ള ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇത് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഇടനിലക്കാരും അഴിമതിക്കാരുമായ ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. വിഭവങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും ആവശ്യമുള്ളവർക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്നതിനും കർശനമായ നിരീക്ഷണ സമ്പ്രദായങ്ങൾ നടപ്പാക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുരോഗമന നയങ്ങളിൽ എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻപന്തിയിൽ നിൽക്കേണ്ടതാണ്. ഭൂരഹിത, ദളിത്, ആദിവാസി സമൂഹങ്ങൾക്ക് ഭൂമിയും ഭവനവും നൽകി ഭൂരഹിത കേരളം നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. കാലാവധി കഴിഞ്ഞ പ്ലാന്റേഷൻ തോട്ടങ്ങൾ ഏറ്റെടുത്ത് പാവപ്പെട്ട ആദിവാസികൾക്കും പട്ടികജാതിക്കാർക്കും ദളിത് വിഭാഗങ്ങൾക്കും വിതരണം ചെയ്യണമെന്ന് ഈ കോൺക്ലേവ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗങ്ങൾക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്വകാര്യ സംരംഭങ്ങളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നമ്മൾ ഈ ദളിത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ദളിത് ആദിവാസി കുടുംബങ്ങൾക്ക് നിയമവിരുദ്ധമായ കയ്യേറ്റങ്ങൾ കാരണം അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നത് തടയുന്നതിനും അവരുടെ പൂർവിക ഭൂമി അവരിൽ തന്നെ തുടരുന്നതിന് നിയമപരമായ നടപടികൾ ഏർപ്പെടുത്തണം. കൂടുതൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, സംഭരണ നയങ്ങൾ, പട്ടികവർഗ സംരംഭകരെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും വേണം. ഗാന്ധിഗ്രാമ പരിപാടികളുടെ വിജയങ്ങൾ വിശദീകരിക്കാൻ മാത്രമല്ല, ഈ ദിശയിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹപ്രവർത്തകരുടെയും പങ്കാളിത്തവും നേതൃത്വവും ആവശ്യപ്പെടുകയാണ്. എല്ലാ ദളിത് ആദിവാസി കുട്ടികൾക്കും സൗജന്യവും ഗുണനിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലൂടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കണം. സർക്കാർ പ്രോത്സാഹനങ്ങൾ, സബ്സിഡികൾ, പരിശീലന പരിപാടികൾ എന്നിവയുടെ പിന്തുണയോടെ ഓരോ കുടുംബത്തിനും സുരക്ഷിതമായ തൊഴിലവസരങ്ങൾ ലഭ്യമാകണം. കനമായ നിയമപാലനത്തിലൂടെയും സാമൂഹ്യ ബോധവൽക്കരണത്തിലൂടെയും ജാതി അടിസ്ഥാനമുള്ള വിവേചനം നമ്മുടെ സമൂഹത്തിന് തുടച്ചു നീക്കുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിട്ടുള്ള കാസ്റ്റ് സെൻസസ് നടപ്പാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോ ജനവിഭാഗങ്ങൾക്കും കിട്ടേണ്ട ന്യായ നീതിയും സാമൂഹ്യ സമത്വവും ഉറപ്പുവരുത്താൻ കഴിയും. ഗാന്ധിഗ്രാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇനിയും ഇവിടെ ശ്രീ സോമപ്രസാദ്, കെ രാജു, അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ, നമ്മുടെ IC ബാലകൃഷ്ണൻ, ശ്രീ പന്തള സുധാകരൻ ഉൾപ്പെടെ
ധാരാളം രാവിലെ മുതൽ വളരെയേറെ നിർദ്ദേശങ്ങൾ വരികയുണ്ടായി. കെ രാജു 5 നിർദ്ദേശങ്ങൾ 5 സജഷൻസ് വെച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം ശ്രീ സോമപ്രസാദ് ആയിരുന്നു. വളരെ കാര്യക്ഷമതയോടുകൂടിയുള്ള പ്രസംഗമായിരുന്നു. അദ്ദേഹം ആ നയങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. അത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ രാജ്യ ജന്മിത്വം അവസാനിപ്പിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങൾ നേടാനും അതോടൊപ്പം തന്നെ സമത്വം, നീതിയും സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്താനുമുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായ പങ്ക് നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഈ കോൺക്ലേവിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങളും ഇവിടെ നടന്ന പ്രസംഗങ്ങളും പുസ്തക രൂപത്തിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്ന് കൂടി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ഞങ്ങളിവിടെ എത്തിക്കുമെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് അവതരിപ്പിച്ച വിഷയങ്ങൾ വ്യത്യസ്തത പുലർത്തിയിരുന്നു. ഭൂപ്രശ്നം, തൊഴിൽ, ദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇത് പരിഹാരം കണ്ടെത്തണം. ഇവിടെ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും ഞാനിത് പ്രകാശ് അംബേദ്കർ മുതൽ തിരുമാവളവൻ ഉൾപ്പെടെ ധാരാളം നേതാക്കന്മാരെ വിളിച്ചത് അവരുടെ ഒരു കാഴ്ചപ്പാട് നമുക്കൊന്ന് മനസ്സിലാക്കാനാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം നേതാക്കൾ അവരൊക്കെ വ്യത്യസ്ത പാർട്ടിക്കാരാണ്. അംബേദ്കറുടെ പ്രസംഗത്തിൽ കോൺഗ്രസിനെ നന്നായി വിമർശിച്ചിട്ടുണ്ട്, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് എന്താണ് വേണ്ടത്? എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയണം. നമ്മൾ ഡെമോക്രസിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ്? അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരണം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ നമുക്ക് ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ കഴിയും. ആ കൺസെൻസസിലൂടെ ഒരു ദളിത് അജണ്ട ഈ ദളിത് കോൺക്ലേവ് മുന്നോട്ട് വെക്കും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മൾ കൊടുക്കും, ഭരണാധികാരികൾക്ക് കൊടുക്കും. അവരവരുടേതായ നയപരിപാടികളിലും പ്രവർത്തനങ്ങളിലും ഇത് ഉൾപ്പെടുത്താൻ അവരെ സമ്മർദ്ദം ചെലുത്തും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിലെ ഡെലിഗേറ്റ്സ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടാതെ പോയത് ഇത് കോൺക്ലേവ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി തരാൻ ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോം പൂരിപ്പിച്ച് തരണം. അതുകൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ കോൺക്ലേവിൻ്റെ ഫൈനൽ ഡോക്യുമെൻ്റ് ദളിത് അജണ്ട എന്ന പേരിൽ നമ്മൾ തയ്യാറാക്കുന്നത് എന്നുകൂടി ഞാൻ അറിയിക്കുക. ആരെങ്കിലും ഇത് പൂരിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ പൂരിപ്പിച്ച് തരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഇതിൽ രാവിലെ മുതൽ ഇപ്പോൾ 6 മണി വരെ ഇവിടെ എടുത്ത 5:44 എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ദളിത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ AK ശശി, അദ്ദേഹത്തിൻ്റെ മകന് പെട്ടെന്ന് എന്തോ ഒരു അസുഖമായതുകൊണ്ട് പോയത് അദ്ദേഹത്തിന്, ആദിവാസി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് PP കൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. രാവിലെ ധാരാളം നേതാക്കന്മാർ ഇവിടെ വന്നിരുന്നു. എല്ലാവർക്കും ഇപ്പോഴും ധാരാളം നേതാക്കന്മാരിവിടെ ഉണ്ട്. സംഘാടക സമിതി കഴിഞ്ഞ 2 മാസക്കാലമായി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ശ്രീ ജയസുധാകരൻ റിട്ടയർഡ് IASൻ്റെ നേതൃത്വത്തിൽ 2 മാസമായി അവരിതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഫോർ ലാസ്റ്റ് 2 months they are working on this. So I am very happy that they had done a very good job. അതുപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയുടെ ചെയർമാൻ, അതോടൊപ്പം തന്നെ P മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആത്മാർത്ഥമായി നമ്മളെ സഹായിക്കുകയുണ്ടായി. എല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇതൊരു വികാരപരമായ മുഹൂർത്തമാണ്. 15 വർഷം ഈ കോളനികൾ സന്ദർശിച്ച് അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന നിലയിലാണ് നമ്മളിത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 2ാം എഡിഷൻ ഇനി അടുത്ത വർഷം നമുക്ക് നടത്തണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട്, അത് മറ്റൊരു എറണാകുളത്തോ കോഴിക്കോടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ദളിത് അജണ്ട തയ്യാറാക്കാൻ നമുക്ക് വിത്തിൻ 2 months അജണ്ടയും അതോടൊപ്പം തന്നെ പുസ്തകവും തയ്യാറാക്കി എല്ലാവർക്കും എത്തിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഗാന്ധിഗ്രാമം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ പ്രകാശ് കാലടിയും കൂട്ടരും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഉപഹാരം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
ഹലോ ഡെലിഗേറ്റ്സ് ശ്രദ്ധിക്കുക, എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണം. ദേശീയ ഗാനത്തിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ദേശീയ ഗാനത്തിന് എണീറ്റ് നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുക. നമ്മുടെ രമേശ് ചെന്നിത്തല ജി അടക്കമുള്ളവർ നമുക്ക് മുന്നിൽ വന്ന് ഡെലിഗേറ്റ്സിനോടൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഒരു കോംപ്ലിമെൻ്റ് ഉണ്ട്, അടുത്തതായി സ്വീകരിച്ച് കടന്നു പോകും. നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൽ നമ്മുടെ ഈ കോൺക്ലേവിൽ പങ്കെടുത്ത നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല മൊമെൻറ്റോ നൽകി അവരെ ആദരിക്കുന്നതാണ്. ആദ്യമായി ആദരിക്കുന്നത് ശ്രീ പന്തളം സുധാകരൻ. വാസ്തവത്തിൽ ഈ ദളിത് ഗാന്ധിഗ്രാം പരിപാടിയിൽ എനിക്ക് ഏറ്റവും പ്രേരണ നൽകിയ ഒരു വ്യക്തി ശ്രീ പന്തളം സുധാകരനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പന്തളം സുധാകരൻ ശ്രീ കെ രാജു IAS റിട്ടയർഡ്, ശ്രീ IC ബാലകൃഷ്ണൻ MLA, ശ്രീ സോമപ്രസാദ് XMP, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ SMLA, ശ്രീ CP കൃഷ്ണൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ CP കൃഷ്ണൻ, ശ്രീ CP കൃഷ്ണൻ. അടുത്തതായി നാഷണൽ ആന്തം കഴിഞ്ഞ ശേഷം ശ്രീ TK അനിയൻ ദേശീയഗാനം ആലപിച്ച ശേഷം എല്ലാ ഡെലിഗേറ്റ്സിനും ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഒരു ഗിഫ്റ്റ് തരും, അത് വാങ്ങിയിട്ടേ പോകാവൂ. നാഷണൽ ആന്തം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. എല്ലാവരും അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കണം. ഫോട്ടോ എടുക്കാനാണ്.
ഹലോ, പ്ലീസ് എല്ലാവരും സീറ്റ് ഇരിക്കണേ. പ്ലീസ്, അതെ, എല്ലാവരും സീറ്റ് ഇരിക്കണം. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും. എല്ലാവരും ദയവായി സീറ്റിലിരിക്കണം. ഒരു 10 മിനിറ്റ്. വാളണ്ടിയേഴ്സിനെ ശ്രദ്ധിക്കുക.